കുവൈറ്റിലെ പ്രവാസികൾക്കുള്ള അടിസ്ഥാന നിയമം എന്തൊക്കെയാണ്? നാം പലപ്പോഴായി നേരിടേണ്ടി വരുന്ന നിയമപ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ രമ്യമായി പരിഹരിക്കാം എന്നിവയെ കുറിച്ചുള്ള അറിവ് നൽകുക എന്നതാണ് പൽപക് ഈ നിയമ ബോധവൽക്കരണ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ലോയേഴ്സ് ഫോറം എന്ന കുവൈറ്റിലെ അഭിഭാഷക സംഘടനയോട് ചേർന്നുകൊണ്ടാണ് പൽപക് ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ് എന്ന സ്വാഭാവിക നീതിയിലെ വളരെ പ്രശസ്തമായ നീതിവാചകം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും ഈ പരിപാടിയിൽ പങ്കുചേരാം. അതിനായി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷനും പൽപക് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സുരേഷ് പുലിക്കലിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. സ്വാഗതം അഡ്വക്കേറ്റ് സുരേഷ് പുലിക്കൽ. നമ്മുടെ ഈ പരിപാടിയിലേക്ക് വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് കുവൈറ്റിലെ പ്രശസ്തമായ ദാർ അൽ നൂറി ഗ്രൂപ്പ് ഓഫ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് എന്ന ലീഗൽ ഫേമിലെ പ്രമുഖ കുവൈറ്റി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ദാമൂദ് സുലൈമാൻ ആമിർ നൂറിയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഓൺലൈനിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ല, എത്തിയിട്ടില്ല. ഇപ്പൊ എത്തും. ഞാൻ വിളിച്ചിട്ടുണ്ട്. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ഇന്ത്യൻ ലോയേഴ്സ് ഫോറം പ്രസിഡന്റും ദാർ അൽ നൂറി ലോ ഫേമിലെ മറ്റൊരു പ്രമുഖ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് തോമസ് പണിക്കറിനെയാണ്. ഇന്ത്യയിലും കുവൈറ്റിലുമായി വിവിധ സ്ഥാപനങ്ങളിൽ ലീഗൽ അഡ്വൈസറായി പ്രവർത്തിച്ച അദ്ദേഹം KGOCയിൽ നിന്നും സീനിയർ കോൺട്രാക്ട് സ്പെഷ്യലിസ്റ്റ് ആയി വിരമിച്ച വ്യക്തിയാണ്. സ്വാഗതം അഡ്വക്കേറ്റ് പണിക്കർ സർ. അടുത്തതായി പൽപക്കിന്റെ കാരണവരും രക്ഷാധികാരിയുമായ ശ്രീ PN കുമാറിനെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ശ്രീ കുമാർജി. ഇനി ബഹുമാനപ്പെട്ട പൽപക് ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് മാധവൻ, ട്രഷറർ ശ്രീ പ്രേംരാജ്, ILF ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ബഷീർ, എല്ലാ പൽപക് ഭാരവാഹികൾ, വനിതാവേദി ബാലസമിതി പ്രവർത്തകർ, ഈ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്ന ILF മെമ്പർമാരായ എല്ലാ അഭിഭാഷകർ, ഈ സംഘടനയുടെ എല്ലാമായ പൽപക് കുടുംബാംഗങ്ങൾ, കൂടാതെ ഈ ലീഗൽ സെമിനാറിൽ പങ്കുചേരാൻ എത്തിയിട്ടുള്ള എല്ലാവരെയും സഹൃദയം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. സുരേഷ് അജണ്ട. സുരേഷ് കേൾക്കുന്നില്ല, വോയിസ് കേൾക്കുന്നില്ല. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞോ? പ്രസിഡന്റ് അല്ലേ? സംസാരിക്കാത്ത മേജർ ആൾക്കാരും മ്യൂട്ട് ചെയ്താ ഈ സ്പീക്കറെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓഫ് കുവൈറ്റ് അഥവാ പൽപക്കിന്റെ ഇന്നത്തെ ഈ ലേബർ ലോ അവയർനെസ് സെമിനാറിലേക്ക് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം പറയുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിനുമായിട്ട് പങ്കെടുക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികൾ, ഒപ്പം തന്നെ പാലക്കാട് അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ വനിതാ കൺവീനർ ഐശ്വര്യ, പാറ്റൺ PN കുമാർ, ജനറൽ സെക്രട്ടറി സുരേഷ് മാധവൻ, ട്രഷറർ പ്രേമരാജ്, അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ സഹായിക്കാനായി നിൽക്കുന്ന മിസസ് അജിത, ലേഡീസ് കൺവീനർ അബാസിയ, മറ്റ് സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ, ഏരിയ പ്രസിഡന്റ്, ഏരിയ സെക്രട്ടറീസ്, ഏരിയ എക്സിക്യൂട്ടീവ്സ്, യൂണിറ്റ് കൺവീനേഴ്സ്, അതുപോലെ തന്നെ ഈ പ്രോഗ്രാം നടത്താനായി നമ്മളോട് സഹകരിക്കുന്ന ഇന്ത്യൻ ലോയേഴ്സ് ഫോറം കുവൈറ്റിന്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിന്റെ പ്രസിഡന്റ് ശ്രീ തോമസ് പണിക്കർ, കുവൈറ്റ്
എയർവേസിൻ്റെ ലീഗൽ അഡ്വൈസറും ലോ ഫോറത്തിൻ്റെ അഡ്വൈസറുമായ രാജേഷ് സാഗർ, ലോ ഫോറത്തിൻ്റെ ജനറൽ കൺവീനർ ശ്രീ മുഹമ്മദ് ബഷീർ, അതുപോലെ തന്നെ ലോ ഫോറത്തിൻ്റെ അഡ്വൈസറായിട്ടുള്ള വിഷ്ണുദാസ്, ഹിസ്കോയിൽ വർക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് മാനേജറാണ് അദ്ദേഹം. അതുപോലെ തന്നെ മറ്റ് ലോയേഴ്സായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രിയ, അഡ്വക്കേറ്റ് സ്മിത മനോജ്, അഡ്വക്കേറ്റ് ജെറാൾ, മറ്റ് എല്ലാ ലോ ഫോറത്തിലെ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഞാൻ പൽപക്കിൻ്റെ പേരിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഈ ഏകദേശം ഒരു 10 വർഷം മുമ്പ് പാലക്കാട് അസോസിയേഷൻ ഇതുപോലെ തന്നെ ഒരു ലീഗൽ സെമിനാർ ഇന്ത്യൻ ലോയേഴ്സ് ഫോറവുമായി ചെയ്തിരുന്നു. നേരിട്ട് ലൈവായിട്ട് മങ്കാഫിൽ വെച്ചിട്ടായിരുന്നു. കൂടുതൽ പ്രതിനിധികളൊന്നും പങ്കെടുത്തിരുന്നില്ല, കുറച്ച് പേരായിരുന്നെങ്കിൽ അത് വളരെ ഉപകാരമായിരുന്നു. ഏകദേശം 10-12 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കത് വേണം എന്നൊരു ചർച്ച കഴിഞ്ഞ മീറ്റിങ്ങിൽ വരികയും, അപ്പോൾ ഈ ഇത്രയും പെട്ടെന്ന് നടത്തണം എന്നൊരു തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ലോ ഫോറത്തിനെ സമീപിച്ചത്. ഞാൻ അതിൻ്റെ ഭാരവാഹി കൂടി ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ കാര്യങ്ങൾ ഉടനെ തന്നെ റെഡിയാണെന്ന് പറയുകയും അതനുസരിച്ച് ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ള എല്ലാ ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിൻ്റെ അംഗങ്ങൾക്കും എൻ്റെ പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമുക്കറിയാം, ഇവിടെ ഒത്തിരി പേര് നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാതെ ഇരിക്കുന്നവരാണ്. ലോയേഴ്സ് ഫോറത്തിനാണെങ്കിലും ഇവിടെ എനിക്കാണെങ്കിലും ഒക്കെ ആയിട്ട് തന്നെ പാലക്കാടിൻ്റെ പലരും തന്നെ നമ്മൾ വിളിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. എന്നാലും അവർക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാനോ കൃത്യമായിട്ട് നമ്മൾക്കൊരു പറയാനോ പറ്റാറില്ല. എന്താ പറയുക, ഒതൻറ്റിക്കേറ്റ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാറില്ല. കാരണം നമ്മൾ ആരും തന്നെ പ്രത്യേകിച്ച് ലോ ഫേംസിലല്ല വർക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടുത്തെ നിയമങ്ങളിൽ എത്രത്തോളം ഇതിൻ്റെ ഡീറ്റെയിൽസിനും നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു പരിധിവരെ ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിൽ വർക്ക് ചെയ്യുന്ന പല അഡ്വക്കേറ്റ്സും ലോ ഫോമുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. വർഷങ്ങളായിട്ട് ഇവിടെ ഇത്തരം കാര്യങ്ങൾ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സഹായം, അവരിലൂടെ നമുക്ക് അസോസിയേഷനെ കുറിച്ച് എന്താ പറയുക, ലോയെക്കുറിച്ചൊരു നല്ലൊരു വിവരണം തരുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് എത്തിച്ചേർന്ന് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അനുമോദിക്കുകയാണ്. ഇന്നത്തെ അജണ്ട എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് വരുന്നത് ഫെസിലിറ്റേഷനാണ്, കുമാർജി. അത് കഴിഞ്ഞാൽ ജനറൽ സെക്രട്ടറിയുടെ ഒരു ഫെസിലിറ്റേഷൻ. അത് കഴിയുമ്പോൾ ജനറൽ ആയിട്ടുള്ളൊരു ഓട്ടോ താങ്ക്സ് പറയുന്നതായിരിക്കും നമ്മുടെ ട്രഷറർ പ്രേമരാജ്. അതിനുശേഷം പോകുന്നത് നേരെ നമ്മൾ ലോ ഫോറത്തിന് ഈ സ്റ്റേജ് ഹാൻഡ് ഓവർ ചെയ്യാണ്. അവർ അത് ഹാൻഡിൽ ചെയ്യും നേരിട്ട്. അവരുടെ അജണ്ട അനുസരിച്ച് ലോ ഫോറത്തിൻ്റെയും മറ്റും ജനറലായിട്ട് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നതായിരിക്കും അഡ്വക്കേറ്റ് തോമസ് പണിക്കർ. അത് കഴിയുമ്പോൾ ഓപ്പണിംഗ് റിമാർക്സിനായിട്ട് കുവൈറ്റ് ലോയർ സംസാരിക്കുന്നതായിരിക്കും. പിന്നെ ഈ ലേബർ ലോയെ കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷനാണ്, അത് അഡ്വക്കേറ്റ് രാജേഷ് സാഗർ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം സ്പെസിഫിക് ലോ കേസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. പിന്നെ ഇൻഷുറൻസ് ക്ലെയിംസ് ആൻഡ് ഡീറ്റെയിൽസിനെ കുറിച്ച് അഡ്വക്കേറ്റ് വിഷ്ണു ദാസ് സംസാരിക്കും. അതിനുശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാറ്റ് ബോക്സിലൂടെ കൊടുക്കുക, അല്ലെങ്കിൽ അജിതയെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ ചോദിച്ചുകൊണ്ട് കോൺവെർസേഷൻ നടത്താവുന്നതാണ്. അതിലൂടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലൂടെ നമുക്ക് കാര്യങ്ങൾ, അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ജോയിന്റ് സെക്രട്ടറി CP വിജുവിനെയും നിയമിച്ചു. ഇത്രയാണ് ഇന്നത്തെ നമ്മളുടെ ജനറൽ അജണ്ട. അടുത്തതായിട്ട് ഈ പരിപാടിയിലേക്ക് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് നമ്മളുടെ ബഹുമാന്യനായ PN കുമാർ നമ്മുടെ പാർട്ട്ണറെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രസിഡന്റ് പറഞ്ഞ പോലെ പാലക്കാട് അസോസിയേഷൻ നടത്തുന്ന രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഇത്. ഇന്ത്യൻ ലോയേഴ്സ് ഫോറവുമായിട്ട് ഇത് രണ്ടാമത്തെ തവണയാണ് നടത്തുന്നത്. 10 വർഷം മുമ്പ് നമ്മളൊന്ന് നടത്തുകയും അതിൽ നിന്ന് കുറേ ബെനിഫിറ്റ് നമ്മുടെ മെമ്പേഴ്സിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ തവണയാണ്. ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡന്റ് ആണെങ്കിൽ ഞാനും പുള്ളിക്കാരനുമായിട്ടൊരു 19 വർഷത്തെ പരിചയമുണ്ട്. കുവൈറ്റിൽ പുള്ളി ലാൻഡ് ചെയ്ത് മുതലുള്ള പരിചയമാണ്. ഞാനും അങ്ങേരും ഒരേ ബിൽഡിങ്ങിൽ ജോലി ചെയ്ത ആൾക്കാർ, ഒരു കമ്പനി അല്ലെങ്കിലും ഒരേ ബിൽഡിങ്ങിൽ പലതവണ രാവിലെയും വൈകിട്ടും എല്ലാം കാണാറുണ്ട്.
പിന്നെ പുള്ളി KUC പോയ ശേഷമാണ് ആളെ കാണാത്തത്. പക്ഷെ അബ്ബാസിലാണ് താമസം. ഉണ്ടെങ്കിലും അവിടെയും പലപ്പോഴും കാണാറുണ്ട്. നമ്മുടെ പ്രോഗ്രാമിനും പുള്ളിക്ക് വരാനുള്ള ചാൻസുകൾ കിട്ടാത്തതുകൊണ്ട് വലിയ വിഷമങ്ങൾ ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ തീർച്ചയായും ഇനി അടുത്ത പ്രോഗ്രാമിൽ തോമസ് പണിക്കരെ വിളിക്കുന്നതായിരിക്കുമെന്ന് ഉറപ്പ് തരുന്നു. ഏതായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിൽ നമ്മുടെ ലോയേഴ്സ് പൽപ്പക്കും കൂടി നടത്തുന്ന ഈ പരിപാടി വളരെ വിജയകരമായി തന്നെ നടക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും, അതിനുവേണ്ടി നമ്മുടെ പൽപ്പക്കിൻ്റെ ഇതിനു വേണ്ടി വന്നിരിക്കുന്ന എല്ലാ അഡ്വക്കേറ്റ്സിനെയും ഈ സമയത്ത് അവരോട് നന്ദി പറയുകയും പരിപാടി സുഖമായി പോകുവാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് പൽപ്പക്കിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് മാധവ്, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓഫ് കുവൈറ്റ് PALPAK is a registered non-profitable, non-political, non-religious, socio-cultural organization of the expatriate of Palakkad district of Kerala in Kuwait, with a view of sincere and dedicated service to the entire society. PALPAK was registered with the Indian Embassy during 2007 December, keeping the main objective as the development of the community to provide humanitarian services and social or cultural unity among the Palakkad expatriate in Kuwait. പാലക്കാട് അസോസിയേഷൻ രൂപീകരിച്ചത് തന്നെ പാലക്കാടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പാലക്കാടിലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷനായിട്ടാണ് കുവൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷം മുമ്പ് നമ്മൾ ഇന്ത്യൻ ലോയേഴ്സ് ഫോറമായിട്ട് സഹകരിച്ചിട്ട് ഇതേപോലെ തന്നെ ഒരു ലീഗൽ സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. അന്നും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ആയിരുന്നു നമ്മുടെ മെമ്പേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ സുരേഷ് പുളിക്കൽ, ശ്രീ PN കുമാർ പാട്രൺ, ട്രഷറർ പ്രേംരാജ്, വനിതാ വേദി കൺവീനർ ഐശ്വര്യ രാജേഷ്, എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം ഇതിന്റെ പിന്നിൽ ഒരുപാട് അതിന്റെ പ്രവർത്തനം ഇത്ര സുഗമമായി കൊണ്ടുപോകാൻ തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി, എന്റെ കടപ്പാടും ഞാൻ പൽപ്പക്കിന്റെ പേരിൽ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിന്റെ എല്ലാ അഡ്വക്കേറ്റ്സും, എല്ലാവർക്കും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് പണിക്കർ, അതേപോലെ തന്നെ ആ ടീം അംഗങ്ങൾ എല്ലാവർക്കും പൽപ്പക്കിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ എന്റെ നന്ദി അറിയിക്കട്ടെ. എല്ലാവർക്കും ഈ ലീഗൽ അവയർനെസ് ഫോറത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അവയർനെസ് നമ്മുടെ സമൂഹത്തിന്, അല്ലെങ്കിൽ നമ്മളുടെ പാലക്കാടിലെ ഉള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും നല്ലൊരു ഏത് പ്രോബ്ലം ഉണ്ടെങ്കിലും ആ പ്രോബ്ലം അത് ഈ അവയർനെസ്സിലൂടെ അവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും നമ്മുടെ ഇന്ത്യൻ ലോയേഴ്സ് ഫോറം നൽകുന്നതാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായിട്ട് ഔപചാരികമായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെ, നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഈ ഒരു സെഷനോട് കൂടി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ILF-ന്. അതുകൊണ്ട് ഔപചാരികമായിട്ട് ഈ പ്രോഗ്രാമിനൊരു നന്ദി അഡ്വാൻസ് ആയിട്ട് പറയാനായിട്ട് നമ്മുടെ ട്രഷറർ ശ്രീ പ്രേംരാജ് അവർ ക്ഷണിക്കുന്നു. അഭ്യന്തരായ എല്ലാവർക്കും നമസ്കാരം. ഈ നിയമബോധവൽക്കരണ സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ഔപചാരികമായ നന്ദി സമർപ്പണത്തിന് വേണ്ടിയിട്ടാണ്. ബഹുമാനപ്പെട്ട പൽപക് പ്രസിഡന്റ് സുരേഷ് പുളിക്കൽ, ജനറൽ സെക്രട്ടറി സുരേഷ് മാധവൻ, പൽപക് രക്ഷാധികാരി ശ്രീ PN കുമാർ, പൽപക് വനിതാ വേദി കൺവീനർ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ഐശ്വര്യ രാജേഷ്, അതേപോലെ തന്നെ ഇന്ന് ഈ നിയമബോധവൽക്കരണ സെമിനാറിൽ പങ്കെടുത്ത് നമ്മളുടെ സംശയ നിവാരണങ്ങൾ നടത്തിത്തരുവാൻ ഇവിടെ സന്നിഹിതനായിട്ടുള്ള ILF പ്രസിഡന്റ് ശ്രീ തോമസ് പണിക്കർ, അതേപോലെ തന്നെ മുഖ്യ വക്താവായിട്ടുള്ള ശ്രീ ദാവൂദ് സുലൈമാൻ അമീർ അൽ നൂറി, പിന്നെ പൽപക്കിന്റെ ILF
Rajesh Sagar, ILF advisor Rajesh Sagar, Advocate Mohammad Bashir, General Convener, Advisor Bishnu Das, Advocate Anwar Advocate Justina Bashir, Priya Haridas, Advocate Shibin Jose, Advocate Jamshed, Smita Manoj, and Advocate Subin Arakel. കൂടാതെ കണ്ട് ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ വനിതാ വേദി അംഗം അജിത, ഈ പരിപാടിയുടെ കൺക്ലൂഷൻ റിമാർക്സ് ചുമതലപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ജോയിന്റ് സെക്രട്ടറി CP ബിജു, മറ്റ് അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ, CC അംഗങ്ങൾ, ഏരിയ എക്സിക്യൂട്ടീവുകൾ, ഏരിയ ഭാരവാഹികൾ, യൂണിറ്റ് ഭാരവാഹികൾ, എല്ലാവർക്കും പൽപക്കിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു പ്രമേഡ. നമ്മളുടെ പാലക്കാട് അസോസിയേഷൻ്റെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. തൽക്കാലം നമ്മൾ ഈ സ്റ്റേജ് ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിന് ഏൽപ്പിക്കുന്നു. മുന്നോട്ട് പോകാനായിട്ട് ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിന്റെ പ്രസിഡന്റ് ശ്രീ തോമസ് പണിക്കരെ ക്ഷണിച്ചുകൊണ്ട് ഫർദറായിട്ട് മുന്നോട്ട് പോകാൻ അപേക്ഷിക്കുന്നു. Dear, can you open? Can you enter? You are already in? No. I will invite you. You just open and see. Okay. You open. Okay. You are there. Okay. Panikar sir, please start. Okay. Aishwarya, now only Mr. Noori joined only. If you want to introduce him or something, you can do it now. Is there or no? He is there. You can see him. He is already there. Yeah, I saw him just after finishing my introduction. Okay. He is listening. Can you, if you want to introduce him from your side, you can do it. Actually, I want to introduce about PALPAK to him. I'm not sure if he is aware of the organization. So actually, I was planning to give an introduction about PALPAK. Okay, anyway. Of course. Salam, dear learned friend, Advocate Dawood Sulaiman Amir Noori. We are greatly pleased and honored to have you here as the chief guest as well as the lead counsel for this legal awareness session. For your kind information, I would like to provide a brief description about our association. Palakkad Pravasi Association of Kuwait, or PALPAK, is a social cultural organization for the expats residing in Palakkad, district of Kerala. Founded in 2007, our main objectives are encouraging the development of the community, providing humanitarian services, and supporting cultural unity among the Palakkad expats in Kuwait. Once again, hearty welcome to the program. Thank you. Okay. Thank you, Aishwarya. Thank you, everybody. പ്രിയ പാലക്കാട് നിന്നുള്ള പ്രവാസി സഹോദരങ്ങളെ, നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. Dear respected Chief Guest, Lawyer Mr. Dawood Sulaiman Amir Noori, respected Palakkad Association President Advocate Suresh Pulikal, Advocate Mohammad Bashir, Advocate Rajesh Sagar, Advocate Bishnu Das, Advocate Shibin Jose, Gerald, then Mr. Subin, and again I address as Palakkad Association President Sri Suresh Pulikal, General Secretary Suresh Madhavan, Treasurer Mr. Prem Raj, Vanida Vedi Convener Aishwarya Rajesh, Patron PN Kumar, questions handle ചെയ്യുന്ന അജിത, എല്ലാ പാലക്കാട് സഹോദരങ്ങൾക്കും എൻ്റെ നമസ്കാരം. പാലക്കാട്ട് നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കുവൈറ്റിൽ വന്ന് പാർക്കുന്ന പാലക്കാട്ടിൽ നിന്നുള്ള പ്രവാസി സഹോദരങ്ങൾക്ക് വേണ്ടി
ഇങ്ങനെയൊരു നിയമ ബോധവൽക്കരണ സെമിനാർ പാലക്കാട് അസോസിയേഷൻ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് വളരെ സ്തുത്യർഹമായ ഒരു കാര്യം തന്നെയാണ്. ഇത് കോവിഡ് കാലമാണ്. അപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ സൂമിലൂടെ ഈ പ്രോഗ്രാം നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പാലക്കാട് അസോസിയേഷനെ കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിനെ കുറിച്ച് അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും അതിൻ്റെ 1988 മുതൽ കുവൈറ്റിൽ പ്രവർത്തിച്ചു വരുന്ന പ്രവാസി ഇന്ത്യൻ ലോയേഴ്സിൻ്റെ സംഘടനയാണ് ഇന്ത്യൻ ലോയേഴ്സ് ഫോറം. അതിനകത്ത് 100-ൽ പരം മെമ്പേഴ്സ് ഇപ്പോൾ ഉണ്ട്. അവരൊക്കെ വളരെയധികം വർഷങ്ങൾ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും അതിനുശേഷം കുവൈറ്റിൽ എത്തപ്പെട്ടവരുമൊക്കെയാണ്. ലോ ഡിഗ്രി കഴിഞ്ഞ് ഡയറക്റ്റ് വന്ന് മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്ന ലോയേഴ്സായി എൻറോൾ ചെയ്ത അതും ലോ ഗ്രാജുവേറ്റ്സുമായ അംഗങ്ങളും ഞങ്ങളുടെ ഫോറത്തിലുണ്ട്. ഇങ്ങനെ വളരെ വർഷങ്ങളോളം നാട്ടിലും പ്രാക്ടീസ് ചെയ്ത് നാട്ടിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള കുറേ ലോയേഴ്സും ഇവിടെ വിവിധ ലോ ഫേമുകളിലും അതുപോലെ കോർപ്പറേറ്റ് കമ്പനികളിലും സീനിയർ ലോയേഴ്സായി ലീഗൽ അഡ്വൈസേഴ്സായി പ്രവർത്തിക്കുന്ന അംഗങ്ങളും ചേർന്നതാണ് ഞങ്ങളുടെ സംഘടന. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റായി എത്തിച്ചേർന്നിരിക്കുന്ന മിസ്റ്റർ ദാവൂദ് സുലൈമാൻ ആമർ നൂരി. His law firm is Dar Noori Group Advocates and Legal Consultants. The office is at Mangaf. I am also actually working or I am partner or I am working there, you can say. He has 16 years experience as a Kuwait lawyer. He can communicate in English at least. He knows, he can understand English, he speak English, even though his English is not that much expert level, but he can manage things very well. He can understand, he can hear, talk to the clients and understand it. That is why he is here. He will try to speak in English only, but he will use maybe some Arabic words also, and we can interpret that also. When questions comes also, if somebody can interpret for him in Arabic, if any arrangement there or no, Suresh, I didn't ask you, any arrangement is there, any Arabic English or Arabic Malayalam Arabic translation can be done? Illa. Okay, no problem. So that's okay. We will translate in English for him, whatever questions may come. If it is in Malayalam, so he can answer. And there are senior lawyers from Indian Lawyers Forum also. They are also seniors and much experienced with the Kuwaiti situation and Kuwaiti laws. They can also answer to all your questions. I am not going into details because when the questions comes, we can answer accordingly. Our law firm handles all the type of cases. All means labor law, family law, and all related laws our law firm is handling. So I am not taking out any particular case and describe to you, but our following, my colleagues may do like that.
And our Rajesh Sagar, senior lawyer, will discuss you with the details of labor law also. And in case any doubt and any questions you have on Indian law or Kuwaiti law or Kuwait situations, you can ask any questions. We may answer after the introductory session. And with this, I conclude, and I invite senior lawyer Dawood Suleiman Amar Nuri. I think he is hearing me. I am not seeing him. He can now He's there. talk. He's there. I invite Mr. Dawood to talk his words, to address us from his side. Thank you, Mr. Nuri. Please, you can start your speech. Thank you. Hello, good afternoon, my dear and dear friends. I am Good lawyer Dawood. afternoon. You hear me, my dear? Yes, everybody. I am lawyer Dawood Nouri. I am working in my office, Dar Nouri Group, with Mr. Thomas Baker. I am ready today. I give you information for the law and general law. Now I want to talk for the rent law. What you do if you contract with if you take flat or anywhere contract for rent, you want to know you have 5 years. If you make sign with the Kuwaiti or anybody, you have 5 years. Nobody he can change the rent. If you make, for example, 200 KD rent contract for rent, 5 years he cannot change the rent. After 5 years, if you the Kuwaiti or anybody he want to change this rent, he want to make case in the court. Court he say how much he come more. Not the Kuwaiti. If he come for you, he say, I want to make 100 KD more. This is not legally. The court he make, if he see the contract finish 5 years, but after 5 years, you can sit in the flat. You cannot go out. Court, if he say for you want to pay more, you pay more, no problem. But if you pay the rent in the court or for the Kuwaiti, you want to take receipt. And you want to put the receipt, be careful for this one, because more case he come in Kuwait for this problem. More people he pay the rent for the Haris, for the Egypt guys in the building, and he say for him, I give you the receipt for the rent, inshallah, tomorrow, after tomorrow, and he not give him. Be careful for this one, because he can make case for you, and he say for you outside the flat because you are not pay. If you not have receipt, keep it the receipt or receipt with you in your home. And if he say for you, I give you tomorrow, say for him tomorrow I give you rent, not today. If you give me receipt, I can give you the money. And for the law for the labor, more people, what he do? He work under the company 10 years, 5 years, any years he can work with him. After that, he not take the indemnity, and he leave and he take transfer for another company. And he not receive the indemnity. He don't know the labor. He have 1 year. After 1 year, he cannot take the indemnity. What he do, the company? Company, he say for him, wait 10 days, 2 months, 3 months. After that, if he finish the 1 year, he say for him, he don't have any money in my company. You can make case, because he know the 1 year finish. After 1 year, you cannot make case. Be careful. Anybody he want indemnity case, he want to make before 1 year. Okay? And if you work 10 years in one company, and this company, he have two company, two names for the company. One, for example, one in Ahmedi, one in Kuwait City. Okay, no problem. But don't transfer the company, the name for you, your iqama, for another company after 10 years, and you not received your indemnity. Because if you make
if you transfer your iqama for your for the another company, after that he say for you, this is not my indemnity before, you cannot take from him, and you used all the money. And now I want to talk for another law, labor law, finish now. Now I want to talk for the law for the any police station, he stop you in the street. If he stop you and he say for you stop, and he say for you give me your civil ID, the job for the police station only he check the civil ID. If you have iqama, if you have the judgment, maybe case from the court, he can catch you. If you have judgment, last judgment, you have jail, he can catch you. And he cannot check inside the car, and he search in the car, and he searching inspection, he cannot do for you this one. Inside the car and for your body. This is not legally. The job for the police station, only he check for civil ID only. If you have iqama or no. If he have something from you, he say for you, come back me in the police station. And this time you can't talk with any your lawyer, me or any lawyer, Mr. Thomas, any lawyer, he can make consultation for you, what you do. And don't go for the police station with yourself. You want to go before you reach in the police station, your lawyer, he come before you. Put yourself in safety, because you don't know inside the police station what he come for you. And not legally, the police station, he catch you and he send you in the car for the police, and he send you in the police station. The legally, he say for you, come back me for the police station. And now I want to talk for the law for the some people, some Indian people in Kuwait. He starts for business, and he not make the contract for the business and law for in the office for lawyer with the Kuwaiti, because then you know the Kuwait law, you want to make the business 49 and 51 for the 51 for the Kuwaiti and 49 for the India people. More people he not make contract. Now he put the business maybe 10,000, 20,000 more money in this business, and he don't want to pay consultation and for the contract 100 KD or 200 KD or 300 KD. Don't see this 100 KD or 300 KD for the contract. Put yourself in the safety. Put your business in safety. Make the contract right contract in lawyer office, because anytime the sponsor or the Kuwaiti, he teach you, you have contract. You can make case in the court. You can make case in the police station. And now I finished from this one, and I talk now for the law for the family court. More India in Kuwait, he come with the husband in Kuwait, and some problem he come together. He said no money, no flat, no rent. He don't want to pay anything for him. The law, the Kuwait, he give for the wife, she can go for the court, and she take any money for the children and for the flat and for the car, for everything. And the law for the all for general for Kuwait is very strong. The law for Kuwait, not only for the India people or in Kuwaiti, for all, not for Kuwaiti only, for Kuwaiti, India, Bangladesh, for all nationality. He helped all this nationality. This is for family court. Now I want to talk for the law for the money case. More people he give the paper. You hear me, my dear? Yes, yes. Yeah. More people he give the money for the people, and he not take a proof from him. For example, name in Kuwait is Kimbiala, Wasalamana,
I take some paper from him. Who he know I want money from these guys. I give him 10,000 KD. And I don't have a proof from him. How I make case in the court? If you want to give him one KD, you want to take receipt. You take from me this money and you want to retain for me. And which date you want to retain for me? More people, and he come for me in my office, he don't have this approve. 5,000 and down, if you don't have received or approved, you can make case with witness, 2 witness. You can make case in the court, 5,000 and down. 5,000 and more, 10,000, 20,000, you want to bring a proof. Judge, he cannot make judgment if you don't have a proof. How he know you want money from these guys or no? Anytime, any people he want to give anybody 1,000, 2,000, 500, you want to make a proof, and he make sign and finger. And he put everything inside this paper with hand, because this paper he come legally in the court. And now I want to talk if he come for you any accident in the street. More people he make accident, and another one he go and he not stop. You want to take the number for the car, or you can make photo for the car, for the number for the car, or you write the number. Because if you go for the court, if you go for the police station, he say for you, you say for him, somebody he make accident for me and he not stop. He say for you, what is the number for this car? Give me the number for this car, I bring him. Same day he can bring him. Or if he stop the car, this guys, he make accident in the car, in the street. If he stop, say for him, please, now police station, he come for me. He help me if I am wrong. The police station, he say, if you wrong, the police station, he say, because I have insurance, you have insurance. If I am wrong, I have insurance, he pay for me. After that, if he see me, the insurance wrong, I am wrong, he can make case for me in the court. Don't keep it you use the money and you use the car because you not make the procedure right. Now I want to talk the procedure inside the police station. If somebody he call you from the police station, he say for you, come the police station. Don't fast you go for the police station because you are worried. You want to know what the problem inside the police station. No, this is the procedure wrong. Call the lawyer. Say for him, police station. He call me. Lawyer. He want to check why he call you. Don't go fast. No lawyer. Nobody he know you are inside the police station. Because I don't want to say this one, but this one this is the problem. I see him with more people. Wasta, he's very problem. Be careful from Rawasta. Wasta, he make more problem for anywhere. Don't go anywhere for the procedure. If you know this Wasta or not Wasta, call the lawyer. Lawyer, he know what the procedure. Call him, lawyer, I have somebody, he called me from this number. This is my job. I can't talk with this number. Why you call for my client? He say for me, no. If not Wasta, he say for me, I not call him. Maybe another one he call him. I go for the police station. I make my job. I go for police station. Why you call my client? He say for me because he have this case. Okay. Say for me what the case. Because I have paper from my client. I can make everything in police station. No need my client he come. If the CID he call him, police station he call him, he want to check with the lawyer before. Because if you go no lawyer, you want to go for the police station, he send you for the investigation record. He make for you this paper, and he ask you no translation. You don't know what he want from you. More question. After that, you sign and you go.
you are happy, maybe finish the case. No, this is not finished. If he send him this case in the court, he come judgment because judge he ask you sign for this paper, and you know if you don't know why what he write, why you sign? Don't sign the paper. This paper, if he ask you all question, lawyer with you. I am with you. I say for him, my client, he not sign if he not read all what you write. And translation, maybe sometime translation, he not make right translation. And he make writing everything wrong in the paper. If you sign this paper, I put myself in the jail. Why? I put lawyer, I put myself in the safety. I have translation. Lawyer, he speak English. He know the translation he write or no. This paper you not sign. If you not read everything, or lawyer he read everything, don't sign. If you read, I read everything. I see everything right, I say for you sign. And at not his right, he say for you, you cannot sign. You cannot read. This is not legally. Before I sign anything, I want to know what he writes in the paper. I don't know this guys, because this guys, all the guys, he make wrong, he make right. I don't know this is right or no. I want to read. After that, my lawyer, he say for me, sign or no. Now I am finishing all the information, and if you have anybody, he have any question, I am ready to answer. Okay, thank you, sir. Any Vanessa, question please. or doubt, you are welcome to ask me in this meeting. I am happy to answer the question. Thank you, sir. Thank you. Welcome, my dear. Welcome, Habibi. Thank you, sir. More. Mr. Nuri, one question can you explain? If Yes, the my contract is for 1 year, and if you renew it every year increasing, then what we can do? We can say 5 year you cannot increase Rent law. Rent rent agreement. law. My dear, the rent law, he not right. He make 1 year. Yeah, 1 year. But the law, 5 year. 5 year, he can make case for if he want money more from him, rent more. Yani, for example, 200 the rent. He want from him 300. This is not legally. How he want from me 100 more? Go for the court. Ask the court if he come judgment for me. Because this procedure, he want lawyer. No, he make case for you, and you say, I am waiting. I see what he take for me judgment. No, you want to put lawyer. Lawyer, he start for the procedure, and I make my job. Why you want from him 100 KD? So you want to say that even if the contract is 1 year, for first 5 years, same rent you want to pay. No need to pay more, right? 5 years, my dear. 200, you cannot take from me more of 200. Got it. Yeah. Thank you. Welcome, my dear. Advocate Nuri, good afternoon. Good afternoon, my dear. Thank you very much for giving nice presentation. It's really very informative. I just have a small queries. Nowadays, during this COVID time, a lot of people book the flight ticket online. There are so many online sites, the people book the tickets. Yeah. So nowadays, to getting the refund, the people book ticket online because their office is not here in Kuwait. They have office in different parts of the Gulf. So they are not refunding the cancelled tickets because of COVID. The flight is cancelled, but now these peoples are not refunding the airfare tickets. What is the way if somebody book a ticket in Kuwait online? What is the way to take legal action against this online traveling agent?
My dear, the question, he take the tickets from where? From online or office in Kuwait? No, online. There are a lot of online sites. So they don't have office. We book a ticket online, pay the money online. The flight is cancelled because of this COVID. Now, how to get the refund? What is the legal way to get the refund? They are not refunding. Suppose the airlines is not refunding, or that traveling agent who booked the ticket online, they're not refunding. But their office is not here in Kuwait. How can we start a legal action against this online travel agent? Okay, where he make the ticket, my dear? Online here in Kuwait. Online here in Kuwait. The office for the online where? Where maybe in UAE, they have some UAE in Dubai. I take tickets from online, I see this is the online. Where is the office? I make the case. Same the office where? Same the country. I cannot. I make tickets from India and I make case in how? If you Okay. make Okay, sorry, Vishnu. I think Rajesh Sagar can answer Sorry, this Vishnudas, we can discuss it later. Let us finish the program. I just interfered just to clarify that 5-year, 1-year difference also for the audience. That's all. But our question answer session will come after the presentations. Now, the next item is Mr. Rajesh. Suresh, agenda. Yeah, Rajesh. Mr. Rajesh will present on his presentation on labor law. I invite Senior Advocate Rajesh Sagar to present his presence. Thank you. Mr. Noori, Yes. we will have some sessions. One lawyer will present one paper and another will talk about something. Then after that, the question answer will come. So please wait for us, or Ready, my dear. Ready. if you wait, better. Let us finish that. Then the question answer will come. Okay. No problem, my dear. I am waiting. Thank you very much. Okay. Thank you for your presentation. It was nice. Okay. No, my ready. I am Rajesh, waiting. yeah, Rajesh, you can start. പൽപക്കിന്റെ ഭാരവാഹികൾ, ലോ ഗ്രാജുവേറ്റ്സ് ഫോറം ഭാരവാഹികൾ, മറ്റ് എല്ലാവരും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പൽപക് അംഗങ്ങൾക്കും നമസ്കാരം. ഇന്ന് നാം ഈ ലീഗൽ അവയർനെസ് സെമിനാറിന്റെ ഭാഗമായി എനിക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തം കുവൈറ്റിലെ പ്രൈവറ്റ് സെക്ടർ ലേബർ ലോയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ ഒരു വിശദീകരണവും അത് നമ്മൾക്ക് നമ്മുടെ അറിവിലോട്ടായി പ്രായോഗിക തലത്തിൽ അതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നും ഉള്ള കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കുവൈറ്റിൽ ഏകദേശം 25 ലക്ഷത്തിൽ പരം പ്രവാസികളാണ് ജീവിക്കുന്നത്. അതിൽ തന്നെ ഏകദേശം 8 ലക്ഷത്തോളം അല്ലെങ്കിൽ 9 ലക്ഷത്തോളം ഇന്ത്യക്കാർ. അതിൽ മഹാഭൂരിപക്ഷം ആളുകളും സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയിൽ നിലവിലിരിക്കുന്ന തൊഴിൽ നിയമത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കുവൈറ്റിൽ വന്നിരിക്കുന്നത് തന്നെ പ്രധാനമായും തൊഴിലെടുത്ത് ഒരു വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മളുടെ തൊഴിൽ മേഖലയിലുള്ള അവകാശങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും ആവശ്യമുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും എൻ്റെ കഴിഞ്ഞ കുറേയധികം വർഷത്തെ കുവൈറ്റിലെ പ്രവാസി ജീവിതത്തിനിടയിൽ ഞാൻ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു പരാതി, കുവൈറ്റിലെ നിയമങ്ങളൊന്നും വിദേശികൾക്ക് അനുകൂലമല്ലാത്ത നിയമങ്ങളാണെന്നും അത് കുവൈറ്റികൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾ ആണെന്നും ഉള്ള ഒരു പരാതി സ്ഥിരമായി കേൾക്കാറുണ്ട്. പക്ഷെ ഇത് പ്രധാനമായും കുവൈറ്റിലെ നിയമങ്ങളെ കുറിച്ച് ഉള്ള പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റായി മാത്രമേ നമുക്ക് കരുതാൻ പറ്റുകയുള്ളൂ. ഒരു കാര്യം എല്ലാവരുടെയും അറിവിലോട്ടായി ആദ്യം പറയുന്നു. ഈ മിഡിൽ ഈസ്റ്റിൽ കുവൈറ്റ് GCC കൺട്രികളിൽ ഏറ്റവും ശക്തമായ നിയമ സംഹിത അല്ലെങ്കിൽ കോഡിഫൈഡ് ലോസ് നിലവിലുള്ള ഒരു രാജ്യമാണ് കുവൈറ്റ്. അപ്പോൾ നമുക്ക് ലേബർ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ കുവൈറ്റിൽ നേരത്തെ നിലവിലിരുന്ന ലേബർ നിയമം 1964 നിലവിൽ വന്ന ഓൾഡ് ലേബർ ലോ എന്ന് നമുക്ക് വിളിക്കാം അതിനെ.
ആ നിയമമായിരുന്നു വർഷങ്ങളായി ഏകദേശം 45 വർഷങ്ങളോളം കുവൈറ്റിൽ നിലനിന്നിരുന്നത്. ആ നിയമത്തിലുണ്ടായിരുന്ന പല കുറവുകളും അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ വിമർശനങ്ങൾക്ക് വഴിവെച്ചപ്പോഴാണ് പുതിയ ഒരു പരിഷ്കരിച്ച തൊഴിൽ നിയമത്തെക്കുറിച്ചുള്ള ആലോചനകൾ കുവൈറ്റ് ഗവൺമെന്റ് തുടങ്ങിയത്. വളരെ വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കും അതുപോലെ പ്രൊസീജിയറലായിട്ടുള്ള നടപടിക്രമങ്ങൾക്കും ശേഷം 2010 ഫെബ്രുവരി 21 ഇപ്പോൾ നിലവിലുള്ള ലോ നമ്പർ 6 ഓഫ് 2010 എന്ന് പറയുന്ന പുതിയ പ്രൈവറ്റ് സെക്ടർ ലേബർ ലോ നിലവിൽ വരുന്നത്. അപ്പോൾ പ്രധാനമായും നമുക്ക് സംശയമുള്ള കാര്യം, ഈ പുതിയ നിയമത്തിൽ പഴയ നിയമവുമായി എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, പുതിയ നിയമത്തിൽ എന്തൊക്കെയാണ് തൊഴിലാളി സൗഹാർദ്ദപരമായ ധാരാളം പ്രൊവിഷനുകൾ നിലവിലുണ്ട്, അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് ഓടിച്ച് മാത്രം പരിശോധിക്കാം. എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായ നിയമത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് ഇന്നിവിടെ ഇല്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതിനുശേഷം 2010 ശേഷം വന്ന പ്രധാനപ്പെട്ട ഭേദഗതികൾ, ഇവയെക്കുറിച്ച് മാത്രം നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. അപ്പോൾ 2010 ഈ നിയമം നിലവിൽ വരുമ്പോൾ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് നമ്മളുടെ ഒരു എംപ്ലോയിയെ പിരിച്ചുവിടുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു നോട്ടീസ് പീരീഡിന്റെ കാര്യത്തിലാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മാറ്റമുണ്ട്. മുൻപ് ഉണ്ടായിരുന്ന നിയമപ്രകാരം 15 ദിവസം നോട്ടീസ് കൊടുത്ത് ഒരു എംപ്ലോയിയെ പിരിച്ചുവിടാനുള്ള അവകാശം തൊഴിലുടമയ്ക്കുണ്ടായിരുന്നു. തിരിച്ചതുപോലെ എംപ്ലോയിക്ക് പിരിഞ്ഞു പോകുന്നതിനും 15 ദിവസത്തെ നോട്ടീസ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഈ ഒരു പ്രൊവിഷൻ പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ഒരു പരാതി വളരെ വ്യാപകമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ വിദേശ രാജ്യത്ത് വന്ന് ജോലി ചെയ്യുമ്പോൾ ഒരു തൊഴിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് വളരെ ചെറിയ ഒരു കാലയളവിൽ നോട്ടീസ് തന്ന് തൊഴിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് തികച്ചും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പ്രഷർ കൂടുതലായി അനുഭവിച്ചുകൊണ്ടിരുന്നത് തൊഴിലാളികൾ തന്നെയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതിന് പുതിയ ലേബർ നിയമത്തിൽ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രകാരം ഒരു തൊഴിലാളിയെ തൊഴിലിൽ നിന്നും പിരിച്ചുവിടുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് 3 മാസത്തെ നോട്ടീസ്, അഡ്വാൻസ് നോട്ടീസ് നൽകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 മാസത്തെ നോട്ടീസ് നൽകുന്നത് രണ്ടു കൂട്ടർക്കും ബാധകമാണ്. തൊഴിലുടമയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിനും തൊഴിലാളിയും ഈ 3 മാസത്തെ നോട്ടീസ് തന്നെ നൽകണം. അത് രണ്ടു കൂട്ടർക്കും ബാലൻസിങ് ആയ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനും കൂടിയാണ്. ഒരു തൊഴിലാളിയെ പിരിച്ചുവിടുമ്പോൾ ആ തൊഴിലാളിക്ക് പുതിയ ഒരു തൊഴിൽ കണ്ടെത്തുന്നതിന് സാവകാശം ലഭിക്കുകയും ഈ തൊഴിൽ നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന ഇമ്പാക്ട് ലഘൂകരിക്കുന്നതിനുമാണ് ഈ ഒരു കാലയളവ് നൽകുന്നത്. അപ്പൊ തൊഴിലാളിയെ ഉടനെ പിരിച്ചുവിടണമെങ്കിൽ പോലും 3 മാസത്തെ ശമ്പളം അഡ്വാൻസായി നൽകി മാത്രമേ തൊഴിലുടമയ്ക്ക് തൊഴിലാളിയെ പിരിച്ചുവിടാൻ സാധിക്കൂ. തിരിച്ച് തൊഴിലാളിക്ക് പിരിഞ്ഞു പോകണമെന്നുണ്ട് ഒരു സാഹചര്യമാണ്, അദ്ദേഹം നോട്ടീസ് തൊഴിലുടമയ്ക്ക് പിരിഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ തൊഴിലുടമയ്ക്ക് ഒരു പുതിയ ഒരു എംപ്ലോയിയെ കണ്ടെത്തി വേണ്ട പരിശീലനം നൽകി ആ തൊഴിൽ നിയമിക്കുന്നതിനുള്ള സാവകാശവും കൂടി ആണ് ഈ 3 മാസം. അപ്പൊ ഇത് രണ്ട് കൂട്ടർക്കും ബാധകമായ ഒരു കാര്യമാണെങ്കിലും കൂടുതൽ ഉപകാരപ്രദമായി വരുന്നത് തൊഴിലാളികൾക്ക് തന്നെയാണ്. അതോടൊപ്പം എന്തുകൊണ്ടാണ് ഈ ഭേദഗതിയിൽ തൊഴിലാളി സൗഹൃദം എന്ന് പറയുന്നത്? ഈ നോട്ടീസ് പീരീഡ് കാലയളവിൽ പുതിയ തൊഴിൽ കണ്ടെത്തുന്നതിന് എല്ലാ ആഴ്ചയിലും 8 മണിക്കൂർ, അത് ദിവസം 1 മണിക്കൂർ വീതം ഇളവ് അനുവദിക്കണം. തൊഴിലിൽ നിന്നും അവധിയെടുത്ത് പുതിയ തൊഴിൽ കണ്ടെത്തുന്നതിന് ആവശ്യമായ സെർച്ച് ചെയ്യുന്നതിന് ആവശ്യമായ സമയം നൽകുന്നതിന് ദിവസം 1 മണിക്കൂറോ അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമോ അവധി, ശമ്പളത്തോടു കൂടിയ അവധി നൽകണം എന്നും പുതിയ നിയമം പറയുന്നുണ്ട്. അതുകൂടാതെ ഈ പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ രാജിവെച്ച് പോകുമ്പോൾ നൽകേണ്ട നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചും പുതിയ നിയമത്തിൽ വലിയ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് നേരത്തെ ഉള്ള നിയമത്തിൽ 5 വർഷമെങ്കിലും ചുരുങ്ങിയത് തൊഴിലാളിയുടെ കൂടെ ജോലി ചെയ്താൽ മാത്രമേ രാജിവെച്ച് പോവുകയാണെങ്കിൽ പകുതി ഇൻഡെംനിറ്റിക്ക് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. 5 മുതൽ 10 വർഷം വരെ സർവീസ് ഉള്ള ഒരു തൊഴിലാളി രാജിവെച്ച് പോവുകയാണെങ്കിൽ 2/3 ഇൻഡെംനിറ്റിയും 10 വർഷത്തിന് മുകളിൽ മുഴുവൻ ഇൻഡെംനിറ്റിയും ലഭിക്കും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കാതലായ ഒരു മാറ്റം ഇപ്പോൾ വന്നത് ഏറ്റവും ചുരുങ്ങിയത് 3 വർഷമെങ്കിലും ജോലി ചെയ്ത ഒരു തൊഴിലാളി രാജിവെച്ച് പോവുകയാണെങ്കിൽ 3 വർഷം, ഏറ്റവും ചുരുങ്ങിയ 3 വർഷം സർവീസ് ഉള്ള തൊഴിലാളി രാജിവെച്ച് പോവുകയാണെങ്കിൽ അയാൾക്ക് ലഭിക്കേണ്ട ഇൻഡെംനിറ്റിയുടെ പകുതിക്ക് അർഹതയുണ്ട്. 3 മുതൽ 5 വർഷം വരെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് 2/3 ഇൻഡെംനിറ്റിയും 5 മുതൽ 10 വർഷം, 5 വർഷത്തിന് മുകളിൽ 10 വർഷം വരെ ജോലി ചെയ്തിട്ടുള്ള തൊഴിലാളിക്ക് പൂർണ്ണമായ ഇൻഡെംനിറ്റിയും കൊടുക്കണമെന്ന് പുതിയ നിയമത്തിൽ ഒരു നിഷ്കർഷ വന്നു.
അതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട മാറ്റം വന്നത് ആനുവൽ ലീവിന്റെ കാര്യത്തിലാണ്. ആനുവൽ ലീവ് മുമ്പുണ്ടായിരുന്ന ലേബർ ലോയിൽ ആദ്യത്തെ 5 വർഷം ഓരോ വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന ഓരോ വർഷത്തിനും 14 ദിവസത്തെ ശമ്പളത്തോടു കൂടിയ അവധി ഉണ്ടായിരുന്ന അവസ്ഥയിൽ പുതിയ ലേബർ നിയമം അത് തുടക്കം മുതൽ ജോലിയിൽ പ്രവേശിക്കുന്ന ആ വർഷം മുതൽ തന്നെ 30 ദിവസം ശമ്പളത്തോടു കൂടിയ അവധി ലഭിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇതൊരു വലിയ മാറ്റമായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാം. ഈ 30 ദിവസം എന്ന് പറയുമ്പോൾ പോലും ഈ 30 ദിവസത്തിൽ പൊതു അവധികളും വെള്ളിയാഴ്ചകളും ഒന്നും വരുന്നില്ല. അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഒരു വർഷത്തിൽ ഈ 30 ദിവസത്തിൽ കൂടുതൽ അവധി ശരിക്കും തൊഴിലാളിക്ക് ലഭിക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് വലിയ ഒരു മാറ്റമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പിരിച്ചുവിടുന്നതിനെ സംബന്ധിച്ചുള്ള നേരത്തെ ഉള്ള തൊഴിൽ നിയമത്തിൽ ഏകദേശം 5ഓളം കാരണങ്ങൾ കൊണ്ട് ഒരു തൊഴിലാളിയെ ഇൻഡെംനിറ്റിയോ നോട്ടീസോ കൂടാതെ ഇമ്മീഡിയറ്റ് ആയി പിരിച്ചുവിടാം എന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ തൊഴിൽ നിയമത്തിൽ ആ കാര്യത്തിൽ ഒരു മാറ്റം വന്നു. അങ്ങനെ പിരിച്ചുവിടാൻ സാധ്യതയുള്ള കാരണങ്ങൾ 2ആയി ചുരുക്കുകയും അതോടൊപ്പം അങ്ങനെ പിരിച്ചു വിടുകയാണെങ്കിൽ തന്നെ അത് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിനെ മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം മാത്രമേ പിരിച്ചുവിടാവൂ എന്നും അതിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ പിരിച്ചുവിടാവൂ എന്നും ഉള്ള ഒരു സ്ഥിതിയിലേക്ക് മാറ്റം വന്നു. അപ്പോ ഒരു പ്രതികാര നടപടി എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഒരു കാരണം കാണിച്ച് ഇൻഡെംനിറ്റിയും മറ്റൊരു ആനുകൂല്യങ്ങളും നൽകാതെ പിരിച്ചുവിടാൻ പണ്ട് ഉണ്ടായിരുന്ന ഒരു സൗകര്യം തൊഴിലുടമയ്ക്ക് പുതിയ നിയമത്തിൽ നഷ്ടമായിരിക്കുകയാണ്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള അതുപോലെ പിന്നെ നമ്മുടെ സിക്ക് ലീവിന്റെ കാര്യത്തിലും വലിയ ഒരു പ്രോഗ്രസ് ആണ് പുതിയ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടിയ അളവിൽ ഉള്ള സിക്ക് ലീവ്, അതുപോലെ ശമ്പളത്തോട് കൂടിയുള്ള സിക്ക് ലീവ് പുതിയ നിയമത്തിൽ നൽകിയിട്ടുണ്ട്. ഏകദേശം 30ഓളം ദിവസം ശമ്പളത്തോടു കൂടി തന്നെ ലീവ് എടുക്കാൻ ഉള്ള അവകാശം ഉണ്ടായിരുന്നു. അതിൽ ഒരു ചെറിയ കാര്യം മാത്രം പറയാം. നേരത്തെ ആദ്യം മുഴുവൻ ശമ്പളത്തോടു കൂടി 10 ദിവസമാണ് സിക്ക് ലീവ് എടുക്കുവാൻ പറ്റിയിരുന്നെങ്കിൽ അത് 15 ദിവസമായി കൂട്ടി. പിന്നീട് വരുന്ന 10 ദിവസം 3/4, അതിനുശേഷം വരുന്ന 10 ദിവസം ഹാഫ് സാലറി. ഇങ്ങനെ ഒരു പ്രോഗ്രസീവായി ഒരു ടേബിൾ വൈസിലാണ് സിക്ക് ലീവ് പുതിയ നിയമത്തിൽ അനുവദിക്കുന്നത്. പക്ഷെ നമ്പർ ഓഫ് ടോട്ടൽ സിക്ക് ലീവിന്റെ കാര്യത്തിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ പൊതു അവധി ദിവസങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും ഏകദേശം 5ഓളം ദിവസങ്ങൾ പുതിയ നിയമത്തിൽ അഡീഷണൽ ആയി വന്നു. അതിന്റെ വ്യത്യാസം വരുന്നത് ഈ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പബ്ലിക് ഹോളിഡേയ്സ്, നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പബ്ലിക് ഹോളിഡേയ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് അയാൾക്ക് 200% ഓവർ ടൈം അലവൻസും ഒരു കോമ്പൻസേറ്ററി ലീവും ലഭിക്കും എന്നുള്ളതാണ്. ഇതൊരു അത്രയും എണ്ണം പൊതു അവധി കൂടിയപ്പോൾ അത്രയും ആനുകൂല്യം തൊഴിലാളിക്ക് ലഭിക്കും. പല മേഖലകളിലും അവധി ദിവസങ്ങളിലും തൊഴിലാളികൾ ജോലി ചെയ്യപ്പെടാൻ നിർബന്ധിതരാകും. അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കമ്പൽസറി ആയി ഈ 200% ഓവർ ടൈമും ഒരു കോമ്പൻസേറ്ററി ഓഫും കൊടുക്കണം എന്നും നിയമം പറയുന്നു. അപ്പൊ ഇങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് 2010 പുതിയ തൊഴിൽ നിയമം ഇടവരുത്തിയത്. അതോടൊപ്പം അതിനുശേഷം വന്ന പ്രധാനപ്പെട്ട ചില അമെൻമെന്റുകൾ ഈ നിയമം ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം, അതുപോലെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം, ആർട്ടിക്കിൾ 9 പറഞ്ഞിരുന്ന ഒരു മാറ്റം, ഈ തൊഴിൽ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും അതിന്റെ ഇംപ്ലിമെന്റിംഗ് റെഗുലേഷൻസ് കൊണ്ടുവരുന്നതിനും കാലാകാലങ്ങളിൽ വേണ്ട പരിഷ്കാരങ്ങളും തൊഴിൽ മേഖലയെ മൊത്തത്തിൽ തന്നെ ചില നിയന്ത്രണങ്ങളിലൂടെ കൊണ്ടുപോകുന്നതിനും ഒരു പ്രത്യേക അതോറിറ്റി രൂപീകരിക്കുമെന്ന് ഈ ആർട്ടിക്കിൾ 9 ഈ 2010 ഈ പുതിയ തൊഴിൽ നിയമം കൊണ്ടുവന്നപ്പോൾ ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ നിയമത്തിന്റെ പറഞ്ഞിരുന്നതിന്റെ ഭാഗമായി ആണ് 2013 പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ എന്ന ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയെ ഈ തൊഴിൽ മേഖലയെ നിയന്ത്രിക്കുന്നതിനും അവിടെ വേണ്ട റെഗുലേഷൻസും കാലാനുചിതമായ മാറ്റങ്ങളും ഒക്കെ നിർദ്ദേശിക്കുന്നതിനും ഒക്കെയായി ചുമതലപ്പെടുത്തിക്കൊണ്ട് 2013 ഒരു നിയമത്തിലൂടെ രൂപീകരിച്ചു. അങ്ങനെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ആണ്, നമുക്കെല്ലാം അറിയാം, ഇപ്പോൾ ഈ തൊഴിൽ മേഖലയിൽ കാലാകാലങ്ങളിൽ വേണ്ട പുതിയ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്നതും ഈ തൊഴിൽ മേഖലയെ കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ഇപ്പോൾ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ആണ്. ക്രമേണ ഈ സ്പോൺസർഷിപ്പ് സിസ്റ്റം ഒഴിവാക്കണം എന്ന നിർദ്ദേശം ശക്തമായി പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ മുതലായ
അന്താരാഷ്ട്ര സംഘടനകളും അതുപോലെ പ്രാദേശികമായും ഒക്കെ ശക്തമായ ചില സമ്മർദ്ദങ്ങൾ ഗവൺമെന്റിന്റെ പുറത്തുണ്ട്. ക്രമേണ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിലേക്ക് ഈ ഒരു കാര്യം, ഈ സ്പോൺസർഷിപ്പ് സിസ്റ്റം ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ അത് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ കീഴിലേക്ക് മാറും എന്ന് ആണ് നാം കരുതുന്നത്. അതിനായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ശക്തമായി ഗവൺമെന്റ് മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് താമസിയാതെ തന്നെ ചിലപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാം. പല രാജ്യങ്ങളിലും ആ ചർച്ചകൾ, ഗൾഫ് രാജ്യങ്ങളിലും ആ ചർച്ചകൾ വളരെ അഡ്വാൻസ് ലെവലിലാണ്. കുവൈറ്റും സ്വാഭാവികമായും ആ സിസ്റ്റത്തിന്റെ ഭാഗമായി വന്നേക്കാം. അപ്പോൾ വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പാണ് ഈ 2010 നിയമം, ഈ പബ്ലിക് അതോറിറ്റി മാൻ പവറിന്റെ രൂപീകരണത്തിന് വഴി വെച്ച ഒരു നിയമമൊന്നും നമുക്ക് പറയാം. അപ്പൊ 2010 ശേഷം വന്ന പ്രധാനപ്പെട്ട ചില ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭേദഗതി വന്നത് 2017 ലോ നമ്പർ 85 ഓഫ് 2017 എന്ന് പറയുന്ന ഒരു അമെന്റ്മെന്റ് ആണ് എടുത്തു പറയേണ്ട ഒരു ഭേദഗതി. അതുപ്രകാരം പ്രധാനമായും 2-3 ഭേദഗതികളാണ് അതിൽ വന്നത്. അതിൽ ഒരു ഭേദഗതി കുവൈറ്റി എംപ്ലോയീസിനെ സംബന്ധിച്ച് സ്വകാര്യ മേഖലയിൽ കുവൈറ്റി നാഷണൽസിന് കൂടുതൽ ജോലി ചെയ്യാനുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ അവകാശങ്ങളും കൂടി സംരക്ഷിക്കുന്നതിനും വേണ്ടി ഉള്ള ഒരു പ്രൊവിഷൻ ഉൾപ്പെടുത്തി. അതുപ്രകാരം മുൻപ് ഉണ്ടായിരുന്ന സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന കുവൈറ്റി നാഷണൽസിന് നിയമം പറയുന്ന പ്രകാരമുള്ള എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്സ്, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇപ്പോൾ ആദ്യത്തെ 5 വർഷം ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് ഓരോ കംപ്ലീറ്റഡ് ഇയറിനും 15 ദിവസത്തെ ശമ്പളവും 5 വർഷത്തിന് മുകളിലോട്ടുള്ള ജോലി ചെയ്യുന്ന ഓരോ വർഷത്തിനും 1 മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുകയും എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്സ് ആയി കിട്ടണം. ആ ബെനിഫിറ്റ് നേരത്തെ കുവൈറ്റി നാഷണൽ സിറ്റിസൺസിന്, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സിറ്റിസൺസിന് കമ്പനി കൊടുക്കണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ കമ്പനി അടയ്ക്കുന്നത് കൊണ്ട്, താമിനാത്ത് എന്ന് നമുക്ക് ജനറലി ഇവിടെ പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ കമ്പനി കൊടുക്കുന്നു. നമ്മുടെ നാട്ടിലെ EPF, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിന് തുല്യമായ ഒരു സിസ്റ്റമാണ് ഇവിടുത്തെ ഈ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇൻഡെംനിറ്റി കൊടുക്കണ്ട എന്നായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 2017 ഈ ഭേദഗതി വന്നപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ കൂടാതെ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റും കുവൈറ്റുകൾക്ക് കിട്ടാൻ അവകാശമുണ്ട് എന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് കൂടാതെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു എക്സ്പാട്രിയേറ്റ് വർക്കറിനെ സംബന്ധിച്ച് ഉണ്ടായ ഒരു ഭേദഗതി, പ്രധാനമായും പറയുന്ന 2 ഭേദഗതികളിൽ ഒന്ന്, നേരത്തെ പുതിയ നിയമം വന്നപ്പോൾ 30 ദിവസത്തെ ആനുവൽ ലീവ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ 30 ദിവസത്തെ ആനുവൽ ലീവ് ലഭിക്കുന്നതിന് ചുരുങ്ങിയത് 9 മാസത്തെ സർവീസ് ഉള്ള ഒരു എംപ്ലോയിക്ക് മാത്രമേ ഈ പെയ്ഡ് ആനുവൽ ലീവിന് അവകാശമുള്ളൂ എന്നാണ് നിയമം പറയുന്നത്. അതുപോലെ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം, നേരത്തെ ഞാൻ പറയാതിരുന്നതാണ്. ഈ പെയ്ഡ് ആനുവൽ ലീവ് പലപ്പോഴും പല കമ്പനികളും എംപ്ലോയിക്ക് എല്ലാ വർഷവും പോകാൻ അനുവദിക്കാറില്ല. അതിനകത്തുള്ള ഒരു പ്രധാന പ്രശ്നം, നിയമം പറയുന്നത് 2 വർഷത്തിൽ കൂടുതൽ ഈ പെയ്ഡ് ആനുവൽ ലീവ് അക്യുമുലേറ്റ് ചെയ്യുന്നതിന് നിയമത്തിൽ പ്രൊവിഷൻ ഇല്ല. അതായത് 30 ദിവസം ഒരു വർഷത്തിൽ ലീവുള്ള ഒരു തൊഴിലാളി 2 വർഷം തുടർച്ചയായി ലീവ് എടുക്കാതിരുന്നാൽ 3-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മുൻപുണ്ടായിരുന്ന ലീവിൽ 3-ാം വർഷത്തിൽ അക്രൂ ചെയ്യുന്ന ലീവിന് തുല്യമായ ലീവ് നഷ്ടമായിക്കൊണ്ടിരിക്കും. അതായത് അറ്റ് എ ടൈം അയാൾക്ക് 2 വർഷത്തിൽ കൂടുതൽ ലീവ് അക്യുമുലേറ്റ് ചെയ്ത് ക്രെഡിറ്റിൽ വെക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത് പലപ്പോഴും സംഭവിക്കുന്നതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്, ഇപ്പൊ 3-4 വർഷം ലീവിന് പോകാതെ ഇരിക്കുന്ന ഒരു തൊഴിലാളി പിരിഞ്ഞു പോകുമ്പോൾ ലീവ് സാലറി ക്ലെയിം ചെയ്യുമ്പോൾ ഈ 4 വർഷത്തെയും ലീവ് സാലറി ക്ലെയിം ചെയ്യാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ ലീവിന് പോകാതെ ഇരിക്കാറുണ്ട്. കമ്പനിയുടെ നിർബന്ധം മൂലം പോകാതിരിക്കുന്നതായിരിക്കും. പക്ഷേ നമ്മളൊരു ക്ലെയിം സിനാരിയോയിൽ വരുമ്പോൾ അത് കോടതികൾ ഈ 4 വർഷത്തെയും ലീവ് അംഗീകരിക്കാൻ സാധ്യതയില്ല. അത് 2 വർഷത്തെ ലീവിന് തുല്യമായ ഒരു സംഖ്യയായി കുറഞ്ഞു പോയത്. അപ്പൊ ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതല്ലെങ്കിൽ കമ്പനികളിൽ നിന്നും റിട്ടേൺ ആയി ഈ ലീവ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ വാങ്ങിച്ചിരിക്കണം. കമ്പനിയുടെ ജോലി ആവശ്യങ്ങൾ മൂലമാണ് നമുക്ക് ലീവിന് പോകാൻ പറ്റാത്തതെങ്കിൽ തീർച്ചയായും കമ്പനി അത് ഒന്നില്ലെങ്കിൽ അത് എൻകാഷ് ചെയ്ത് തരികയോ അല്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ, അക്രൂ ചെയ്യാനുള്ള എക്സ്റ്റൻഷൻ ഇൻ റൈറ്റിംഗിൽ തരികയോ അല്ലെങ്കിൽ വാങ്ങിച്ചു വെക്കുകയോ ചെയ്യണം. അപ്പൊ ഈ ലീവിന്റെ കാര്യത്തിൽ വന്ന ഒരു മാറ്റം, നമുക്ക് 6 മാസം ജോലി ചെയ്താൽ തുടർച്ചയായി ആദ്യമായി ഒരു എംപ്ലോയറുടെ കീഴിൽ ജോയിൻ ചെയ്യുന്ന ഒരു എംപ്ലോയി 6 മാസം സർവീസ് ഉണ്ടെങ്കിൽ
പെയ്ഡ് ലീവ് എടുക്കാമെന്ന ഒരവസ്ഥയിലേക്ക് ഈ 2017 85 അമെന്റ്മെന്റ് നമ്പർ 85 ഓഫ് 2017 ഒരു മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ 9 മാസം ഏറ്റവും ചുരുങ്ങിയത് വേണമെന്ന് പറഞ്ഞിരുന്ന അതിൽ ഒരു ഇളവ് 6 മാസമായി കുറച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമെന്റ്മെന്റിൽ വന്ന ഇതുവരെയും കൃത്യമായി ആരും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം, അത് കമ്പനികളുടെ സ്വകാര്യ മേഖലയിലുള്ള കമ്പനികളുടെ എതിർപ്പ് മൂലമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആനുവൽ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രൈഡേയ്സും പബ്ലിക് ഹോളിഡേയ്സും കൗണ്ട് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു ഉള്ളത്. അതുകൊണ്ട് ഒരു മാസം ഒരാൾ ലീവിന് പോയാൽ സ്വാഭാവികമായും 4 ഫ്രൈഡേയ്സ് എങ്കിലും അയാൾക്ക് എക്സ്ട്രാ 30 ദിവസത്തെ കൂടെ കിട്ടും. പബ്ലിക് അവധികൾ ഏതെങ്കിലും ആ മാസം വരുന്നുണ്ടെങ്കിൽ അതും അഡീഷണൽ ആയി ലഭിക്കും. പക്ഷെ ഈ ഭേദഗതിയിൽ സാറ്റർഡേയ്സും, അത് ഫ്രൈഡേ സാറ്റർഡേ അവധിയുള്ള കമ്പനികളിൽ സാറ്റർഡേയ്സും ഈ ലീവിന്റെ ഭാഗമായി കൗണ്ട് ചെയ്യണ്ട എന്നാണ് ഈ ഭേദഗതി പറയുന്നത്. പക്ഷെ ഇത് പൂർണ്ണമായും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അത് പല കമ്പനികളും അതിനെ സംബന്ധിച്ച് എതിർപ്പുകൾ ഉന്നയിച്ചു. അത് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. അതുകൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു പുനർചിന്തനം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കർശനമായി അത് നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും മിക്കവാറും പല കമ്പനികളിലും ഈ സാറ്റർഡേയ്സ് ലീവിന്റെ ഭാഗമായി തന്നെ കൗണ്ട് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. ഇതായിരുന്നു 2017 വന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ഭേദഗതികൾ. പിന്നീട് അതിനുശേഷം വന്ന ഏറ്റവും വലിയ ഒരു ഭേദഗതി എന്ന് പറയുന്നത് 2021 2021 പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോ കൺട്രോളിംഗ് അതോറിറ്റി നമ്മുടെ സ്വകാര്യ മേഖലയിലെ തൊഴിൽ തർക്കങ്ങളും അല്ലെങ്കിൽ തൊഴിൽ റെഗുലേഷൻസ് ഇംപ്ലിമെന്റിംഗ് റെഗുലേഷൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള ഒരു ഓതറൈസ്ഡ് ബോഡി, ഗവൺമെന്റ് ബോഡി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ. ആ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റേതായി വന്ന ഒരു മിനിസ്റ്റീരിയൽ ഡിഗ്രി ഉണ്ട്. അത് മിനിസ്റ്റീരിയൽ ഡിഗ്രി നമ്പർ 27/2021. ഇത് 2021 ഫെബ്രുവരി മാസത്തിൽ കുവൈറ്റ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുകയും നിലവിൽ വരികയും ചെയ്ത ഏറ്റവും പുതിയ ഭേദഗതിയാണ്. ഇതിൽ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധേയമായ ചില ഭേദഗതികൾ, തൊഴിലാളി സൗഹാർദ്ദപരമായ ചില ശ്രദ്ധേയപരമായ റെഗുലേഷൻസ്, റൂൾസ് പബ്ലിക് അതോറിറ്റി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം എന്ന് നമുക്ക് പറയാവുന്നത് ഈ കമ്പനികളുടെ, ഇപ്പൊ നമുക്കറിയാം മിക്കവാറും മുഴുവനും കമ്പനികളും ഇപ്പോൾ ഓൺലൈൻ വിസ പ്രോസസ്സിലേക്ക് മാറിയിരിക്കുകയാണ്. അതിന്റെ ഒരു ഈ റെഗുലേഷനാണ് അതിന്റെ ഇംപ്ലിമെന്റിംഗ് റെഗുലേഷനായി വന്നത്. ഇതിന് ശേഷമാണ് കർശനമായി ഓൺലൈനിൽ മാത്രമേ വിസ പ്രോസസ് ചെയ്യാവൂ എന്ന ഒരു നിഷ്കർഷ ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഈ റെഗുലേഷനിലാണ് ഒരു കമ്പനി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തൊക്കെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യണം തുടങ്ങി വ്യക്തമാക്കിക്കൊണ്ടുള്ള, ഇതിന്റെ ആർട്ടിക്കിൾ 3 അത് വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ ബിസിനസ് പ്രൊവിഷൻസ്, ഈ കമ്പനി എന്തെങ്കിലും കാരണവശാൽ കമ്പനിയുടെ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി അവസാനിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിനെ മുൻകൂട്ടി അറിയിക്കണം എന്ന ഒരു നിർദ്ദേശം ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നു. എന്തുകൊണ്ടെന്നാൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ കൊടുക്കാൻ ആ കമ്പനി അങ്ങനെ പ്രവർത്തനം നിർത്തുന്ന സമയത്തും ബാധ്യസ്ഥതയുണ്ട് എന്ന കാര്യം മുൻകൂട്ടി കൊണ്ട് തന്നെ തൊഴിലാളി അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലാണ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഈ നിഷ്കർഷ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപ്രകാരം കൃത്യമായും ഈ കാര്യങ്ങൾ മുൻകൂട്ടി പബ്ലിക് അതോറിറ്റി അറിയിച്ചിരിക്കണം. ഇപ്പൊ താൽക്കാലികമായി പ്രവർത്തനം നിർത്തുന്നു. ഇപ്പൊ കോവിഡിന്റെയൊക്കെ സാഹചര്യത്തിലാണ് അത് കൂടുതലും നമ്മൾ കണ്ടത്. പല കമ്പനികളും തൊഴിലാളികളോട് ശമ്പളം നൽകാതിരിക്കുകയും പ്രവർത്തനം താൽക്കാലികമായി നിവൃത്തി വെച്ചതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാതിരിക്കുകയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്തരം ധാരാളം ക്ലെയിമുകൾ ഇപ്പോൾ നിലവിലുമുണ്ട്. കുവൈറ്റിൽ നിന്നും നാട്ടിൽ പോയി മടങ്ങി വരാൻ പറ്റാത്ത ഒത്തിരി തൊഴിലാളികളുടെ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്സ് ഉൾപ്പെടെ കിട്ടാത്ത അവസ്ഥയുണ്ട്. അതൊക്കെ ഇപ്പോൾ ഇന്ത്യൻ എംബസി ഉൾപ്പെടെ അല്ലെങ്കിൽ പല സംഘടനകളും ഒക്കെ ആ വിഷയം ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു പർട്ടിക്കുലർ നിഷ്കർഷ പബ്ലിക് അതോറിറ്റി കൊണ്ടുവന്നത്. അതുപോലെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫീമെയിൽ വർക്കേഴ്സിന്റെ കാര്യത്തിൽ ചില അഡീഷണൽ ബെനിഫിറ്റ്സ് അവർക്ക് നൽകണമെന്ന് ഈ പുതിയ ഡിഗ്രിയിൽ പറയുന്നു. അതുപ്രകാരം പ്രസവത്തിന് ശേഷം 2 വർഷത്തേക്ക് ഏറ്റവും ചുരുങ്ങിയത് മാക്സിമം 2 വർഷം വരെ ദിവസം 2 മണിക്കൂർ ഇളവ് കുട്ടികളെ മുലയൂട്ടുന്നതിനും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതിനും ഫീമെയിൽ എംപ്ലോയീസിന് 2 മണിക്കൂർ ഇളവ് നൽകണമെന്ന് പുതിയ ലോ പറയുന്നു. അത് നൽകാൻ എല്ലാ എംപ്ലോയേഴ്സും ബാധ്യസ്ഥരാണ്.
അപ്പൊ അത് തീർച്ചയായും വലിയ ഒരു മാറ്റമാണ്. പ്രത്യേകിച്ച് കുവൈറ്റിൽ വിദേശീയരായ അമ്മമാർക്ക്, വിദേശ പ്രവാസികളായ അമ്മമാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് കുട്ടികളുടെ കാര്യത്തിൽ വരാറുണ്ട്. അപ്പൊ അത് വലിയൊരു മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നു. അതായത് 8 മണിക്കൂർ ജോലിയാണെങ്കിൽ 2 മണിക്കൂർ ഇളവ് ആ ഒരു ദിവസത്തെ വർക്കിംഗ് അവേഴ്സിൽ അവർക്ക് കിട്ടും. അത് 2 വർഷം വരെ കിട്ടും എന്നുള്ള ഒരു സ്ഥിതിയാണ്. പിന്നെ ഓരോ കമ്പനികളുടെയും അവരുടെ ഇന്റേണൽ പോളിസീസ് അനുസരിച്ച് ഈ 2 വർഷം വരെ നൽകുന്നത് ചിലപ്പോൾ ഇല്ലെങ്കിൽ പോലും ഒരു നല്ലൊരു കാലയളവിലേക്ക് ഈ 2 മണിക്കൂർ ഇളവ് സ്ത്രീ തൊഴിലാളികൾക്ക് ലഭിക്കും എന്ന വലിയ ഒരു ചുവട് മാറ്റമാണ് ഇപ്പോൾ ഈ റെഗുലേഷനിൽ വന്നിരിക്കുന്നത്. അതുപോലെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഇദ്ദത്ത് പീരീഡ് 4 മാസവും 10 ദിവസവും അവർക്ക് അവധി നൽകണം എന്ന ഒരു നിർദ്ദേശവും ഈ പുതിയ ഭേദഗതിയിലൂടെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു പ്രധാന പ്രശ്നമായി പറയുന്ന പ്രവാസി തൊഴിലാളികൾ പറയുന്ന ഒരു കാര്യമാണ് പാസ്പോർട്ട് എംപ്ലോയേഴ്സ് പിടിച്ചു വെക്കുന്ന ഒരു വിഷയം. മുമ്പ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം പബ്ലിക് അതോറിറ്റി നമുക്ക് പാസ്പോർട്ട് എംപ്ലോയേഴ്സ് പിടിച്ചു വെക്കുന്നു എന്നുള്ളത് ഒരു പരസ്യമായ ഒരു രഹസ്യമാണ്. അത് പലപ്പോഴും കമ്പനികൾ നിഷേധിക്കുമെങ്കിലും മിക്കവാറും സ്വകാര്യ മേഖലയിലെ 90% കമ്പനികളും തൊഴിലാളികളുടെ പാസ്പോർട്ട് കമ്പനികളുടെ കസ്റ്റഡിയിലാണ് വെക്കുന്നത്. ഇത് നിയമപരമായി ശരിയല്ലെങ്കിൽ പോലും അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അത് അങ്ങനെ പറയുമ്പോഴും ആ പാസ്പോർട്ട് തിരിച്ചു വാങ്ങിക്കുന്നതിനുള്ള ഒരു നടപടിക്രമം വളരെ വലുതായിരുന്നു. നമ്മൾ കോടതിയിൽ തന്നെ കേസ് കൊടുത്ത് കേസ് ഫയൽ ചെയ്ത് തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു. അതൊരു വലിയ ലോങ് ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ ഇപ്പോ ഈ നിയമത്തിൽ ആർട്ടിക്കിൾ 38 എന്ന ഒരു വകുപ്പോടുകൂടി എഴുതി ചേർത്തിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നതിന് എംപ്ലോയർമാർ യാതൊരുവിധ അവകാശവുമില്ല. അങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് അത് ഇപ്പോഴാണ് ശരിക്കും ഒരു നിയമത്തിൽ ഓപ്പൺലി അത് ഡിക്ലെയർ ചെയ്യുന്നത്. നേരത്തെയൊക്കെ ഒരു റെഗുലേഷൻ മിനിസ്ട്രി ഓഫ് ഇന്റീരിയറും മിനിസ്ട്രി ഓഫ് സോഷ്യൽ അഫയേഴ്സും ഒക്കെ ഒരു സർക്കുലർ പോലെ ഇഷ്യൂ ചെയ്യുന്നതാണ്. ഈ പണം അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന തൊഴിലാളികളുടെ പാസ്പോർട്ട് വേണമെങ്കിൽ ഒരു സെക്യൂരിറ്റിക്ക് ഹോൾഡ് ചെയ്യാമെന്നുള്ളത് അതൊരു കമ്പൽസറി ആയ ഒരു കാര്യമല്ലെങ്കിൽ പോലും അങ്ങനെ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ഈ ഒരു ഭേദഗതിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് കമ്പനികൾക്ക് തൊഴിലാളികളുടെ പാസ്പോർട്ട് അവരുടെ സമ്മതമില്ലാതെ കസ്റ്റഡിയിൽ വെക്കുന്നതിന് യാതൊരുവിധ അവകാശവുമില്ല. അപ്പൊ ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ പാസ്പോർട്ട് പല കമ്പനികളും വാങ്ങിച്ചു വെക്കുമ്പോൾ യാതൊരുവിധ രേഖകളും നമുക്ക് തരാറ്. അപ്പൊ അങ്ങനെ വാങ്ങിച്ചു വെക്കണമെന്ന് നിർബന്ധം ഏതെങ്കിലും കമ്പനി പിടിച്ചാൽ തന്നെ ഒരു രേഖ കൃത്യമായി വാങ്ങിച്ചിട്ട് മാത്രമേ ഈ പാസ്പോർട്ട് ഹാൻഡ് ഓവർ ചെയ്യാവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിൽ നമ്മൾ ഒരു പരാതി നൽകിയാൽ കമ്പനി ഈ പാസ്പോർട്ട് കമ്പനിയുടെ ഇല്ല എന്ന് നിഷേധിക്കുന്നില്ല. ഇപ്പൊ പല കേസുകളിലും പ്രായോഗികമായി നാം കാണുന്ന ഒരു പ്രശ്നം, ഒരു കേസുമായി നമ്മൾ പബ്ലിക് ഷൂണിലോ അല്ലെങ്കിൽ കോടതിയിലോ ചെല്ലുമ്പോൾ ചില കമ്പനികൾ പറയുന്നത് ഇങ്ങനൊരു പാസ്പോർട്ട് ഈ തൊഴിലാളിയുടെ പാസ്പോർട്ട് ഞങ്ങളുടെ കൈവശം ഇല്ല, അത് അയാൾ കളവായി പറയുന്ന കാര്യമാണ്. ഈ ഒരു നിലപാട് കമ്പനി എടുത്താൽ വളരെ ഡിഫിക്കൽട്ടായ ഒരു പ്രോസസ്സിലൂടെ വീണ്ടും നമ്മൾ ഈ കടന്നു പോകേണ്ടി വരും. പുതിയ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിനും ഒക്കെയുള്ള പ്രോസസ്സ് വളരെ ഒരു ടീഡിയസും ടൈം കൺസ്യൂമിങ്ങുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് കമ്പനിക്ക് പിടിച്ചു വയ്ക്കാൻ ഇപ്പോൾ അവകാശമില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഏത് കമ്പനികൾ നിർബന്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു രേഖ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഇപ്പോൾ കമ്പനികൾ ചെയ്യുന്ന ഒരു പുതിയ കാര്യം എന്ന് പറയുന്നത് സേഫ് കസ്റ്റഡിക്കായി പാസ്പോർട്ടുകൾ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രേഖ ഒപ്പിട്ട് പാസ്പോർട്ട് തിരിച്ചു വാങ്ങിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒപ്പിടുന്ന രേഖയുടെ ഒരു കോപ്പി, ആ ഒരു ഡോക്യുമെന്റ് ഒരു കോപ്പി തീർച്ചയായിട്ടും തൊഴിലാളി കയ്യിൽ വെക്കണം. എങ്കിൽ മാത്രമേ നാളെ എന്തെങ്കിലും ഒരു ക്ലെയിം വന്നാൽ ഇത് നമുക്ക് പ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു ഡോക്യുമെന്റ് ആയി മാറുകയുള്ളൂ. ഇതൊരു വലിയ ഒരു മാറ്റമാണ്. അതുപോലെ നമ്മൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരുന്ന ഒരു പരാതിയാണ് തൊഴിലാളികളെ ഉപദ്രവിക്കുന്നതിനെ മനഃപൂർവ്വം അബ്സ്കോണ്ടിങ് കംപ്ലൈന്റുകൾ തൊഴിലുടമകൾ ഫയൽ ചെയ്യുന്നു. ഇത് ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നം. ഇങ്ങനെ ഒരു അബ്സ്കോണ്ടിങ് കംപ്ലൈന്റ് ഫയൽ ചെയ്യപ്പെടുകയും ആ കംപ്ലൈന്റ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ആവുകയും ചെയ്താൽ പിന്നെ ഈ തൊഴിലാളിയെ ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരുന്നത്. ഇത് വലിയൊരു അബ്യൂസ് ആണ് എന്ന പരാതി ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസും മറ്റ് പല കോണുകളിൽ നിന്നും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ പബ്ലിക് അതോറിറ്റി ഇതിനകത്തൊരു പ്രൊസീജിയറൽ റിക്വയർമെന്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് പറയുന്നത് 7 ദിവസത്തിൽ കൂടുതൽ ഒരു തൊഴിലാളി തൊഴിൽ സ്ഥാപനത്തിൽ തൊഴിലുടമയുടെ അനുവാദമില്ലാതെ തൊഴിലിനായി ഹാജരാകാതിരുന്നാൽ
അങ്ങനെ ഒരു അവസ്ഥയിലാണ് തൊഴിലാളിയെ നമുക്ക് അബ്സ്കോണ്ടിങ് എന്ന് പറഞ്ഞ് പരാതിപ്പെടാൻ ഒരവസരം ഉണ്ടാകും. അങ്ങനെ 7 ദിവസത്തിന് മുകളിൽ ഒരു തൊഴിലാളി അനുവാദമില്ലാതെ വരാതിരുന്നാൽ ആ തൊഴിലാളിയെ തന്റെ ഫയലിൽ നിന്ന് നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തൊഴിലുടമയ്ക്ക് തുടങ്ങാം. പക്ഷെ അങ്ങനെ തുടങ്ങുമ്പോൾ 7 ദിവസത്തിന് ശേഷം പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിനെ ഈ വിഷയം അറിയിച്ചിരിക്കണം. അങ്ങനെ അറിയിക്കുമ്പോൾ ആ റിട്ടേൺ നോട്ടീസ് തങ്ങളുടെ സ്ഥാപനത്തിൽ എല്ലാവർക്കും കാണാവുന്ന ഒരു സ്ഥലത്ത് പ്രദർശിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ ഇത് ഈ തൊഴിലാളി അറിഞ്ഞിരിക്കണം, ഇങ്ങനെ ഒരു നടപടിയുമായി തൊഴിലുടമ മുമ്പോട്ട് പോകുന്നു, ഞാൻ ഇവിടെ നിയമപരമായ അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് തൊഴിലിന് ഹാജരാകുന്നില്ല എന്ന് പറഞ്ഞ് ഒരു നടപടി എടുക്കുന്നു എന്ന് ഈ തൊഴിലാളി അറിഞ്ഞിരിക്കണം. അത് മറ്റുള്ള തൊഴിലാളികൾ ഈ നോട്ടീസ് കാണുമ്പോൾ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ആ തൊഴിലാളിയെ അറിയിക്കുമല്ലോ. അങ്ങനെ വരുമ്പോൾ ആ തൊഴിലാളിക്ക് പബ്ലിക് അതോറിറ്റി മാൻ പവറിൽ ബന്ധപ്പെടുകയും അങ്ങനെയല്ല, ഇതൊരു കളവായ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് ഇത് നടപടികൾ ആ തൊഴിലാളിയുടെ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ 7 ദിവസത്തിന് ശേഷം അറിയിക്കുന്ന ഈ നോട്ടീസിനെ സംബന്ധിച്ച് ഈ പബ്ലിക് അതോറിറ്റി ഒരു അന്വേഷണം നടത്തുകയും ആ അന്വേഷണം നടത്തി ഈ കാര്യം ബോധ്യമാണെന്ന് വന്നാൽ അത് അതിന്റെ ബാക്കി നടപടിക്രമങ്ങളിലേക്ക് മാറുകയും ചെയ്യും. ഇങ്ങനെ മാറിയാൽ പിന്നീട് അങ്ങനെ ഒരു നടപടിക്രമം പബ്ലിക് അതോറിറ്റി സ്വീകരിക്കുകയും അബ്സ്കോണ്ടിങ് കൺഫേം ചെയ്യുകയും ചെയ്താൽ പിന്നീട് ആ തൊഴിലുടമയ്ക്ക് ഈ തൊഴിലാളിയെ വീണ്ടും തൊഴിലെടുക്കാനുള്ള അവകാശം പബ്ലിക് അതോറിറ്റി കൊടുക്കുന്നില്ല. അപ്പൊ അത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു എക്സസൈസായി ഏതെങ്കിലും തൊഴിലുടമകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നടപടിക്രമം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് തീർച്ചയായും നല്ല കാര്യമാണ്. അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു കൺട്രോൾ വേണമെന്നുള്ളത് വളരെ നാളുകളായി എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഒത്തിരി ആളുകളെ ഇവിടുന്ന് ഇങ്ങനെ ഒരു രീതിയിൽ കുടുക്കി ഡീപ്പോർട്ട് ചെയ്യപ്പെടുകയും അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുന്നതിനാണ് ഈ ഒരു നടപടി വരുന്നത്. അത് വളരെ നല്ല ഒരു കാര്യമാണ്. അതുപോലെ ഒരു വർക്ക് പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ പബ്ലിക് അതോറിറ്റി ഈ റെഗുലേഷൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് ഒരു സ്വകാര്യ മേഖലയിൽ ജോലി എടുക്കുന്നതിനുള്ള ഏറ്റവും പ്രാഥമികമായ കാര്യമാണ് നമ്മുടെ വർക്ക് പെർമിറ്റ്. അത് ഇഷ്യൂ ചെയ്യുന്നത് അതാത് ഷൂണുകളാണ്. അത് ക്യാൻസൽ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഈ റെസിഡൻസി പെർമിറ്റ് ക്യാൻസൽ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തൊഴിൽ ഇവിടുന്ന് മടങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയും വരും. പക്ഷെ അതും ക്യാൻസൽ ചെയ്യുന്നതിനുള്ള ചില നടപടിക്രമങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതും 3 or 4 കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു തൊഴിലാളി ഈ പറയുന്ന ഫസ്റ്റ് 7 ദിവസത്തിന് കൂടുതൽ അനുവാദമില്ലാതെ തൊഴിലിന് ഹാജരാകാതിരുന്നാൽ അതൊരു കാരണമാണ്. അത് റിപ്പോർട്ട് ചെയ്ത് അതിന്റെ നടപടി പൂർത്തിയാക്കിയ മുറയ്ക്ക് വർക്ക് പെർമിറ്റ് ക്യാൻസൽ ചെയ്ത് തൊഴിലുടമയ്ക്ക് തന്റെ ഫയലിൽ നിന്ന് ആ തൊഴിലാളിയെ റിമൂവ് ചെയ്യാൻ അവകാശമുണ്ട്. അതുപോലെ തൊഴിലാളി കുവൈറ്റിൽ നിന്നും വെളിയിൽ പോയി ആ മിനിമം ലോ പറയുന്ന ആ മാക്സിമം പീരീഡിനുള്ളിൽ തിരിച്ചു വരാതിരിക്കുകയും, ഇപ്പൊ കോവിഡിന്റെ കാലഘട്ടത്തിൽ 6 മാസമാണ് കാലാവധി നേരത്തെ, പക്ഷെ ഇപ്പൊ കോവിഡ് സാഹചര്യത്തിൽ അത് നീട്ടി ആ റെസ്ട്രിക്ഷൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മിക്കവാറും ഓഗസ്റ്റ് സെപ്റ്റംബറോടുകൂടി അത് തിരിച്ച് കൊണ്ടുവരുമെന്നാണ് ഇപ്പോ നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ അതിനപ്പുറത്തേക്ക് കുവൈറ്റിന് വെളിയിൽ നിൽക്കുന്ന തൊഴിലാളിയുടെ വർക്ക് പെർമിറ്റും റിപ്പോർട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അതുപോലെ ഏതെങ്കിലും കാരണവശാൽ അയാളുടെ റെസിഡൻസ് പെർമിറ്റ് ഗവൺമെന്റ് ക്യാൻസൽ ചെയ്യുകയോ അയാളെ ഡിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ അപ്പോഴും വർക്ക് പെർമിറ്റ് ക്യാൻസൽ ആകപ്പെടും. ഇങ്ങനെ ആ ഒരു പ്രൊസീജിയറൽ റിക്വയർമെന്റും പബ്ലിക് അതോറിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് തൊഴിലിടത്തിൽ ചില ക്രമീകരണങ്ങൾ, ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന് കുവൈറ്റ് ഗവൺമെന്റ് വളരെ ശക്തമായി തന്നെ ഇടപെടുന്നു. അത് തൊഴിലാളി സൗഹാർദ്ദപരമായ ചില സമീപനങ്ങൾ എന്നുള്ളത് തികച്ചും സ്വാഗതാർഹം തന്നെയാണ്. പിന്നെ നാം എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എന്തൊക്കെയാണ് തനിക്ക് കുവൈറ്റിലെ നിയമം അനുവദിക്കുന്ന അവകാശങ്ങൾ, അനുവദിക്കുന്ന സൗജന്യങ്ങൾ, അനുവദിക്കുന്ന പ്രൊട്ടക്ഷൻസ്, ഇത് മനസ്സിലാക്കാത്തിടത്തോളം കാലം തീർച്ചയായും നമുക്ക് ഈ നിയമത്തിന്റെ സംരക്ഷണം നേടുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നാം ഈ നിയമ അവബോധം, നിയമപരിജ്ഞാനം ഏതൊരു വ്യക്തിക്കും അത്യന്താപേക്ഷിതമാണ്. സ്വാഭാവികത്തോടു കൂടിയും ധൈര്യത്തോടും കൂടി ഈ രാജ്യത്ത് ജീവിക്കുന്നതിനും ജോലിയെടുത്ത് ജീവിക്കുന്നതിനും തന്റെ അവകാശങ്ങൾ കൃത്യമായി ചോദിച്ച് വാങ്ങിക്കുന്നതിനും ഈ നിയമ പരിജ്ഞാനം ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചുവടുവെപ്പാണ് തീർച്ചയായും പൽപക്ക് ഇന്ന് ഇവിടെ നടത്തിയത്. അതിന് അവർ തീർച്ചയായും അതിന്റെ ഭാരവാഹികളും അതുപോലെ തന്നെ ഈ കാര്യത്തിൽ കാര്യമായ സഹകരണം നൽകാൻ തയ്യാറായി മുമ്പോട്ട് വന്ന ഇന്ത്യൻ ലോ ഗ്രാജുവേറ്റ്സ് ഫോറവും ഒക്കെ അഭിനന്ദനം അർഹിക്കുന്നു.
തീർച്ചയായും ഇങ്ങനെയുള്ള അവയർനെസ് സെഷൻസ് ഇനിയും ധാരാളം വേണം. നിയമപരിജ്ഞാനം തീർച്ചയായും എല്ലാ പൗരന്റെയും അവകാശമാണ്. ആദ്യം നമ്മൾ ഇൻട്രൊഡക്ടറി സെക്ഷനിൽ പറഞ്ഞ പോലെ നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു നിയമവ്യവസ്ഥയിലും ഒരു ഡിഫൻസ് അല്ല. ഒരു ഇഗ്നോറൻസ് ലോ ഓഫ് ലോ കനോട്ട് ബി പ്ലീഡഡ് എന്നാണ് അടിസ്ഥാന തത്വം. അപ്പൊ നമ്മളൊരാളെ കൊല്ലുന്നു, അല്ലെങ്കിൽ നാം കുവൈറ്റിലേക്ക് ഇപ്പോ ഒരു മയക്കുമരുന്നുമായി വരുന്നു, ഇവിടെ വന്ന് പിടിക്കപ്പെട്ടാൽ ഇങ്ങനെ ഒരു നിയമം ഇവിടെ നിലവിലുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറഞ്ഞ് ഒരു വ്യക്തിക്കും രക്ഷപ്പെടുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തീർച്ചയായും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി എല്ലാ സംഘടനകളും മുമ്പോട്ട് വരണം. അതൊരു ആവശ്യം തന്നെയാണ്. എന്നെ ഇതിലേക്ക് വിളിക്കുകയും ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനുള്ള അവസരം ഉണ്ടാക്കി തരികയും ചെയ്ത പൽപക്കിന്റെ ഭാരവാഹികളോട് എനിക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും കാണാം. Thank you, Rajesh. Thank you so much. Thank you. വളരെ വിശദമായി തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടി. മണിക്കർ സാർ മ്യൂട്ട് ചെയ്തിരിക്കാം. മണിക്കർ സാർ മ്യൂട്ടാണ്. Sorry. Thank you, Rajesh, for your nice presentation. Thank you very much. And now our senior lawyer, Indian Lawyers Forum member, Mr. Indian Lawyers Forum advisor. He is advisor to the forum, senior advisor to the forum. Mr. Vishnu Das will present his papers, mainly on insurance. Thank you, Mr. Vishnu Das. Please welcome. Good afternoon, Mr. Suresh, Advocate Panikar, and all the distinguished member of PALPAK, and my all fellow Indians who are here listening to these presentations. First of all, I'm expressing my sincere thanks to Advocate Rajesh for his nice presentations, and also the Advocate Nuri also gave a very nice presentation. I am also I give my special thanks to Mr. Nuri for his presentation. Okay, let me brief you about insurance related issues, what our fellow Indians facing over here mainly, and I will highlight briefly what is the insurance compliance over here for all the employees who are working over here, and various insurance claim processing formalities, and the feedback or the drawback employer facing with their employers for getting the claims. First of all, for insurance related issue, there are 3 types of insurance in Kuwait for the employees. Most of the companies, or as per the law, we have to comply. One is Workman compensation policy, which is mandatory as per the Kuwait labor law, and every employer is obliged to arrange the required insurance policy to protect their employee while they are performing their duties. Workman compensation policy normally cover work-related accidental injury while the employee is performing his duties. Work-related accidental injury means while on the way from his accommodation till reach the workplace, and after performing the duty, when he return back to his home, transportation risk from his home to the workplace, and from workplace to the back home, he has to be covered during that time. I mean to say that will be considered also that as he is performing the duties. So workman compensation policies is mandatory, and it is the employer's obligations and the employer's compliance for all his employees, those who are working working with them. Second issues, another is called group life or personal accident insurance. Group life and personal accident insurance is not mandatory. Some of the as per the law, it is not a requirement, but some of the employers, they arrange group life and personal accident cover. It is normally cover 24/7 throughout the world, and it's cover non-working hours. This is a complementary cover some of the company providings, okay, so that any employee he met with the accident during non-working hour,
And also, I just want to clarify, workman compensation policy cover only work-related accidental injuries. While performing the duties, any employee made the accident because of his negligence or because of employer negligence, that policy cover. But if a employee died due to natural cause, natural sickness like heart attack while performing the duty, he died due to heart attack. He died due to medical illness while performing. The employer here is not liable. So workman compensation policy does not cover such risk. So such cases, life insurance policy, group life insurance policy, or personal accident insurance policy cover non-working, non-accidental injury while at work or while he is during non-working hours. Okay, third issue, another one called private medical insurance or group medical policy or medical policies. Medical policies, it is also as per the law, every employers while stamping the visa, he need to arrange a medical insurance policies for the employees. And that policy, when stamping the visa, any employee sustains injuries during the time of work, is employer liability to compensate the employees for the medical expenses while he's taking treatment, whether in government hospital or private hospitals, if it is work-related accidental injuries. But when the person's met with a sickness and disease, and as per our with labor law, employer has to arrange a insurance which cover him in the government hospitals or private hospital. That is private. The government hospital particularly, private hospital is not mandatory. Okay, let me come back to what is the workman compensation policy cover, how the claim to be processed. So what is the guidelines and how the claim compensation is calculated? What is the formula? I will just brief that part. Number one, as I told you, workman compensation policy cover work-related accidental injury while the employee performs his official duties. So what is the claim procedures? When an employee sustains injury while performing his official duties, so immediately he need to report the incident to his employer or to his supervisor, to his engineers. The claim to be reported immediately to the concerned supervisor so that they will advise the employee. If the injury is minor, they have to give them send him the local police stations, such as local hospitals, to take the first aid. If the injury is major, so both the way the employee has to go to the hospitals. In every hospitals, when you're going to the treatment, they should inform the concerned treating physician that it's a work-related injuries. I'm entitled for a workman compensation claim. So the concerned physician who is giving him the treatment, he will refer him a Ministry of Interior persons available in the hospitals to register this claim. That is called a police report obtained, obtained from the hospital by the Ministry of Interior peoples. So when any person met with the accident, he while going to the hospitals, he need to inform his physician that it is a work-related incident, and I need to this thing register these claims. So in hospitals, there is a Ministry of Interior person there. They will issue a police report. That report highlighting the time of the accident, the date of the accident, and the place of the accident. These are the things: an employee name and civil ID number. So once you did that once, and it is evidence that it is a work-related accident, then after this, then employees is going for the treatment. During his treatment time, as per the Kuwait labor law, if any employee met with an accident, he is entitled to get the full remunerations as long as the treatment is going on. But the law says that if the treatment is major, the first 6 months of the treatment, suppose an employee sustained with a major injury, he is hospitalized for long hours, long days. So first 6 months, he will get full pay, irrespective of whether he performed the duty or not duty. If the attending physician recommended him to take a medical rest for more than 6 months, he is entitled to get full pay for the first 6 months. After 6 months, he is entitled but half pay until he fully recover, or until he died, or until
the doctor declare him that he is 100% disabled. Such cases, the pay, the salary during the remuneration during the injury period, employee is entitled to get full pay. Second, the after the treatment is over, suppose I'm talking about a major minor accident. Employee got accident, he got a medical rest period for 1 month. After 1 month, he returned back to duties. Then once the treatment is over, then employee need to go to the medical committee, that is occupational disease committee. They will see the treatment. There is a panel of doctors. It's consisting of mainly a general physician, another is surgeon, third is a, if there is a bone related thing also, doctor will be there, there is medical committee. They evaluated his medical condition, number of days taken the treatment, and all his medical report they examined. They issue a percentage of disabilities. Suppose employee sustain 10% disabled. The claim will be paid based on the salary, and there is a calculation I will highlight you. Suppose a person's died after taking treatment or died at the spot, then there is a different calculation for the death claim. So there are two types of claim calculation. One is death, second is partial disabilities. So now let me brief you the claim calculation, how the employee get the claims. Suppose a person died while performing the duty or after certain days of treatment, he died. As per the Kuwait labor law, if any employee died while performing the duties, the minimum claim amount for a death claim should be 10,000 KD minimum, or 1,500 days salary, whichever is more. For example, I'm giving examples. If a person's getting a salary of 100 KD and he died while performing his duties, if you calculated his 1,500 salaries, so the salary calculated, basic salary divided by 26, because Friday are paid leave. So basic salary divided by 26, 100 divided by 26, multiply by 1,500 days. It is coming only 5,769 KD. But law says that if anybody died at work, the minimum blood money will be 10,000 KD. So in that cases, the employee is entitled for 10,000 KD. That means if we calculated 1,500 days based on 10,000 KD up to 173 KD, any employee getting below 173, irrespective of salary, 100, 60, 70, 30, 40, they will get 10,000 KD for in case of death. And if somebody's salary is more than 173 KD, then they will calculate it, basic salary divided by 26, multiply by 1,500. Take one example. Suppose this person's salary is 250 KD. So 250 KD employee died. So 250 divided by 26 multiplied by 1,500 is getting 14,423. If employee salary is 1,000, 1,500, irrespective, in case of death claim, employee is entitled to get 1,500 salary or 10,000 KD, whichever is more. Okay, this is called death claim. In case of disability, the employee sustained disability. Some employee while walking, he fall down, there was some internal or external injuries, and after he returned back to the work, then the medical committee evaluated that he's got 10% disabilities. Such cases, disability, how to calculate it? Here the law says that minimum disability, that should be called 13,300 minimum disabilities. They calculated 2,000 days calculations. Example, somebody salary, I told you, somebody's salary example is 100 KD. So 100 divided by 26 multiplied by 2,000 days. Here death cases, they calculated 1,500 days salary. But in disability, they calculated 2,000 days salary of the employees or 13,300 KD, whichever is more. Example, if a person salary is 100 KD, if you calculated 2,000 days salary, it is coming less than 13,300. Suppose you got 10% disability, they will directly calculate 13,300 of 10%. That means 1,333 he will get it. Take example, a person's salary example of 500 KDs or any KD, you have calculated basic salary divided by 26, multiply 2,000 into number of percentage. So disability is calculated based on this. This is for workman compensation. Let me highlight you one thing. This is a compensation, workman compensation
is just a compensation the employer is entitled to pay to his employee while he's performing the duties. Employer, in order to protect that, he is taking a workman compensation policies, and insurance company pay the entitled amount. Second, we are coming back to life insurance policy. Life insurance policies, it is not mandatory as highlighted. It is a complementary policy. Some of the insurance company, some of the company arrange to pay their employees through the insurance company. Life insurance companies, they determine the way. Suppose you want to make a life insurance for yourself, like that only. Suppose you want to make insurance 50 lakhs, 20 lakhs, 30 lakhs, and accordingly you are paying your premium. When the insurance company arrange the policies, this they check your age, health condition, all those things. Accordingly, they fix the premium. But here in group life policy, when company take a policy for the group, then that cases what happened? They decided, we will insure the employees. Suppose a person's salary is 500 KD. They want to make a group life insurance policies. In such cases, they determine what is the death cases, what is the premium, what is the sum insured you have to consider. Take example, the 12-month salaries of the basic sum insured. That means 500 into 12 and 12 month, that is 6,000 KD. Suppose some insurance company, no, basic sum insured will take 24 month. So 500 into 24 is 12,000 KD. That means in case anybody insure under life insurance policy, in case of a natural death, employee died due to natural cause, then he will get basic sum insured what the life insurance they made it. So example, a company take 24-month basic salary in case of natural death. That means 5,000 into 24-month, 12,000 KD somebody get if die. If somebody died due to the accident, life insurance policy, when they arrange it, they make basic sum insured in case of natural death. In accidental sum insured, that will be double of the basic sum insured. Example, somebody got salary getting 500 KD and the company arranged based on 24 month. So in case of accidental death, he will get 48-month salary. In life insurance, it is what is the things, there are so many things. There is a this claim cover both death and disabilities. So death means a person he died. Suppose some person met with a major accident and he or major accident, he got heart attack, so he got some disabilities, he got paralyzed. His some other organs is not work, like limbs, eyes, hand, the body, some part is paralyzed. Such cases, okay. So there is a medical committee. They decide, occupational disease committee or medical committee decide, this person, he got a heart attack, half of the body is paralyzed, so they could declare him 50% he disabled, he cannot perform his work. Such cases, insurance company pay. They suppose the person disabled because of accident. So in accident, the sum insured will be considered the 48-month salary. Suppose a person's salary is 500, 500 into 48 months, that means 24,000 is accidental sum insured. He got disabled because of accident. So 50% of 48,000 will get 24,000 KD as a compensation, sorry, as a claim under life insurance. If he got disabled because of sickness, he got a heart attack, so his sum insured is 24 months. So 500 into 24 is that his sum insured is what I'm calling it now 12,000 or 12,000 of 50% you'll get it. Okay. Then next I'm coming back to you. In case of any accident or any death, what is the documentation required in order to process the claim? First is, okay, let us take death claim. If a person died while performing his duty here in Kuwait, the first is that the death certificate to be issued by the Ministry of Health. Number one, documents. Number two, if he died due to accident, due to uneven circumstances, such cases, if there is a police inquiry, investigation is there, police report is most mandatory to know about the nature and cause of death. That is second thing. Third things, okay, after getting the death certificate and police these things set reports, then normally we need to provide the legitimate legal heir of the deceased.
So when the person is died over here, example, so we have to provide first a death certificate. Second, the police report. If the cause of death is, suppose the cause of death is he was sickness, he died due to natural cause, police report is not mandatory. But accidental death, police report is must. Okay, police report. Third is legal hair certificate, because insurance company or the employer, while they're paying the claim, they want to know who is the legitimate legal heir of the deceased. So in order to get that one, when the dead body, then the concerned employee, the legal, sorry, beneficiary of the policies or the legal heir of the deceased, they have to get a legal heir certificate from the concerned competent authority from in the of the home countries, whether from the tahsildars or from the collectors or for other video. I do not know who is authorized persons. They issue the legal heir certificates, and the legal heir, the legitimate legal heir, they have to authorize somebody. Suppose a person died, he has his wife and some children, his father, mother there. In that cases, the claim amount to be paid to the mother of the person who died, or father who died, or his wife, then the legitimate legal heir of the deceased, they will authorize somebody, given a power of attorney, that this money, the claim amount, to be paid to certain person, maybe the wife, maybe the father or mother, if he is not married, father or mother, the legitimate legal heir of deceased, they have to authorize a power of attorney. Such document need to be authenticated or attested by the Ministry of External Affairs of India, as well as the Kuwait Embassy of India. So then after it coming over here, then insurance companies, what happen? They process the claims as per the settlement. This amount to be paid after receiving all this document. Number one. Number two, suppose a person met with an accident, traffic accident. He died while performing the duties. Here there is a claims, we are getting workman compensation. And the employee, suppose he was going with a car and another vehicle met with the accident. The accident happened to somebody else negligence or somebody else mistake. Such cases, the legal heir of the deceased, they can file a case against third party liabilities, TPL. Here, what's happening? You are getting a workman compensations, that is there is, your employer is compensating you through his insurance company certain amount. If an employee died due to a traffic accident where other party is mistake involved, then the legal heir of the deceased, they can go for a third party liability claim. A third party liability claim normally is the claim amount is more. Here you are claiming under liabilities, not as a compensation. When you are claiming under liabilities, if a lawyer is smart enough, he can consider your age, your family's members after your death, the depression, anxiety, the sufferings, and number of years you have to lose your remuneration because of death. Then the claim amount is unlimited. Under here Kuwait, under the motor traffic law, any liabilities, unlimited liabilities. If your lawyer is smart enough, he can make the claims, not only your 10,000 KD or 1,500 days, it can be much more than the compensations. Okay, next part coming about this, the person who got a disabled, how to disabilities, how to process the claim. First, any person who got disabled, when after he returned back to the duties or during the treatment period, the number of days the attending physician accommodate to take rest, he need to submit all this rest period to his employers, because during that time he is entitled to get full remunerations. As highlighted, first 6 months he should get full remunerations. After 6 months, half of the salaries. Suppose I am saying sometimes it's happened, employee got a major accident, and his after accident his body is paralyzed, his brain is dead, or nobody is there. Such time, sometimes some employers, what happened, they did not pay him. They pay first month to month, then they want to send him back to his home countries. Such time they do not pay him. As per the Kuwait labor law, if an employee sustained injury while performing his duties, he is entitled, because he sustained an injury while performing the duty for the employers. So he is entitled to get full remunerations. Okay, as per Article 93 of the Kuwait labor law, the private sectors. Okay, if employee sustained injury while performing his duty, is entitled to get full remuneration for the first 6 months
And after 6 months, if his treatment still continue after 6 months, then he is entitled for half pay, and this will be continue until he is completely recovered or until he is proven disabled or death. This is called the during injury time. Second issue, in injury time, the documentation required for getting the claims. Suppose somebody is recovered after 6 months, then immediately after recover, he coordinated with his employers. The employer has to write a letter to the occupational disease, that's employee such an injury and so on so date. Now he returned back with his all the treatment paper. He will go to a occupational disease hospital which is located in Malia. We have there, and he'll present all the documents. And there is a committee of doctors. They will examine his details, and they will coordinate it with the hospital where he's taken the treatment. Then by reviewing all the details, they will issue a percentage of disabilities, and this disability percentage will be forwarded to Ministry of Social Affairs. They stamp it and register it. After that, he submit this one to his employer, and his employer will submit to the insurance company. The insurance company pay the claims. In case any employees do not get his claim, example, suppose everybody is coming over here for a certain period, certain contract. His contract period is over. He want to go back to his home countries because this process takes quite a long time. Such cases, the employee can, before leaving over there, he can authorize somebody's that because after the disability percentage came, he has to sign some document. This is the full and final, that is called discharge receipt. That is issuing a discharge for the insurance company, that this is the full and final payment, and nobody on their behalf can make claim for such. So if suppose employee, due to certain circumstances or job issues or personal issue, he cannot stay over here, he want to go back to his home country, he can authorize in a court, he can authorize somebody on his behalf if he's there, then he can do that once, he can sign the paper on his behalf, or he can inform his employer that when the claim money is come, then employer can coordinate it, send some document to him, he can sign it, send it back, then they can transfer the money to his account. Okay, third issues related to some cases. Okay, somebody got a disabilities, and somebody has disabilities, he stay over here a couple of days. After that, he return back, nobody is there, return back to the home countries. Such cases, because the treatment is not over, he was still under the treatment, how will entitled to get his claim? Let me brief you. Whenever you are taking insurance policies, the jurisdiction of the policy is Kuwait. That means any claim, any legal dispute or any claim amount, that should be as per the Kuwaiti law. Take an example, somebody working over here. He met with the accident, and after a certain day they found his half of the body is paralyzed. Now he stay over here 1 or 2 months. Then after that, nobody is here to take care. This employee return back to his home countries. Such cases, okay, there are two issues. If it is work-related accident, okay, before he leave, he can coordinate it with the concerned doctor over here, and is that a treating physician, and he can request to the medical committee of cultural disease that I have met with the accident. Now half of the body is disabled. Then such cases they can decide whether this person can be returned back to duties, or they can declare him permanent disabled, or they can declare him 50% disabled. Such cases, this can be done in a emergency basis. If the committee of the doctors and the medical occupational disease convinced, they can issue disabilities, and based on that, once disability issues, he can go back and the employer can pay the money. If he'll go without doing these formalities, if he return back to the home countries, then so they are our Indian doctor, suppose, who is treating him, or any Indian occupational disease, who is seeing a disability report. This report may not be accepted over here in Kuwait, because this report has to be again bring back to the hospital where he's taken the treatment. And if they agree and approve, then this document can be accepted by the insurance company over here. Let me brief you once again. I think this is not clear. Anybody not clear? Any disability report, any percentage of medical issues issue outside Kuwait, it must be authenticated, approved by the MOH Kuwait. Then only it will be entertained and accepted
by the local insurance company over here. Because any treatment, suppose somebody met with an accident, he stays a couple of days, again he went back to home country, their doctor requested him to take another 1 month, 2 month leave. This leave, their salaries, here the local insurance company, they will not pay it unless and until it is endorsed or it is accepted or approved by the same hospital where he taken treatments. So let me clarify this one. So any treatment or any disability report or any document issue outside Kuwait for related to treatment or insurance issue, it must be approved and authenticated by the local hospital over here in Kuwait. Okay, third issues related to medical insurance issues. Medical insurance, as you know, it is now a mandatory. So whenever you are stamping the visa, your employer has to arrange the insurance for the employee, those who are taking treatment in government hospitals. In the when you are taking treatment in government hospitals, okay, or some places, any employee sustain injury during the injury time, whatever the treatment required for the employees has to be borne by the employer, whether they have insurance or don't insurance. It is the employer responsibility and the liability to give the treatment to the employee if he sustain work-related injury, whether it is the private hospitals or government hospitals. So injury-related treatment is the government responsibility. Not only that, the transportation of the employees from his home to the hospitals and come back, that is the employer's responsibilities. And other issues, insurance is a separate issue. In your employer, in order to protect his liabilities, he taken insurance policies which compensate the employee. If there is no insurance, it is the employer responsibility or liabilities to pay the compensation directly. Hope if anybody has any doubt, they can revert back to me. Thank you, Vishnudas. Okay. Vishnudas, thank you very much. Vishnudas is senior insurance manager to one of the biggest companies in Kuwait, Hayesco. Thank you, Vishnudas, for the detailed and nice presentation. Now I invite Mr. Pardon, and I invite now our senior lawyer, Vishnudas. Pardon? Thank you, Mr. Panika. Okay, thank you. Now I invite our Muhammad Bashir, our general convener and senior lawyer. He has extensive experience in law practice in India and here in Kuwait. He is working with the corporate department of one of the biggest companies in Kuwait. I invite Mr. Muhammad Bashir, our Indian Lawyers Forum senior convener, general convener, to present his papers. Thank you. Mr. Bashir. Yes, sir. എന്നെ കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രിയ നിറഞ്ഞ സുഹൃത്തുക്കളെ, ILF-ന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, അതുപോലെ തന്നെ പൽപക്കിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, രണ്ടും നമ്മളെ വളരെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാണ്. അതുപോലെ നമ്മളോട് സംസാരിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് രാജേഷ്, വിഷ്ണുദാസ്, നമുക്ക് സ്വാഗതം നൽകിയ, നമ്മളെ വെൽക്കം ചെയ്ത നമ്മളെ പ്രിയ സഹോദരി നമ്മുടെ ഐശ്വര്യ, അതുപോലെ തന്നെ എല്ലാ പൽപക്കിന്റെയും അതുപോലെ തന്നെ ILF-ന്റെയും പ്രിയം നിറഞ്ഞ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവരും നല്ലവണ്ണം ശ്രവിച്ച് അത്യാവശ്യം നിയമത്തിന്റെ അവബോധം കിട്ടി. അല്പം ക്ഷീണിച്ച സമയമാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഇനി വിശദീകരിച്ചുള്ള സമയത്തൊന്നും ഇതിലേക്കൊന്നും പോകുന്നില്ല. മാത്രമല്ല, നമ്മൾ രാജേഷ് പറഞ്ഞു, ഇവിടെ ഇപ്പോ പ്രസവത്തിന് അവധി ഇഷ്ടം പോലെ, അതുപോലെ തന്നെ കുട്ടികളെ മുലയൂട്ടാൻ അവധി, ഇതൊക്കെ പാടെ ഉണ്ടായി. നമ്മുടെ സഹോദരിമാരൊക്കെ ഇനിയും ഒരുപാട് പ്രസവിച്ച് ജോലി ബുദ്ധിമുട്ടിക്കണ്ട എന്ന അഭിപ്രായത്തോട് കൂടി തുടങ്ങട്ടെ, വിത്ത് ഡ്യൂ റെസ്പെക്ട് വുമൻ. പ്രിയം നിറഞ്ഞവരെ, നിങ്ങൾ ഇപ്പൊ നേരത്തെ എന്റെ പ്രിയ സഹോദരി ഐശ്വര്യ പറഞ്ഞതുപോലെ തന്നെ രാജേഷ് പറഞ്ഞതുപോലെ തന്നെ നിയമത്തിന്റെ അറിവില്ലായ്മ എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ ഇതിന് ഒരു കേസിലോ ആണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്റെ പ്രിയ സുഹൃത്ത് സുരേഷ്, നമുക്ക് തന്നെ പറ്റിയ ഒരു വിഷയം ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.
എന്റെ പ്രിയ പത്നിക്ക് പറ്റിയ ഒന്ന് പരിശോധിക്കുക. അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക് ഈ യേശുവും അതുപോലെ തന്നെ വിഷ്ണുവും പറഞ്ഞ ആ ഒരു സംഗതിയുടെ കൂട്ടായ്മയോട് കൂടിയുള്ള ഒരു സംഗതിയാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം വൈകുന്നേരം എനിക്ക് ഒരു അർജന്റ് ഫോണ് വരികയാണ്. എന്റെ വൈഫ് ഓടിച്ച വണ്ടി മറ്റൊരു വണ്ടിക്ക് തട്ടി തകിട് പൊടിയാക്കിയിരിക്കുന്നു മറ്റേ വണ്ടിയെ. എന്ന് വെച്ചാൽ എന്റെ വൈഫ് ഓട്ടുന്ന വണ്ടി, അഭിഭാഷകയാണ് എന്റെ വൈഫും, എന്റെ വൈഫ് ജസ്റ്റ് ഇപ്പൊ നാട്ടിൽ പോയിരിക്കുക, അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് പറയാം വീട്ടിലില്ല. അവള് ഓടിക്കുന്ന വണ്ടി പജീറോ, പഴയ ടൈപ്പ് പജീറോ വണ്ടിയാണ്. ഇത് പോയിട്ട് മറ്റൊരു വണ്ടിയെ ഗോവക്കാരിയായ ഒരു ടീച്ചറുടെ വണ്ടി കിടിച്ച് ആ വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുക. ഗ്രൗണ്ടിൽ തന്നെയാണ് സംഭവം. എന്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറയുമ്പോൾ ഞാൻ പോയി നോക്കുന്ന സമയത്ത് സുഹൃത്തുക്കളെ കാണുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം, ആ പഴയ ഒരു കൊറോള വണ്ടിയാണ് ഇടിച്ചിട്ടുള്ളത്. ആ വണ്ടി അങ്ങ് തകിട് പൊടിയായി നശിച്ചു പോയിട്ടുണ്ട്. എന്റെ വൈഫുണ്ട്, അതുമാതിരി തന്നെ കുട്ടി, അന്ന് എന്റെ ജ്യേഷ്ഠന്റെ പേരക്കുട്ടികളൊക്കെ വന്ന് ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കണ്ട് കരഞ്ഞതാകെ ബുദ്ധിമുട്ടി. ഞാൻ ഈ സുഹൃത്തിന്റെ അടുത്ത് പോയി നോക്കി. അവര് ആ കരച്ചിലോട് കരച്ചില് എന്നെ പ്രാകുന്നു, നമ്മൾ മലയാളികളെ മൊത്തത്തിൽ പ്രാകുന്നു. ഈ പിന്നെ ഡ്രൈവർ എന്ത് പറ്റിയെന്ന് നോക്കുമ്പോ സാധാരണ നിങ്ങൾക്ക് PRND, നമ്മുടെ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്നാണല്ലോ നമ്മളെ ഗിയർ സിസ്റ്റം. ഇത് എങ്ങനെയോ ആ ഡ്രൈവിലിട്ട് PR കഴിഞ്ഞ് നിങ്ങൾക്കറിയാം, ന്യൂട്രലും കഴിഞ്ഞ് ഡ്രൈവിലിട്ട് ഗിയർ അങ്ങോട്ട് തന്നെ ഷിഫ്റ്റായി റിവേഴ്സായി വന്നിരിക്കുക. സ്വാഭാവികമായിട്ട് ഇനിയാണ് നിയമപ്രശ്നം തുടങ്ങുന്നത്. ഈ ഞാൻ പോയി സഹോദരനോട് ചോദിച്ചു, നമുക്ക് എന്താ അതിനുള്ള നഷ്ടപരിഹാരം എന്തെങ്കിലും കൊടുക്കണമല്ലോ. ഒരു നിവൃത്തിയില്ല ഇയാള് ചോദിക്കുന്നത്, കാരണം കാർ അത്രയും കേടുവന്നിട്ടുണ്ട്. ആ കാറിന്റെ വില തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട്, 450 KD കിട്ടിയാലേ ഈ സെറ്റിൽ ആവുള്ളൂ എന്ന് പറഞ്ഞു. ആകെ കാറിന് ഒരു 250 രൂപന്റെ കാറുള്ളൂ, KDയുടെ കാറേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യാം? അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ 100-150 കൊടുത്തിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന, കാരണം ഒരു നിവൃത്തിയില്ല. കാരണം അതിന് മാത്രം ഡാമേജ് ആയിട്ട് ഒരു നിവൃത്തിയിട്ടില്ല. അപ്പോഴാണ് എന്റെ ലോയർ, ഇപ്പൊ നേരത്തെ രാജേഷ് പറഞ്ഞതുപോലെ തന്നെ നിയമത്തിലെ നമ്മളെല്ലാം തന്നെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നൂരി നമ്മളെ ലോയറും സംസാരിച്ചു. Come to the police station and come to the lawyers and go here with the case. Don't settle, don't coming to conclusion. മൂപ്പര് പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഓക്കെ, ഒരു നിവൃത്തിയില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കംപ്ലീറ്റ് ഗലത്താൻ നെഗ്ലിജൻസ് എന്റെ ഭാര്യയുടെ പക്കത്താണ്. കാരണം റിവേഴ്സ് ചെയ്തു, ഒരു ഗ്രൗണ്ടിൽ റിവേഴ്സ് ചെയ്യുന്നു, ഇടിക്കുന്നു. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പാർട്ട്. സ്വാഭാവികമായിട്ടും പോലീസ്, നമുക്കറിയാം, എന്റെ പ്രിയ സുഹൃത്ത്, എന്റെ ലോയർ, എന്റെ ഓഫീസിലെ ലോയർ തന്നെ പറയും, ഇവിടെ ഒന്നിനും പറ്റാത്തവനെയാണ് പോലീസ് ആക്കാൻ അയക്കുക എന്ന് വെച്ചാൽ സാധാരണ ഇവിടെ കാണുന്ന പോലീസിനെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ ഒന്നിനും പറ്റാത്തവരാണ് ഞങ്ങൾ മൂല്യരാകാൻ, ഉസ്താദാവാൻ പറഞ്ഞു വിടുക എന്ന് തമാശ പറയും. അപ്പൊ മൂപ്പര് പറഞ്ഞു, അങ്ങനെയല്ല, ഇവിടെ കാരണം പോലീസ് വരാനൊക്കെ എനിക്കൊരു മടിയുണ്ട്. അതിനാണ് മഹസർ, നിങ്ങൾക്ക് അറിയാലോ. മഹസർ ഞങ്ങൾ രണ്ട് കൂട്ടർ പോയപ്പോ സാധാരണ പോലീസുകാരന്മാരിലെ മോഡില് ഞാൻ നേരെ, അപ്പോ നമ്മളുടെ സാധാരണ ദിഷ്ടാശയൊക്കെ ഇട്ട് തോപ്പൊക്കെ ഇട്ട നല്ല കുവൈത്തി അയാളാണ് ഇവിടുത്തെ മുതിർ ഓഫീസേഴ്സ് ഇരിക്കുന്നത്. അവരടുത്ത് പോയിട്ടപ്പോ ഞാൻ പറഞ്ഞു, ഞങ്ങളെ ഒരു ഇങ്ങനെ പറ്റിപ്പോയി, വണ്ടി റിവേഴ്സ് വന്നു, നമ്മൾ തെറ്റുകാരാണെന്നുള്ള നിലക്കാണ് നമ്മൾ പറയുന്നത്. ഇനിയാണ് അതിന്റെ ഒരു ടേണിംഗ് പോയിന്റ്, ക്ലൈമാക്സ് മനസ്സിലാക്കാൻ ഞാൻ ഞെട്ടിപ്പോയി. ഇന്ത മൂവ കലത്താൻ അതാ കലത്താൻ ഹിയ എന്ന് വെച്ചാൽ, ഈ ലേഡി ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് നോൺ പാർക്കിംഗ് ഏരിയയിലാണ്. മഞ്ഞ കറുപ്പടിച്ച ബോർഡിന്റെ ഭാഗത്തേക്ക് ഒരു വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സുഹൃത്തുക്കളെ, അത് നോൺ പാർക്കിംഗ് ഏരിയ ആണ്. അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മളൊരു വണ്ടി ഇടിച്ചാൽ പോലും നമുക്കൊന്നും ഇല്ല. ഞാന് ഇത്രയും കാശ് എൻ്റെ അടുത്ത് പോകുന്നുള്ള ഉറപ്പിൽ പോയ എനിക്ക് കിട്ടുന്ന വിവരം നേരെ ഓപ്പോസിറ്റാണ്. അതാണ് നിയമ അവബോധത്തിന്റെ ഗുണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. എന്നോട് പറയാനില്ല, അല്ല, അവളുടെ വണ്ടി നിർത്തിയിട്ട് മാസ്റ്റർ എനിക്ക് കാണിച്ചത്. അപ്പൊ അവര് വന്ന പോലീസുകാരൻ കൃത്യമായിട്ട് ഇത് വരച്ചെടുത്തിട്ടുണ്ട്. മാസ്റ്റർ വരച്ചതിൽ കാണിച്ചത് ഇവിടെ നിർത്തിയിട്ട വണ്ടിക്കാണ് നിങ്ങൾ ഇടിച്ചിട്ട്. ഓക്കെ, നിങ്ങളെ വണ്ടി നിങ്ങൾ റിവേഴ്സ് ചെയ്ത് ഇടിക്കാൻ പാടില്ല, അത് തെറ്റ് തന്നെ. പക്ഷെ അതിലുപരി തെറ്റ് ഈ വണ്ടി നോൺ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടതാണ്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞു കൊണ്ടുവരുന്നത് ഞാൻ വേറെ സുഹൃത്തുക്കളെ വേറെ ഒന്നുമല്ല, ഇവിടുത്തെ നിയമം അത്രക്ക്
അത്രക്ക് വളരെ ഡിമാർക്കേറ്റ് ചെയ്ത് വളരെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത് കാരണം ഞാൻ ഒരു 100 150 ഞാൻ തന്നെ എന്റെ മനസ്സുകൊണ്ട് കരുതിയ കാര്യം അവിടുന്ന് ഇത്രയും വണ്ടിക്ക് ഡാമേജ് പറ്റിയോണ്ട് നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല അവരുടെ എങ്കിലും എന്നോട് 20 KDക്ക് ഞാൻ കൊടുത്തിട്ട് കേസ് ഒതുക്കി തീർന്നു. അതിന്റെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ കേസ് നമ്മൾ പോരുന്നു. ഈ സഹോദരൻ ഇവിടെ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഗോവനായ 2 പേരാണ്. അപ്പോ ഈ സംഭവത്തിന് ശേഷം ഞങ്ങൾ അതിൽ നടന്നു കഴിഞ്ഞാലും ഞാൻ എന്റെ കുട്ടി അവിടെ നിന്ന് മാത്സ് ട്യൂഷൻ ടീച്ചർ ആ വീട്ടിലാണ്. എപ്പോ ഇവരെ കൊണ്ടുപോയി വിടുന്ന സമയത്തൊക്കെ ഈ ആളെ എന്നെ പ്രാക്കോട് പ്രാക്ക ബ്ലഡി സ്റ്റുപ്പിഡ് മല്ലൂസ് ഹാസ് ഡൺ ഓൾ ദ ഡാമേജ് ടു മീ. അപ്പൊക്കെ ഞാൻ സോറി ഡിയർ ആക്ച്വലി വാട്ട് ഹാപ്പൻ ഇത് പറയും, എന്നെ തെറിയോട് തെറി. അപ്പോഴാണ് അവസാനം സൈ കെട്ട് അവിടുത്തെ ഹാരിസ് ഒരു മലയാളിയാ എന്നോട് പറഞ്ഞു, സാറേ അവൻ എന്താ അയാൾക്കറിയാം, ഈ ഹാരിസിന് അറിയാം ഞാൻ വക്കീലാണെന്നോ. എന്നോട് പറഞ്ഞു ഇവന് പണി നന്നായിട്ട് കാച്ചലാണ് അവിടെ പണി. ഇത്രയും ദിവസം നിങ്ങൾ ഇന്ന ഈ പ്രാഗിന്ന ആള് ആ സംഭവത്തിപ്പോ ഞാൻ എടുത്തു. ഞാൻ പോയിട്ട് പറഞ്ഞു ഇയാളോട്, ഐ നോ വാട്ട് യു ആർ ഡൂയിങ് ഹിയർ, നിങ്ങൾക്ക് ഇല്ലിസിറ്റ് അറാക്കി വാറ്റാണ് പണി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞോട് കൂടി എന്റെ കാലിൽ വീണു. നേരെ വീണു അവിടെ അപ്പൊ ഞാൻ ഇവിടുന്ന് പറഞ്ഞു നിയമത്തിന്റെ പരിധിയിലൂടെ നമ്മൾ രാജ്യം ഒരിക്കലും ബുദ്ധിമുട്ടില്ല എന്ന് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു. ഇതിന്റെ എനിക്ക് പോലും സംഭവിച്ച പരിധിയിലൂടെ പാവങ്ങളെ സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു മാത്രമേ ഉള്ളൂ പ്രിയ സുഹൃത്തുക്കളെ. ഓക്കെ, ഫോർ ദ ടൈം ബീങ് ഐ എം കൺക്ലൂഡിങ്. താങ്ക് യു. എനിക്ക് അവസരം തന്ന പൽപക്ക് എന്റെ പ്രിയ സുഹൃത്ത് സുരേഷിനോടും അതുപോലെ തന്നെ ILF നമ്മുടെ കൂട്ടായ്മയോടുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം സുഹൃത്തുക്കൾ. Okay, thank you Bashir. Thank you for your narration, case study, very good, and the narration of a legal point with us, which many of us may not aware. Thank you very much. Next is our question answer session, Suresh. Yeah. Yes. Okay. Next is our question answer session. ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. നിങ്ങളുടെ ഡൗട്ടുകൾ ഇന്ത്യൻ ലോയിലും കുവൈറ്റ് ലോയിലുമുള്ള ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള ആൻസർ ഇവിടെ നിങ്ങൾക്ക് കഴിവെടുത്തോളം കിട്ടുന്നതായിരിക്കും. ഏതെങ്കിലും ക്ലാരിഫിക്കേഷൻ ഫർദർ വേണ്ട കാര്യങ്ങളാണെങ്കിൽ ഞങ്ങളത് പിന്നീട് ക്ലാരിഫൈ ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും ഇവിടെ നിങ്ങൾക്ക് ചോദിക്കുകയും അതിന് ആൻസർ ഞങ്ങളുടെ സീനിയർ ലോയേഴ്സ് തരികയും ചെയ്യും. ഇവിടെ അഡ്വക്കേറ്റ് പ്രിയ ഉണ്ടോ? പ്രിയ ഹരിദാസ്, പ്രിയ വന്നിട്ടുണ്ടോ? സുരേഷ് ഇല്ല, അവര് എക്സിറ്റ് അയക്കണോ? ആഹാ, ഓക്കെ. നമ്മുടെ ബാക്കി സീനിയർ ലോയേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഐശ്വര്യയോട് ഒന്ന് സൈഡ് മാറാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. പാലക്കാട് അസോസിയേഷനിൽ നിന്ന് ഞങ്ങളുടെ ലോയേഴ്സ് ഫോറത്തിലേക്ക് മാറിയിരിക്കണം. പുള്ളിക്കാരിയും ഞങ്ങളുടെ വൺ ഓഫ് ദ സീനിയർ എക്സ്പീരിയൻസ്ഡ് ലോയറാണ്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പുള്ളിക്കാരിക്കും സാധിക്കും. അപ്പം ഷീ വിൽ ആൽസോ ബി ഇൻ അവർ ലോയേഴ്സ് പാനൽ. ഓക്കെ, താങ്ക് യു. യു ക്യാൻ സ്റ്റാർട്ട് ക്വസ്റ്റ്യൻസ്. യു ക്യാൻ സ്റ്റാർട്ട് ക്വസ്റ്റ്യൻസ്. ഇൻചാർജ് ഉണ്ട്, അജിതയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യൻസ് അജിത ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ് ടു ആൾ. അടുത്തതായി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് കിടക്കാം. ഒരു ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലോൺ എടുത്ത മുഴുവൻ അടയ്ക്കുന്ന മുൻപേ ജോബ് നഷ്ടപ്പെട്ടു, കോൺട്രാക്ട് കഴിഞ്ഞു, എന്തു ചെയ്യും? നാട്ടിൽ പോകാൻ കഴിയുമോ? Bashir, Mohammed Bashir, advocate, can you answer to this? Or Vishnu Das? No, for the information of Vishnu also, let me translate it. Vishnu Das, are you there? Rajesh also will be there, joining. Rajesh is there? Rajesh?
Bishnu, the question is, somebody took a loan from the bank and before the finish of the installment, before finishing of the loan payback, he lost his job. Then what will happen? What will be the situation? It will Who connect can to the answer? indemnity. Okay, I can answer. Yeah, please. Okay, then okay. Hello. Yes, come on. യെസ് സാറേ, സാധാരണയായിട്ട് നമ്മൾ ലോൺ എടുക്കുമ്പോൾ സാലറി സർട്ടിഫിക്കറ്റ് എല്ലാം വിത്ത് സാലറി കണ്ടിന്യൂഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇപ്പൊ ഇതിന് ഇൻഡെംനിറ്റിയോട് അവർ കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് കിട്ടുന്ന കമ്പനിയുടെ ഇൻഡെംനിറ്റി കാൽക്കുലേഷൻ കണക്കുമായിട്ട് അവർ കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലോണ് ഒരു കമ്പനിക്ക് അവരുടെ ആഫ്റ്റർ സർവീസ് ബെനിഫിറ്റും കൂടിയും എടുക്കാവുന്ന രൂപത്തിലാണ് ബാങ്കുകൾ ചെയ്യുന്നത്. അത് കാരണം പലർക്കും ഇപ്പൊ ഈ കോവിഡ് കാലത്ത് ലോണിന്റെ കാര്യങ്ങൾ തന്നെ കുറച്ച് എല്ലാ ബാങ്കുകളും നിർത്തിയിട്ടുണ്ട്. അത് അങ്ങനെ ആവുമ്പോൾ ബാങ്കിന് അവർക്ക് അരിയേഴ്സ് പിടിക്കുക എന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം അറ്റാൾ. അങ്ങനെയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് എമൗണ്ടേ ഉള്ള അരിയേഴ്സ് എന്ന് വെച്ചാൽ ആഫ്റ്റർ സർവീസ് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിലാണ് പിന്നെ ബാങ്കും പിന്നെ അത് കമ്പനികൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഹലോ, കണ്ടിന്യൂ. അത് കാരണം ഇൻഡെംനിറ്റി കാൽക്കുലേഷൻ കണക്കിനാണ് ലോൺ കൊടുക്കുന്നത്. അതിൽ കവിഞ്ഞൊരു ലോൺ കൊടുക്കൂല. എന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ ഇൻഡെംനിറ്റിയെ അവർക്കൊരു സെക്യൂരിറ്റി ആയിട്ട് എടുക്കുന്ന അർത്ഥം. Got the point? I heard that nurses and all, when they join after 3 months or 4 months, they may be given big loans, very high amount. Then in case the nurse lost the job, what will happen? I think people getting loan more than their indemnity calculation also. Suresh, you can tell something? അത്തരം കേസുകളിൽ അവർ ഇൻഡെംനിറ്റി എന്തായാലും കിട്ടിയത് അവർ കളക്ട് ചെയ്യും. അത് എന്താ പറയുക, ബാങ്ക് ഓട്ടോമാറ്റിക്കലി അവരത് ഹോൾഡ് ചെയ്യും. പിന്നീട് ബാങ്കുമായിട്ട് ബന്ധപ്പെടും. അപ്പം നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ട് വർക്ക് ഉണ്ടെങ്കിൽ പിന്നീട് കൊടുക്കാമെന്ന് വരെ നമുക്കൊരു സമയം റിക്വസ്റ്റ് ചെയ്യാം, നമ്മൾ വേറെ ജോലിക്ക് കയറുന്നത് വരെ. എന്നതിന് ശേഷം വീണ്ടും നമ്മൾ പേ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മറ്റെവിടെന്നെങ്കിലും കടം മേടിച്ചാണെങ്കിലും ആ ഇൻസ്റ്റാൾമെന്റ് ഡ്യൂസ് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ അഥവാ ഫോൾട്ട് വന്ന് കഴിഞ്ഞിട്ട് കൊടുക്കാതെ വരികയാണെങ്കിൽ അവർക്ക് നമ്മൾ ട്രാവൽ ബാൻ ഇടും. പിന്നെ നമുക്ക് കൂടി യാത്ര ചെയ്യാൻ പറ്റാതെ വരും. ഈ ക്യാഷ് നമ്മൾ തന്നു, നമ്മളുടെ ഡോക്യുമെന്റ് സൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് മുഴുവൻ തിരിച്ച് പേ ചെയ്യാൻ അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ബാധ്യസ്ഥർ തന്നെയാണ് 100% പേ. കൺട്രി ആണെങ്കിൽ എസ്കേപ്പ് ഉണ്ടല്ലോ, എക്സ്ക്യൂസസ് ഉണ്ട്, ഡിലേസ് ഉണ്ട്. ഇപ്പൊ ഇൻസൈഡ് കൺട്രി ആണെങ്കിൽ ഇഫ് ദേ നോ ദാറ്റ് യു ലോസ് ജോബ് ആൻഡ് യു ആർ ഹിയർ, ദേ വിൽ ഏബിൾ ടു ഹോൾഡ്. ഇതാണ് എനിക്ക് അഡീഷണൽ ആയിട്ട് ബഷീർ വക്കീൽ പറഞ്ഞതിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. ഐ തിങ്ക് രാജേഷ് സാഗർ ക്യാൻ ആഡ്. കറക്റ്റ്. ഹലോ രാജേഷ്, കേൾക്കുന്നുണ്ടോ? ഇവൻ എനിക്കറിയാവുന്ന കേസിൽ നാട്ടിലേക്ക് വിട്ടുപോയവർക്കെതിരെ നാട്ടിൽ തന്നെ ഇവിടുന്ന് ലീഗൽ ആക്ഷൻ നാട്ടിലേക്ക് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ലീഗൽ ആക്ഷൻ എടുക്കുകയും നാട്ടിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുവരികയൊക്കെ ചെയ്ത കേസുകൾ വരെ ഉണ്ട്. അപ്പം ടുഡേ ഓർ ടുമോറോ യു ആർ ബൗണ്ട് ടു പേ, യു ആർ റെസ്പോൺസിബിൾ ടു പേ ബാക്ക്. ഡെഫിനറ്റ്ലി. അതിനൊന്നും നിയമത്തിന്റെ ക്ലച്ചസിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും കഴിയില്ല. അത് അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെയുള്ള കേസുകളുണ്ട്. ലോക്കൽ ഇന്ത്യയിലേക്ക് റിക്കവറിക്കുള്ള ഏജൻസി ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാവരും. അതെ. Rajesh undo? Rajesh, anything more to add? We can conclude this question. I just joined. Suresh requested, but I don't know what was
A question, The please question repeat was that question. somebody took a loan. Okay. After taking loan and before completion of installment, after payback, before payback, he lost the job. And Okay. in Not that continue scenario, to pay. what will happen? No, And see, it is if very. he eloped to India, what will happen? No, it is a very simple, straightforward issue. See, the liability of a creditor, debtor to the creditor, which is the bank, is absolute. There is no excuse that he lost job or any other excuse will not stand before the court. Okay, then it's up to the bank. In some cases, what happens is, when we are taking the loan from the bank, especially during this COVID season. രാജേഷ് മലയാളത്തിൽ പറഞ്ഞോളൂ, മറ്റുള്ള ഓക്കെ, മലയാളത്തിൽ പറയൂ, എന്നാലും മറ്റുള്ളവർക്ക് മനസ്സിലാകാം. അതെ, ഇപ്പം നമ്മൾ ഈ ലോൺ എടുക്കുമ്പോൾ, ലോൺ എടുത്തതിന് ശേഷം നമുക്ക് വരുന്ന അസുഖങ്ങളോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസോ ഒന്നും ലോൺ അടയ്ക്കുന്നതിൽ നിന്നും നമുക്കൊരു ഒഴിവ് തരുന്ന, നിയമപരമായിട്ട് ഒരു ഒഴിവും തരുന്നില്ല. ഇത് ആളുകളുടെ ഒരു പൊതുവേ ഉള്ള തെറ്റിദ്ധാരണയാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള കേസുകളിൽ ധാരാളം ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട്, ലോൺ എടുത്തതിന് ശേഷം ജോലി പോയി, അതുകൊണ്ട് ലോൺ അടയ്ക്കണ്ട, അല്ലെങ്കിൽ വാട്ട് എവർ ഹാപ്പൻസ്, മേ ബി അസുഖമായി, അതുകൊണ്ട് ഇവിടെ തിരിച്ചു പോകേണ്ടി വന്നു, അതുകൊണ്ട് ലോൺ അടയ്ക്കണ്ട എന്ന് പറയുന്നത് നമ്മൾ പ്യൂർലി ലീഗൽ ആംഗിളിൽ പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനവും ഇല്ല. ലോൺ അടച്ചേ പറ്റുള്ളൂ. പക്ഷേ ചില കേസുകളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ബാങ്ക് ലോൺ തരുന്ന സമയത്ത് തന്നെ ഒരു ഇൻഷുറൻസ് കവറേജ് ചില കേസുകളിൽ എടുക്കാറുണ്ട്. അത് ഇൻ കേസ് ഓഫ് സംതിങ്, എന്തെങ്കിലും സംഭവിച്ചാൽ, ഈ ലോൺ അടയ്ക്കേണ്ട ആള് ലോൺ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ബാങ്കിന്റെ ലയബിലിറ്റി കവർ ചെയ്യുന്നതിനും ചില കേസുകളിൽ ഇൻഷുറൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഇൻഷുറൻസിൽ നമ്മളൊരു സബ്രോഗേഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, സബ്രോഗേഷൻ റൈറ്റ്സ്. മേ ബി വിഷ്ണുദാസിന് അത് അറിയായിരിക്കും. സബ്രോഗേഷൻ വരുമ്പോ ഇൻഷുറൻസ് ബാങ്കിന് പൈസ കൊടുത്താലും ഇൻഷുറൻസ് കമ്പനിക്ക് ഈ പണം അടയ്ക്കേണ്ടിയിരുന്ന വ്യക്തിയിൽ നിന്ന് ഈടാക്കുന്നതിന് പൂർണ്ണമായിട്ടും അവകാശം ഉണ്ടാവും. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങള്, ഇപ്പൊ UAE കേസിലായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ദുബായിലും ഒക്കെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടായ സമയത്ത് ധാരാളം ആളുകൾ ലോൺ എടുത്തിട്ട് അടയ്ക്കാതെ നാട്ടിലോട്ട് പോവുകയും അത് ഒത്തിരി ലയബിലിറ്റീസ് ബാങ്കുകൾക്ക് വരുത്തി വെക്കുകയും ചെയ്തു. അങ്ങനെ UAE ഇന്ത്യയുമായിട്ട് ഇപ്പോ ഒരു ട്രീറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രകാരം UAE ജഡ്ജ്മെന്റ്സ് ഡയറക്ട്ലി ഇന്ത്യയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള പെർമിഷൻസ് ഇപ്പോ അവൈലബിൾ ആണ്. അപ്പൊ കുവൈറ്റും ഇന്ത്യയുമായിട്ടും ഇതേ ട്രീറ്റി ഉണ്ട്, പക്ഷെ അത് ഫുള്ളി റാറ്റിഫൈ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഫൈനലി എക്സിക്യൂട്ടബിൾ ഓർഡർ കുവൈറ്റി കോടതി എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ നേരിട്ട് കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. പക്ഷെ മാറിയ സാഹചര്യത്തിൽ ആ തടസ്സം വലിയ താമസമില്ലാതെ മാറിയേക്കാം. കുവൈറ്റിലും ഇതുപോലെ ഒരു റെസിപ്രോക്കസിറ്റി ഇന്ത്യ കൊടുത്താൽ ഇത് ഡയറക്ട്ലി നിയമപരമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യാം. അല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പൊ സംഭവിക്കുന്നത്, ഇപ്പൊ ഇന്ത്യയിൽ കുറെ അധികം ഈ കളക്ഷൻ കമ്പനികളുണ്ട്, കളക്ഷൻ ഏജൻസീസ് പോലെ കളക്ഷൻ കമ്പനികളുണ്ട്. അവർക്ക് ഇത് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പൊ ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും ചെയ്യുന്നത്. അവര് നാട്ടിൽ വന്നതിന് ശേഷം നാട്ടിൽ പുതിയ പ്രൊസീഡിങ്സ് അവർക്ക് ഫയൽ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പുതിയ സിവിൽ സൂട്ട് ഫയൽ ചെയ്യാം പുതിയ രീതിയിൽ. പക്ഷെ ഓൺലി പ്രോബ്ലം അതിന് കുറച്ച് കാലതാമസം വരും. പിന്നെ അല്ലാതെയുള്ള ഇൻഡയറക്റ്റ് മാർഗങ്ങളും അവർ സ്വീകരിക്കുന്നുണ്ട്. വീട്ടിൽ വരിക, ഭീഷണിപ്പെടുത്തുക, നമ്മളെ ഇങ്ങനെ പെസ്റ്റർ ചെയ്യുക, ഡിസ്റ്റർബ് ചെയ്യുക, ആളുകളെ ഒരു സാമൂഹ്യമായിട്ട് ഒരു മോശക്കാരനാക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും ആളുകൾ അത് പേ ചെയ്യേണ്ടി വരും. അപ്പൊ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് ഇവിടുന്ന് രക്ഷോട്ട് പോയെന്ന് വിചാരിച്ച് പൈസ അടയ്ക്കാതിരിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റ് ഇൻ ടൈമിൽ വരാം. ഇനി ഇതിനകത്ത് വേറൊരു ആംഗിള്, ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു ആംഗിളും കൂടി ഞാൻ പറയാം. പലപ്പോഴും ആളുകൾ ഇവിടുന്ന് ഇപ്പൊ റീസെന്റ് ഉണ്ടായ ഒരു കേസ്, മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവും. ഒരു ഭാര്യയും ഭർത്താവും ഇതുപോലെ ഇവിടുന്ന് പോകുന്ന, അവർ കാനഡയിലേക്ക് എമിഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവരിവിടുന്ന് വിട്ടുപോകാൻ നോക്കിയപ്പോ മിനിസ്ട്രിയുടെ സെറ്റിൽമെന്റ് ഒന്നും കിട്ടാൻ താമസം എടുക്കും, അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആരോ പറഞ്ഞു, ലോൺ എടുത്ത് നിങ്ങൾക്ക് ആ ലോണും കൊണ്ട് പോയാൽ മതി, അപ്പൊ ആ സെറ്റിൽമെന്റ് വരുമ്പോൾ ആ ലോൺ ക്ലോസ് ചെയ്യാം. അങ്ങനെ രണ്ടുപേരും 25,000 ദിനാർ വെച്ച് ലോൺ എടുക്കുകയും ഇവിടുന്ന് സ്ഥലം വിടുകയും ചെയ്തു. സംഭവിച്ചത്, ഈ ലോൺ പേയ്മെന്റ് നടന്നില്ല, മിനിസ്ട്രിയുടെ ഇൻഡെംനിറ്റി ഒന്നും അങ്ങനെ കൊടുക്കുകയില്ല.
അങ്ങനെ വന്നപ്പോ അവർക്കെതിരായിട്ട് ബാങ്ക് കേസ് നടപടി നിയമ നടപടി സ്വീകരിക്കും. ഇവിടെ അവർക്കെതിരായിട്ട് ജഡ്ജ്മെന്റ് വരികയും ചെയ്യും. കാനഡ ഇമിഗ്രേഷന്റെ ഫൈനൽ പ്രോസസ്സിൽ അവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കണം കുവൈറ്റിൽ നിന്ന്. അവർ കുവൈറ്റിൽ ജോലി ചെയ്യുന്നു എന്നുള്ള ക്രെഡിറ്റ്സ് കാണിച്ചിട്ടാണ് ഈ എമിഗ്രേഷൻ പ്രോസസ്സ് ചെയ്തത്. അപ്പൊ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തപ്പോഴാണ് സംഭവങ്ങൾ കുഴഞ്ഞു പറഞ്ഞത്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൽ ഈ കേസിനെ സംബന്ധിച്ചും ഒക്കെയുള്ള റെഫറൻസോട് കൂടിയാണ് ക്ലിയറൻസ് ഇഷ്യൂ ചെയ്തത്. അതുകൊണ്ട് അവർക്ക് ആ പ്രോസസ്സേ ബ്ലോക്ക് ആയി പോയി. അപ്പൊ ഇതും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ആളുകൾ ഇതിനെല്ലാം ഒരു വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുകയും അങ്ങനെ പോവുകയും ചെയ്യും. ഇതാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് ക്ലാരിഫൈ ചെയ്യണം. ഞാൻ വേറൊന്ന് ഫോർവേഡ് ചെയ്തായിരുന്നു, കണ്ടായിരുന്നോ? വേറെ എന്താ പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ആളുടെ ഓതറൈസേഷൻ ലെറ്റർ അല്ലേ, പാരലൈസ് ചെയ്തു. അത് സിമ്പിൾ ആണ് സുരേഷ്. നമ്മളിപ്പോ ഓതറൈസേഷൻ ലെറ്റർ അല്ല വേണ്ടേ, ശരിക്കും പവർ ഓഫ് അറ്റോർണി തന്നെയാണ് വേണ്ടത്. ഓതറൈസേഷൻ ലെറ്റർ ചിലപ്പോൾ അവരോട് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്, ഇപ്പൊ ആള് നാട്ടിലാണെങ്കിൽ നമ്മൾ ചോദ്യം എന്തായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി എല്ലാവർക്കും കിട്ടുമായിരുന്നു. ഒരു വ്യക്തി പാരലൈസ് ആയി കുവൈറ്റിൽ വെച്ച് അയാളുടെ ജോബ് പോയി, കമ്പനി ടെർമിനേറ്റ് ചെയ്തു, അയാൾ നാട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന് ടെർമിനേഷൻ ബെനിഫിറ്റ്സും അലവൻസും കമ്പനി പേ ചെയ്തു. പക്ഷേ ഗ്രൂപ്പ് ഇൻഷുറൻസ് അനുസരിച്ചുള്ള ക്ലെയിം ഇൻഡിവിജ്വലായിട്ട് ക്ലെയിം ചെയ്യാൻ പറഞ്ഞു. മറ്റേ അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഓതറൈസേഷൻ ലെറ്റർ കുവൈറ്റിൽ കൊണ്ടുവന്നു. അതിന്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ ഇതിന്റെ അകത്ത് ഓതറൈസേഷൻ ലെറ്റർ എത്രമാത്രം വാലിഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ വേണ്ടിയിരുന്ന ഡോക്യുമെന്റ് പവർ ഓഫ് അറ്റോർണിയാണ്. അത് ചെയ്യേണ്ടിയിരുന്നത് ഈ പവർ ഓഫ് അറ്റോർണിയിൽ കൃത്യമായി ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഈ പർട്ടിക്കുലർ ഇഷ്യൂസിനെ അയാൾ ഓതറൈസ് ചെയ്യുന്നു, ആ ക്ലെയിം ഫയൽ ചെയ്യുന്നതിനും ആ ക്ലെയിമിനെ സംബന്ധിച്ചുള്ള സെറ്റിൽമെന്റിൽ ഇൻവോൾവ് ചെയ്യുന്നതിനും പണം കളക്ട് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഓതറൈസേഷൻ കൃത്യമായ പവർ ഓഫ് അറ്റോർണിയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ആള് നാട്ടിൽ നിന്നും ചെയ്യേണ്ട നോർമൽ പ്രോസസ് എന്ന് പറയുന്നത്, നാട്ടിൽ ഒരു നോട്ടറൈസ് ചെയ്ത പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കുക. ആ പവർ ഓഫ് അറ്റോർണി ഇന്ത്യയിലെ കുവൈറ്റ് എംബസി അറ്റസ്റ്റ് ചെയ്യണം. അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെന്റ് ആ പവർ ഓഫ് അറ്റോർണിയോട് വരുമ്പോൾ ഓതറൈസ്ഡ് ട്രാൻസ്ലേഷൻ ഓഫീസിൽ നിന്ന് അത് അറബിക് ട്രാൻസ്ലേറ്റ് ചെയ്തതിനു ശേഷം മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് അറ്റസ്റ്റ് ചെയ്യുക, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് അറ്റസ്റ്റ് ചെയ്യുക. അപ്പോ ആ പവർ ഓഫ് അറ്റോർണി പ്രകാരം ആ വ്യക്തിക്ക് ആരാണോ ഇവിടെ പവർ ഓഫ് അറ്റോർണി ആരുടെ പേരിലാണോ ഉള്ളത്, ആ വ്യക്തി ഈസ് ഓതറൈസ്ഡ് ടു കോർഡിനേറ്റ് ആൻഡ് ടേക്ക് നെസസറി ആക്ഷൻ അഗൈൻസ്റ്റ് ദ ഇൻഷുറൻസ് കമ്പനി. അപ്പൊ ഇൻഷുറൻസ് കമ്പനി പണം തരുന്നില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും കമ്പനിക്ക് എതിരായിട്ടാണ് നമ്മൾ കേസ് ഫയൽ ചെയ്യേണ്ടത്. കമ്പനിയാണ് ശരിക്കും പ്രൈമറിലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൈസ തരാനുള്ള ഉത്തരവാദി. പക്ഷെ കമ്പനിയുടെ ആ ലയബിലിറ്റിനെ ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യുന്നതുകൊണ്ടാണ് അത് വരുന്നത്. നോർമലി ഈ ക്ലെയിം കമ്പനി പ്രോസസ് ചെയ്യുകയും ഇൻഷുറൻസ് കമ്പനി ആ പണം കമ്പനിയെ ഏൽപ്പിക്കുകയും കമ്പനി അത് നമുക്ക് തരികയാണ് വേണ്ടത്. അതിന്റെ ഡോക്യുമെന്റേഷൻ പർപ്പസ് ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് ഈ ഓതറൈസേഷൻ എന്ന് പറയുന്ന പവർ ഓഫ് അറ്റോർണിയുടെ ആവശ്യം. അതിവിടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ പ്രോസസ്സ് നമുക്ക് ചെയ്യാം ഇവിടെ. രാജേഷ്, കമ്പനികൾ കൊടുക്കാതിരിക്കുക, പൈസ വാങ്ങിച്ചിട്ട് കമ്പനികൾ കൊടുക്കാതിരിക്കുക, അപ്പൊ കമ്പനിക്കെതിരെ നമ്മൾ പോണ്ടി വരും, കേസ് ഫയൽ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ഇപ്പം കമ്പനി തരുന്ന സിനാരിയോയില് കമ്പനിയുടെ ഡോക്യുമെന്റേഷൻ നമ്മൾ ഓതറൈസ് ചെയ്യുന്ന ആൾ കംപ്ലീറ്റ് ചെയ്യുക. കമ്പനി തരാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മളൊരു വക്കീലിനെ എൻഗേജ് ചെയ്ത് ആ കമ്പനിക്കെതിരായിട്ട് കേസ് ഫയൽ ചെയ്യേണ്ടി വരും. പക്ഷെ അതിനുള്ള റൈറ്റ് അതാണ് ഈ പവർ ഓഫ് അറ്റോർണി വഴി കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരാള് കൈ റേസ് ചെയ്തിട്ടുണ്ട് കുറച്ച് നേരമായിട്ട്. പുള്ളി ഐ തിങ്ക് ഹീസ് എ തമിഴ് സ്പീക്കിംഗ് ഗൈ. പർവയില്ല, he is online, he can come forward. Okay, you can speak Tamil in Tamil. Okay, ask a question. തമിഴിൽ ചോദിക്കാൻ പറഞ്ഞോളൂ. ചോദിക്കുന്നില്ല. പിന്നെ എന്റെ അടുത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഞാനൊന്ന് പറയട്ടെ. അവർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. He has unmuted his. അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? വെൽക്കം അഡ്വക്കേറ്റ് ജസീന ബഷീർ. പറഞ്ഞോളൂ. Good evening, sir. Actually, I am from Chennai. Actually, nursing ஜாபுக்காக வந்தேங்க. இங்க வந்ததுல வந்துட்டு என்னோட ஏஜென்ட்ல கொஞ்சம் ப்ராப்ளம். ஆக்சுவலா நான் வரும்போது வந்துட்டு பேமெண்ட் பண்ணிட்டு வந்தேன் ஒரு 7 lakhsக்கு ஜாபுக்காக. அது என்ன ஆச்சுனாக்கா, என்னோட ஸ்பான்சர்ஸ் வந்துட்டு கேஷ் உங்க ஏஜென்ட் கிட்ட இருந்து நாங்க வாங்கல அப்படின்னு சொல்லிட்டு எங்களுக்கு வந்து இந்த சிவில் ஐடி, அக்காமா
ரெசிடென்சி எதுவும் பண்ணி கொடுக்காங்க, எங்களை அப்படியே ஹோல்ட்ல வச்சிருக்காங்க. நாங்க எதனா போய் கேட்க போனாக்கா எங்களை வந்துட்டு த்ரெட்டன் பண்ற மாதிரி பேசுறாங்க, நீங்க இந்தியாவுக்கு போங்க அப்படின்னு சொல்லிட்டு. ஸோ எங்களால வந்துட்டு யாருக்கிட்டையும் இப்போ ஹெல்ப்னு கேட்கவும் முடியல. அவங்க மேற்கொண்டு மீதி கேட்டாக்கா வெயிட் பண்ணி தரேன், செஞ்சு தரேன் அப்படின்னு சொல்லிட்டு எங்களை வந்து ஹோல்டர்ல போட்டு வைக்கிறாங்க. நாங்க எதனா டீட்டெயில்ஸ் கேட்டாக்கா நாங்க இன்னைக்கு பண்ணி தரோம், நாளைக்கு பண்ணி தரோம், கவர்மெண்ட் லீவ்ல இருக்கு, எம்பசி லீவு, மினிஸ்ட்ரி லீவு, மினிஸ்ட்ரி வந்து இப்போ வந்துட்டு எலெக்ஷன் நடந்துட்டு இருக்கு, அங்க எம்பிஸ் யாரும் கிடையாது, அப்படி இப்படின்னு சொல்லிட்டு எங்களை வந்து ரொம்ப டிலே பண்ணி எங்களுக்கு எந்த ஒரு பேப்பர் ஒர்க்கும் எதுவும் பண்ணாம அப்படியே ஹோல்ட்ல போட்டு வச்சிருக்காங்க. எங்களுக்கு இப்ப என்ன பண்றதுன்னு தெரியல. இப்ப எக்ஸிட் பண்ணி அனுப்பிச்சு விட்டுறேன்னு சொல்லிட்டு இருக்காங்க. அப்படி பண்ணாம ஃபிங்கர் வச்சு அனுப்பிச்சு விடுறேன்னு சொல்றாங்க. அப்படி பண்ணாக்கா கல்ஃப் கண்ட்ரி வந்து எங்களை அலோவ் பண்ண மாட்டாங்களா என்னன்னு எனக்கு தெரியல. இப்ப மேற்கொண்டு அது இல்லாம இந்தியால கட்டின காசு இல்லாம மேற்கொண்டு என்கிட்ட வந்து இன்னும் காசு அதிகமா கேட்டுருக்காங்க. 7 lakhs ஆக்சுவலா ஊர்ல பே பண்ணிட்டு வந்துட்டேன். இப்ப மேற்கொண்டு இங்க வந்து ஒரு 2600 கேடி கேட்டுட்டு இருக்காங்க. இப்போ எங்களுக்கு வந்துட்டு ஒரு பேப்பர் ஒர்க் வந்து பெண்டிங்ல இருந்தது, அந்த பேப்பர் ஒர்க் முடிச்சிட்டாங்க. அந்த பேப்பர் வந்து இப்போ அவங்க கிட்ட இருக்கு, லெமன் சொல்லிட்டு ஒரு பேப்பர் ஒன்று. அந்த பேப்பர் வந்துட்டு அவங்க எல்லா கேஸ் பிளாக்ல இருந்தது, கேஸ் ஃபைல் ஆயிருந்துச்சு அப்ஸ்கான்னு சொல்லிட்டு அப்படின்ட்டு அவங்க தான் சொன்னாங்க. நாங்க வந்துட்டு ஏஜென்ட்டை ஏமாத்திட்டு எங்கேயும் போல, நாங்க அவங்க அண்டர்ல தான் இருக்கிறோம். ஆனா எங்களுக்கு பேப்பர் ஒர்க் எதுவுமே பண்ணி கொடுக்காம எங்களை வந்துட்டு அவங்களே அப்ஸ்கான்னு சொல்லி கேஸ் கொடுத்தாங்க. அடுத்து வந்துட்டு கேஷ் கட்டலன்னு சொன்னாங்க. எங்களுக்கு எந்த ஒரு ஜாப்பும் கொடுக்கல, எதுவும் கொடுக்கல, ஃபுட்டு எதுவும் ப்ரொவைட் பண்ணல. அந்த இனிஷியல் டேஸ்ல வந்து எங்களுக்கு கொடுத்தாங்க ஃபுட்டு இதுன்ட்டு. அதுக்கப்புறம் வந்துட்டு நீங்களே எல்லாமே செல்ஃபா வந்து இது பண்ணிக்கோங்க அப்படின்னு சொல்லிட்டாங்க. நாங்க வந்துட்டு வேற வழி இல்லாம ஃப்ரெண்ட்ஸ் அது இதுன்னு சொல்லிட்டு ஹெல்ப் கட்டி இது பண்ணிட்டு இருக்கோம். எங்களுக்கு அதெல்லாம் கூட விஷயம் கிடையாது. எங்களுக்கு ப்ராப்பரா தேவையான சிவில் ஐடி அக்காம ரெசிடென்சி பண்ணி கொடுத்தாக்கா நாங்க ஏதோ ஒரு ஜாப் பார்த்துட்டு போயிடுவோம். அதையும் செஞ்சு கொடுக்கல. இப்ப கேட்டதுக்கு வந்துட்டு 1000 கேட்டு நீங்க கொடுத்தீங்களா, அந்த லெமன் பேப்பரை நாங்க உங்க கிட்ட கொடுத்துட்றோம். அது ஒண்ணு. மேற்கொண்டு வந்து எங்களால வந்து உங்களுக்கு அக்காமா எதுவும் அடிச்சு தர முடியாது, நீங்க வெளியே எதுனா ஏஜென்ட்டை வச்சு அவங்க கிட்ட வேணா மூவ் பண்ணிக்கோங்க. அதுலயும் ஒரு ஸ்பான்சர் வந்து அவங்களும் ஒரு ரெஃபர் பண்ணாங்க. സഹോദര ചോദ്യം എവിടെങ്കിലും ഒന്ന് നിർത്തൂ, ചോദിച്ച് നിർത്തൂ. സ്മോൾ പുള്ളി പറഞ്ഞ മനസ്സിലായല്ലോ? മനസ്സിലായില്ല, ആരെങ്കിലും ഒന്ന് പറയാമോ മലയാളത്തിൽ? ഇപ്പൊ പറയാം. ഇതിപ്പോ ഇദ്ദേഹം നേഴ്സ് ജോബിന് 7 ലക്ഷം தெரிஞ்சது எல்லாமே தெரிஞ்சு. இப்போ எங்களோட இப்ப பிரசன்ட் ப்ராப்ளம் வந்து என்னன்னாக்கா, சொல்லுங்க. என்னோட இப்ப பிரசன்ட் கண்டிஷன் என்னன்னாக்கா, ஒரு லெமன் பேப்பர் ஆமா இப்போ ஒரு 2600 கேடி கேட்டுட்டு இருக்காங்க. அந்த ஒரு பேப்பர் கொடுக்குறது லெமன் பேப்பர். சரி சொல்லு என்ன பிரச்சனை? அடுத்து வந்துட்டு அந்த ஒரு லெமன் பேப்பரை வந்துட்டு அவங்க கிட்ட இருந்து நாங்க வாங்குறது ஒரு 1000 கேடி வந்து வாஸ்தால பண்ணன்னு சொன்னாங்க. அந்த வாஸ்தாவுக்கு வந்து 1000 கேடி கேட்டுருக்காங்க. ஸ்டோரி வேண்டாம். இல்ல நான் ஷார்ட்டா சொன்னா உங்களுக்கு புரியாதுன்ட்டு தான் உங்களுக்கு நான் என் ஹிஸ்டரி சொல்றேன். ஓகே. அதனாலதான் உங்களுக்கு டீடைல் தெரியணும்ன்றதுக்காக அப்ப எங்களுக்கு உங்களால ஒரு கிளாரிட்டி கொடுக்க முடியும், எங்களுக்கு ஒரு சொல்யூஷன் கிடைக்கிறதுனால വേറെ ഒന്നല്ല. ഇത് നേരിട്ട് ആളുടെ അടുത്ത് വിളിക്കാൻ പറയും. ഇത് നമ്മളിപ്പോ ഇത് പുള്ളിക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കേണ്ടി വരുമെങ്കിൽ നമ്മൾ ഈ ഒരു ഫോറത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇൻഡിവിജ്വലി വിളിക്കാൻ പറ കേട്ടോ. ഇതൊരു ആണ്, അങ്ങനത്തെ എത്രയോ കേസ്. അതല്ല അത് ബഷീർ, ഇതിന്റെ അകത്ത് പ്രോബ്ലം ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇത് ലീഗലായ വിഷയമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്, ഈ പണം കൊടുത്ത് ജോലി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പോലും കുവൈറ്റിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം പറ്റാവുന്ന ഒരു കാര്യം, ഈ ചീറ്റ് ചെയ്ത ഏജന്റിനെതിരായിട്ട് നാട്ടിലൊരു ചീറ്റിംഗ് കേസ് ഫയൽ ചെയ്യാം, ഇന്ത്യൻ എംബസി അപ്രോച്ച് ചെയ്യാം. പിന്നെ വിസ അടിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇല്ലീഗൽ റെസിഡന്റ്. അപ്പൊ അതുകൊണ്ട് അതേ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തോട് ഇൻഡിവിജ്വലി വിളിക്കാൻ പറയൂ, അപ്പൊ സംസാരിക്കാം. അജിത പുള്ളിയോട് പറയൂ, ഞാൻ എന്റെ നമ്പർ കൊടുക്കും, അല്ലെ ആരുടെയെങ്കിലും നമ്പർ കൊടുത്തിട്ട് നേരിട്ട് വിളിക്കാൻ പറയൂ, വേറെ സമയം സംസാരിക്കാം. ഓക്കെ, അല്ലെ മിസ്റ്റർ ബഷീറിനെ വിളിക്കാൻ പറയൂ, ആരെയെങ്കിലും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ രമേശ് എന്ന് പറയുന്ന ഒരാളടുത്ത് നിന്നാണ്. നമ്മൾ ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ
300 KD സൂണിൽ പേ ചെയ്യണം എന്ന് കമ്പനി പറയുന്നു. അത് ഉള്ളതാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് സൂണിൽ പോയി അറിയാൻ പറ്റുമോ? രാജേഷ് വിൽസൺ. ഇത് പ്രൊജക്ട് വിസയാണ്, അതുകൊണ്ടാണ് 300 KD കെട്ടാൻ പറയുന്നത് ഗവൺമെന്റിലേക്ക്. അത് ഗവൺമെന്റിൽ കെട്ടുമ്പോൾ അതിന് റെസീറ്റ് തരുന്നുണ്ട്. പ്രൊജക്ട് മാറുന്നതിനോ അല്ലെങ്കിൽ വേറൊരു പ്രൊജക്റ്റിൽ നിന്ന് മറ്റൊന്ന് പ്രൊജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ ഗവൺമെന്റിലേക്ക് കിട്ടുന്ന കാശാണ്. അത് ലീഗലി ഗവൺമെന്റിൽ നിന്ന് റെസീറ്റ് കിട്ടും. അതാണ് അതിന്റെ സാധാരണ ഉള്ള ഒരു പ്രൊസീജിയർ. അപ്പൊ അത് ആകെ ഒരു കാര്യം, ഇത് ലീഗലി കമ്പനിയാണ് ഇത് പേ ചെയ്യേണ്ടത്. ഇറ്റ്സ് ഡിപ്പോസിറ്റ്. അത് കമ്പനിയാണ് പേ ചെയ്യേണ്ടത്. പിന്നെ ഇപ്പൊ ഓരോ കമ്പനികളുടെ പോളിസി അവര് അതായത് എംപ്ലോയി ആണ്, അത് സംതിങ് കമ്പനിയും എംപ്ലോയിയുമായിട്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യമാണ്. രമേശ്, എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് അക്കാം അടിക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടായിട്ട് അവരുടെയൊക്കെ ലേബർ ഒന്നും അല്ലെങ്കിൽ വലിയ ലോവർ കാറ്റഗറി ആയിട്ട് അടിക്കുക. അവർ ആക്ച്വലി സീനിയേഴ്സ് ആയിട്ടുള്ള മാനേജേഴ്സും മറ്റ് സീനിയർ പൊസിഷൻ ഇരിക്കുന്ന ആൾക്കാരാണ്. സാലറി അത് തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ പൊസിഷൻ അക്കാം അടിക്കുമ്പോൾ അവരുടെ ലേബർ ആയിട്ടും ലോവർ കാറ്റഗറി ആയിട്ട് അടിക്കുന്നു. പിന്നെ വേറെ അതിൽ തന്നെയുള്ള ഒരു കൺസേൺ എന്ന് വെച്ചാൽ അവരുടെ പലരെയും അവരിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുകയോ റിസൈൻ ചെയ്ത് പോയ ആൾക്കാർക്കുള്ള ഇൻഡെംനിറ്റി കൊടുത്തില്ല. അപ്പോൾ അവർ കേസ് കൊടുത്തു. കേസ് അവർക്ക് ഫേവറായിട്ട് വിധി വന്നു. പക്ഷേ എന്നിട്ടും അവർക്ക് എക്സിക്യൂഷനിലൂടെയോ മറ്റോ കാര്യങ്ങൾ കാശ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. 2 വർഷമായിട്ട് പോലും അനുകൂലമായ വിധി വന്നിട്ട് പോലും കാശ് കിട്ടിയിട്ടില്ല. കമ്പനി പറയുന്നത്, ഷൂണിൽ പറയുന്നത് നമ്മുടെ അടുത്ത് വരുമാനമില്ല, അതുകൊണ്ടാണ് കൊടുക്കാത്തതെന്നാണ് പറയുന്നത്. ഇതിനെന്താണ് പ്രൊവിഷൻ ഈ 2 കേസുകളും? അല്ല, 2 കേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ മാനേജർ ലെവല് അതുപോലെയുള്ള സൂപ്പർവൈസറി ലെവലിലുള്ള എല്ലാ പോസ്റ്റുകൾക്കും കമ്പൽസറി ആയിട്ട് ഇപ്പൊ ഷൂൺ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ലെവലില് ഒരാളുടെ അക്കാമ റിന്യൂ ചെയ്യണമെങ്കിലും, പ്രത്യേകിച്ച് 60 വയസ്സിന് ശേഷം റിന്യൂ ചെയ്യണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ ആ ടൈറ്റിൽ കിട്ടാൻ അലോ ചെയ്യാൻ ഷൂൺ സമ്മതിക്കാറില്ല. അത് ആ കമ്പനിയുടെ മാത്രം പ്രശ്നമല്ല. അപ്പൊ അവരെ സംബന്ധിച്ച് ഇവരെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടൈറ്റിൽ റിവൈസ് ചെയ്ത് അവരുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ക്വാളിഫിക്കേഷൻ എത്രയാണോ, ഹൈസ്കൂളോ പി ഡിഗ്രിയോ ഒക്കെ ആണെങ്കിൽ ആ എക്സംഷൻ ഉള്ള ഫീസും അടച്ച് ആ കാറ്റഗറിയിലെ ഫീസ് അടിക്കാൻ ഷൂണിന്ന് സമ്മതം ഉള്ളൂ. അതാണ് അതിന്റെ പ്രശ്നം. പിന്നെ അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ ടൈറ്റിൽ മാറുന്നതോടുകൂടി പ്രശ്നം വരും. അപ്പൊ അത് അവരെ ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന കാര്യം. ഫിനാൻഷ്യലി അത് കമ്പനിയും അവരെ കോമ്പൻസേറ്റ് ചെയ്യുന്നതുകൊണ്ട് വേറെ വിഷയങ്ങളൊന്നും ടൈറ്റിൽ മാറിയത് കൊണ്ട് പ്രത്യേകിച്ചില്ലെങ്കിൽ പോലും ഈ ലൈസൻസ് അങ്ങനെയുള്ള വിഷയങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ട് വരും. അത് ആണ് അതിന് അവരുടെ കുഴപ്പം കൊണ്ടാണ്. കമ്പനിയെ മാത്രം നമുക്ക് അതിന് കുറ്റം പറയാൻ പറ്റില്ല. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ വിഷയം ഉണ്ടായില്ല. രണ്ടാമത്തെ വിഷയം, ഈ ഷൂണിൽ നിന്നും ഷൂണിൽ ഇത് പറയുന്നു എന്ന് പറയുന്നതിൽ അതൊരു ക്ലാരിറ്റി കുറവുണ്ട്. എന്നാൽ ഷൂൺ സാധാരണഗതിയിൽ ഷൂണിൽ ഒരു സെറ്റിൽമെന്റ് കേസ് നമ്മൾ ഫയൽ ചെയ്താൽ ഷൂണ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് പ്രോസസ്സാണ് ഷൂണിൽ നടക്കുന്നത്. അപ്പൊ ആ ഫെയിലുവർ, ആ മീഡിയേഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഷൂണി നോർമലി ഇത് ഒരു ഫയലാക്കി കോടതിയിലോട്ട് അയക്കുകയാണ് ചെയ്യുക. പിന്നെ കോടതിയിലാണ് ആ കേസ് നടക്കുന്നതും കോടതിയിൽ കേസ് നടന്ന് വിധി വരുന്ന മുറയ്ക്ക് വിധി നമുക്ക് അനുകൂലമായിട്ടാണ് വരുന്നതെങ്കിൽ ആ വിധി അപ്പീലബിൾ അല്ലാത്ത വിധികളാണ് മിക്കവാറും ഷൂൺ കേസുകളിലുള്ളത്. അപ്പീൽ ഫയൽ ചെയ്യുന്ന കേസുകളും ഉണ്ട്. അങ്ങനെ ഫൈനൽ ഓർഡർ ആയാൽ, ഫൈനൽ ഓർഡർ കഴിഞ്ഞാൽ വിത്തിൻ 30 കോടതിയിൽ നിന്നാണ്. പക്ഷെ അവര് പറഞ്ഞത് ഷൂണിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ ഫൈനൽ ഓർഡർ ആയെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത നടപടി എക്സിക്യൂഷൻ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അത് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കുവൈറ്റി വക്കീലിന്റെ സഹായത്തോടു കൂടി എക്സിക്യൂഷൻ ഫയൽ ചെയ്യുകയും ആ എക്സിക്യൂഷൻ പ്രൊസീഡിങ്സിൽ ഓപ്പറേറ്റിംഗ് കമ്പനിയാണ് അവരുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും അറ്റാച്ച് ചെയ്ത് അതിൽ പണം അവൈലബിൾ ആണ്, അത് എടുത്തു തരും. ഓട്ടോമാറ്റിക് പ്രോസസ്സാണത്. ആ നടപടിക്രമം നമ്മൾ സ്വീകരിക്കണം. നടപടിക്രമം സ്വീകരിക്കാതെ നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്ന കാര്യമില്ല. കമ്പനി കാശില്ല എന്ന രീതിയിൽ കോടതിയിൽ കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ റിലേ ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. അതിനൊരു സ്റ്റാൻഡേർഡ് നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം നമ്മൾ പൂർത്തിയാക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. കമ്പനി കാശില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എക്സിക്യൂഷനിലേക്ക് പോകാതെയും കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ അറ്റാച്ച് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പണം കിട്ടില്ല. ക്ലിയർ. അടുത്ത അജിത പ്ലീസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അനിതയുടെ അടുത്ത് നിന്നാണ്.
Good evening, team. Have enquiry regarding electricity bill. Our previous resident who stayed have not paid the bill. They have asked us to pay it in approximately 700 KD. Kindly suggest how to proceed with it. We have been to electricity office. They are asking us to pay. When told the building owner, he is asking us, he will give 300 KD and we settle the issue and vacate home. I have all documents. Can you please suggest if I can go legally? Thank you. ഇതിൻ്റെ അകത്തെ കാര്യം, ഇത് നമ്മൾ പുതിയ കണക്ഷൻ നമ്മുടെ പേരിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ പഴയ റീഡിങ് ഇലക്ട്രിസിറ്റി വൈദ്യുത വകുപ്പിൽ നാളെ കൊണ്ടുവന്ന് നമ്മൾ അതുവരെയുള്ള റീഡിങ് അവരെ റെക്കോർഡ് ചെയ്ത് നമ്മുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അന്ന് മുതലുള്ള റീഡിംഗ് ആണ് നമ്മൾ നമ്മുടെ പേരിൽ ലയബിലിറ്റി ആയിട്ട് വരുന്നത്. ഇത് പ്രീവിയസ് ടെനന്റിന്റെ കുടിശ്ശികയാണെങ്കിൽ അല്ലെങ്കിൽ പ്രീവിയസ് നമ്മൾ ആ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പുള്ള ഡേറ്റിലുള്ള എമൗണ്ട് ആണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ലാൻഡ് ലോഡിനാണ്, ആ ബിൽഡിങ്ങിന്റെ ഓണർക്കാണ്. പക്ഷെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത പീരീഡിൽ ട്രാൻസ്ഫർ ചെയ്ത് നമ്മളുടെ ഇൻഡിവിജ്വൽ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമുള്ള ലയബിലിറ്റിക്കാണ് നമുക്ക് ഉത്തരവാദിത്തം ഉള്ളൂ. Yeah, I have all the documents with me. It is me. I am Anita. And the transfer panna bill, the date of even Ajita, payment. ഈ ട്രാൻസ്ഫർ പ്രോസസ് ഒന്നും ഇതിനകത്ത് നടന്നിട്ടില്ലേ? സാറേ പുതുതായിട്ട് വീട് എടുത്തപ്പോഴ് ഈ ട്രാൻസ്ഫർ പ്രോസസ് ഒന്നും നടന്നിട്ടില്ലേ? ട്രാൻസ്ഫർ എല്ലാം ചെയ്തു, ഞങ്ങൾക്ക് അറിയില്ല. ഫസ്റ്റ് ടൈം ബിൽ ഫസ്റ്റ് ടൈം when we went to pay bill, the first year bill 625 KD വന്നു. அப்போதான் வந்து ப்ராப்ளம் இருக்கு அப்படின்னு சொல்லி we went to the electricity office. They told meter problem. ചോദ്യം ചോദിച്ച പാർട്ടി ഇവിടെ ഉണ്ടോ? അവര് സംസാരിച്ചുകൊണ്ടിരിക്കുക. വെയിറ്റ് ചെയ്യൂ. Yeah, I am the one. കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ട് പറയൂ. കേൾക്കുന്നു. മലയാളം അറിയില്ല, സംസാരിക്കാൻ അറിയില്ല. Okay, yeah, so now when you can speak in English, no problem. Yeah, when we went to the electricity office again, they said some issue with meter and other thing. We have the reading from the time we came to this house till date, as well as we have everything. But when we asked this owner, he is telling it's your issue. We will give you 300 KD. You leave the house immediately. So when we went to this one, met the ministry guy, they sent someone. They said something wrong. Everything is fine. You need to pay everything. So we are in a stage what to do. So I thought, let me ask your advice concerning the same. No, the issue is, see, if you are not able to prove that the reading, the starting reading from the day you checked in or you have signed the agreement, if you are not able to prove that with the ministry document that this particular reading is from this particular date to this particular date, then the problem what will happen is the liability will come to the one currently holding the apartment. Okay. So that part you need to go and clarify with the Minister of Electricity. And if you are able to prove that, your reading is only this much. Yes, actually, with the help of ministry document, then they may release you. Otherwise, what will happen is this entire amount will be booked as a liability on you, and probably the ministry may initiate legal action against you. Yeah, that is what we are worried about, because everything is come on or my husband's civil ID. I went and showed the first reading also. These people are aware of it, but they are like, trying to tell, no, it is your problem. You need to pay. No, normally the ministry, you have to request the ministry guy to come and take the commencing reading the day you are entering the apartment. That process you should have done. Oh, we didn't know actually. When we came, so that is a problem. So they don't know this reading, this particular reading. What was the starting reading on the day you checked into the apartment? They have no proof. Oh, okay. So that is actually the issue here. So either you take a compromise with the owner, the building owner, and clear the amount and close the connection. Otherwise, it will continue
the reading will continue to increase and accrue to your account. Yeah, it is increased now. Actually, it has come to 1500 KD almost, because we have been running around for this for past 2 years. So it's always now, because this 1500 KD is actually an exorbitant amount. I'm sure that there is some issue with the meter. Yes. Otherwise, normally this much amount may not be there, because average on a monthly basis, it may not exceed 10 KD, 12 KD like that. Yes. So if the amount is increasing like this, then there is some issue. So you need to prove it that this meter is defective, and then accordingly you need to have a settlement with the Ministry of Electricity and Water. But don't leave it. This will ultimately, it's a government liability. You may need to pay it. Otherwise, there will be travel ban or such things on you. Yeah. That is what even we are concerned, because we want to travel. Even the residence renewal, all these process will be stuck. Because now the residence renewal is linked to this liability, outstanding liabilities. So the moment you go and try to renew your husband's residence, if the liability is showing it in the system, then the residence renewal will be a problem. So you need to resolve the issue. So either you vacate the apartment and close, at least you put a full stop. Oh, okay. And then you resolve the matter. Either technically you should technically you should prove that this meter is defective, but that defect should be approved by the Ministry of Electricity. Unless and until the defect is not approved by the ministry, the liability will be on you. Oh, okay. Thank you so much. One more thing I wish to add, actually, you have a rent agreement is with you, from that date onwards you should pay only. So you have a proof saying that this date onwards I am staying in this building. Suresh, whatever it is before, Suresh, not my responsibility. You should take some Arabic people also. Suresh, there is a problem. The rent agreement is only a date, but there should be proof that on that particular date this was the reading. She has not done that. I have the first reading of the first reading taken by you. Not taken by we went to the ministry. When they change, they take the reading. Your consumption reading. Normally the ministry will come. The ministry will come and record the initial reading on the day you are checking in, and that reading, if you have done that with the ministry, then you have a record. The date won't suffice, because the date they don't know what is the reading on that. Because if you have the picture of the reading, it will be good for you as a proof. Yeah, correct. Actually, we had taken the picture. My husband lost that mobile. That is not there. The Harris had come with us. He gave the reading to the ministry while changing. So there is a confusion whether that reading that sealed by the ministry government is there with us. Even despite asking them, they are telling, no, you need to pay this amount. And we went and spoke of the first 1 year reading is coming. 1 year amount is coming 685. The next to 1 year as bill is coming 325 KD. So the previous 1 year bill itself is 625 KD from the time we came in. So that is when, we went and asked the default is there in the Anida, here, yes, sir. Here you paid advance and you made the electricity registration bill in your name. Yes, sir. In my husband's name, it is there. It is from which date? From which date? 2019 when we came to this house. 2019, yeah. Then they didn't, when they transfer it to your name, they didn't note the existing reading. Dues. Yes, sir. They noted the reading which the Harris gave. The Harris took the reading and we went to them. He took us to the the electricity office, when they transferred the previous name to your name. Then the board didn't take the noted the reading and marked there. Yeah, they've marked, sir. There is that. Then from that date only you have to pay legally. Yeah, that is what we have some been Arabic asking. people with you. No. So in the system also,
from Miss Anita, if you Yes. have the official record Yes, at the we have Ministry of the. Electricity, no, if Yes. you have the official record at the Ministry of Electricity that Yes. this was the reading on the day you checked in, then you are Yes. okay. But you are saying that there is no such document available with you. It is missing like that. She's saying. No, No, the see, photo is missing, but I have no. the reading given by the electricity office when we came in Printout. first. Yeah. I Okay, have that's the okay. printout. No, no, And no. I If you have also the printout, have if you have the printout, No, no, then no, that is the evidence. Yes, one no, it should be registered in the bill section. No, they marked and gave to her maybe by telephone or by paper or something. It is registered, marked in the register of electricity board. That I don't know. Oh. I have that I don't know, but And I have you the. anytime received in your name bill from the electricity? Yeah, they have This received 2 no. bills. Yes. Yeah, we have. In your name it is 2000 showing. Yes. Oh, Yes. that Yes. means never it is transferred. Old bill also in your name coming. Yes. Yes. That's what the old bill has come into When our the name. when the meter number is transferred to you, the existing reading also transferred in your head. Yeah, that in is your what has name. happened, sir. Yeah, that is what has. We didn't have any idea about this. When we went, we have the habit of paying every year bill. When I went to pay the bill, we saw it was 625 KD for 1 year. So from then we are going and coming. So we are like, we want to finish this because this time when I saw it was 1,500, it will cause a lot of issues. So we when thought, they okay, let me when check they with you. transfer also they didn't ask you settle the bill first, then we will transfer. Without settling the bill they don't transfer. I don't know what this. I don't know, something happened This there. building. See, This nowadays building some meter Kuwaitis problem have is done. happening. Some defaulty sir. meters are making too much. For Okay, last sir. month, for my friend apartment, it was from 2012. It is with us and it's one default. Okay, Okay, and now sir. the bill come 3,600 KD, and we Okay. went there. So when we joined, we taken a picture of the reading, and Okay, sir. then we clarified. Then it come to now only 300 KD. So Okay. that way you can rectify. If you have the printout or a picture, the current Okay, reading sir. when you entered with your what you No, call that- rent agreement, you can Yes, have sir. it. The only thing is you need to have some Arabic people to talk, make them Yes. understand. So they will revise. Yes. Okay. 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 Thank you so much, sir. Thank you. Really, Okay, it was we helpful. can. Thank Okay, you. you take any of our number and call separately later. We will Yeah, see sure. the It will be detail of of that. yeah. Ajita, It will please. be of Okay. great help. Can you give me your number? Ajita, we can go to the next question, please. No, thank you so much. Can you give me the number? I will take it. Thank You you. put in the side. Okay, you can see. Yeah, Ajita will give Oh, you thank you. your Thank you. number. Thank you so much. Thank you so much. Okay. അടുത്ത question. I am locally hired in Kuwait. Hello. Yes. I am locally hired in Kuwait. From 2011 till 2020, I worked in manufacturing company. In 2020, I got a job in another factory and my visa is transferred. Now, recently I got in trading company. Whether I can be transferred to trading, yeah, factory to factory only is possible, since I am locally hired from my husband's visa. Rajesh or Okay. Suresh, can you See, answer this? the issue is ഇത് നമ്മള് ഈ റെസ്ട്രിക്റ്റഡ് ഇൻഡസ്ട്രി ട്രാൻസ്ഫർ ആണ് പെർമിറ്റഡ്. മസ്ന വിസ നമ്മുടെ ഇൻഡസ്ട്രിയൽ വിസയാണിത്. പക്ഷേ ലോക്കലി ഹയർഡ് എന്ന് പറയുമ്പോഴും ഇതിനകത്തുള്ള ഒരു പ്രശ്നം ഫസ്റ്റ് വർക്ക് പെർമിറ്റിന്റെ ആണ് സ്റ്റാറ്റസ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രി വിസയായിട്ടാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി ഓക്കെയാണ്, അത് പെർമിറ്റഡ് ആണ്. പിന്നെ ഒരു ലിമിറ്റഡ് പീരീഡിൽ ഈ കോവിഡിന്റെ സമയത്ത് 2021 ഒരു 1 month or 2 months ഒരു റിലാക്സേഷൻ ഉണ്ടായിരുന്നു. എല്ലാ ടൈപ്പ് ഓഫ് വിസകളും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനായി. ആ റിലാക്സേഷൻ പീരീഡ് ഈസ് ഓവർ. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രിയെ പോസിബിൾ ആകാൻ സാധ്യതയുള്ളൂ. ഇൻഡസ്ട്രി ടു നോർമൽ ട്രേഡിംഗ് കമ്പനി പോലെയുള്ള നോർമൽ
ജനറൽ കോട്ട വിസയിലേക്ക് മാറ്റം പെർമിറ്റഡ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു. 300 ഫീസ് കൊടുത്തൊന്നും പറ്റില്ലല്ലോ ഇത് ഈ കേസിൽ. ഇല്ല, അത് ടോട്ടലി ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ്. അത് ടോട്ടലി ഡിഫറെന്റ്. പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. Anybody want to ask any question, any doubt, they can. Any questions? ഹലോ, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിരുന്നു. ഇപ്പം ഇവിടെ നിന്ന് ഫിംഗർ വെച്ച് ഞങ്ങളുടെ ഏജന്റ് നാട്ടിലോട്ട് വിടുവാണ്. അപ്പോഴത്തേക്കിനും നമുക്ക് അടുത്ത 5 വർഷത്തേക്ക് കുവൈറ്റിലോട്ട് മാത്രമേ വരാതിരിക്കാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാ അറബിക് കൺട്രീസും ബാൻ ആവുമോ? എന്ത് കാരണത്തിനാണ് ഫിംഗർ എടുത്തത് നിങ്ങളുടെ? അതായത് എന്റെ കാര്യമല്ല, ഞാനിപ്പം തമിഴിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. തമിഴിന്റെ കാര്യം തന്നെയാണ് ഈ പറയുന്നത്. എന്തിനാണ് ഫിംഗർ എടുത്തത്? കേസിലുമായിട്ട് പോവുകയാണോ, ക്യാൻസൽ ചെയ്ത് പോവുകയാണോ, ഇല്ലീഗൽ ആയിരുന്നോ ഇവിടെ? അത് ഏജന്റ് ഇപ്പം ഇതേപോലെ ഇത്രയും 2600 കേടി അത് കെട്ടിയില്ലെങ്കിൽ അക്കൗണ്ട് ചെയ്തിട്ട് ഫിംഗർ വെച്ച് പറഞ്ഞു വിടാനായിട്ടാണ് പുള്ളിയുടെ പ്ലാന്. അപ്പൊ അങ്ങനെ ഫിംഗർ വെച്ച് പോകുവാണെങ്കിൽ ഇതേപോലെ കുവൈറ്റ് മാത്രമേ ബാൻ ആകുള്ളൂ, അതോ ഫുൾ അറബിക് കൺട്രീസും ബാൻ ആകുമോ എന്നറിയാനായിട്ടാ. അല്ല, ഇതിന്റെ അകത്തൊരു പ്രശ്നം ഓക്കെ, ഇതൊരു നേച്ചർ ഓഫ് ഒഫൻസ്, എന്തിനാണ് ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളത് റെലവന്റ് മാറ്റർ ആണ്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് വിസ അടിക്കാത്തതുകൊണ്ട് അയാൾ ഇല്ലീഗൽ റെസിഡന്റ് ആയി വരുന്നത് കൊണ്ട് അങ്ങനെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഡീപ്പോർട്ടേഷനിൽ ശരിക്കും കുവൈറ്റ് മാത്രമാണ് ബാൻഡ് ആവുള്ളൂ. പക്ഷെ ഇത് പാസ്പോർട്ടിൽ ഒരു എൻട്രി കാണും ഡീപ്പോർട്ടഡ്. അപ്പൊ അങ്ങനെ ഒരു എൻട്രി ഉണ്ടെങ്കിൽ ചിലപ്പോ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ സെയിം പാസ്പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ അതർ GCC കൺട്രീസിൽ ഇപ്പോഴും പാസ്പോർട്ടിൽ തന്നെ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന കൺട്രികളിൽ അവർ ഈ എൻട്രി സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ ആ കൺസേൺഡ് GCC ഒരു പോലീസ് റിപ്പോർട്ട് അവർ റിക്വസ്റ്റ് ചെയ്തേക്കാം. ചില കേസുകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതല്ലാത്തടത്തോളം നോർമലി വേറെ എന്തെങ്കിലും മേജർ ക്രൈമിൽ ഇൻവോൾവ് ചെയ്യാതെയാണ് ഒരാൾ ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിൽ, ഈ വിസ വയലേഷൻസ് ഒക്കെ ആണെങ്കിൽ കുവൈറ്റിന് മാത്രമായിട്ട് അത് റെസ്ട്രിക്ട് ചെയ്യപ്പെടുള്ളൂ. വേറെ വിഷയം ഒന്നുമില്ലെങ്കിൽ അപ്പോഴത്തേക്ക് ഇത് കുവൈറ്റ് മാത്രമേ ബാൻ ആകുള്ളൂ അല്ലെ? കുവൈറ്റ് മാത്രമേ ബാൻ ആകൂ. 5 വർഷത്തേക്കല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരു ബാൻ, ഒരാളെ ഇവിടുന്ന് നമ്മൾ ഈ ഡീപ്പോർട്ടേഷൻ വന്നാൽ സാധാരണഗതിയിൽ അത് വേവ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുന്നത് 3 വർഷത്തിന് ശേഷമാണ്. ഓക്കെ. അപ്പൊ അത് പിന്നെ അതാത് അണ്ടർ സെക്രട്ടറിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ് ഇത് വേവ് ചെയ്ത് കൊടുക്കണോ വേണ്ടെന്നുള്ളത്. അത് പല പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തതിനു ശേഷമാണ് ആ വേവർ കൊടുക്കുന്നത്. ഇതുപോലെയുള്ള എന്തെങ്കിലും മൈനർ ആയിട്ടുള്ള ക്രൈംസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ വേവർ കൊടുക്കും. അത് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടീഡ് ഒന്നും പറയാൻ പറ്റില്ല. ക്രൈംസിലൊന്നും ഇൻവോൾവ് അല്ല, ജസ്റ്റ് അതാ ഞാൻ പറഞ്ഞ അത് നമ്മുടെ അതൊരു ഡിസ്ക്രിഷണറി അതോറിറ്റിയാണ്. നമുക്കൊരു ഇപ്പൊ ഒരു ഇൻ അഡ്വാൻസ് ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള 3 വർഷം കഴിയുമ്പോൾ അല്ല 5 വർഷം കഴിയുമ്പോൾ അയാൾക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. ഓക്കെ 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 ശരി. ഓക്കെ, അതറിയാനായിരുന്നു. ജസ്റ്റ് അത് ചോദിക്കാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, താങ്ക് യു. വേറൊരു കൺസേൺ ഉള്ള ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഈ റിലീസ് കിട്ടുന്നില്ല കമ്പനിയിൽ നിന്ന്, നോട്ടീസ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല കൊടുക്കുമ്പോൾ, അങ്ങനെയുള്ള കേസിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷൂണിൽ പോയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പോയാൽ ഷൂണിൽ നിന്ന് എപ്പോൾ അത് റിലീസ് കിട്ടും? അതിന് എത്ര സമയം എടുക്കും? എന്തായാലും അവർ നമുക്ക് നോർമൽ ലെവലിൽ റിലീസ് തരാൻ തയ്യാറല്ല. അപ്പോൾ അവർ ഡിസ്പ്യൂട്ട് ആയിട്ട് വരും എന്തായാലും ഷൂണിൽ പോയാൽ. ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടാവില്ല, ആ സമയത്ത് എനിക്ക് ശമ്പളം ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് അവർ കേസ് എനിക്കെതിരെ ഇടുവോ? ഞാൻ ഷൂണിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിന് നോട്ടീസ് എനിക്ക് കൊടുക്കാനും സെർവ് ചെയ്യാനും പറ്റുന്നില്ല. അല്ല, അതൊരു പ്രായോഗിക പ്രശ്നമാണ് അദ്ദേഹം പറയുന്നത്. നോട്ടീസ് സെർവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇമെയിൽ ആയിട്ട് അയക്കാം, ഫാക്സ് ആയിട്ട് അയക്കാം. ഇതൊക്കെ ഒരു ഓപ്ഷൻസ് ആണ്. ഇനി നോട്ടീസ് സെർവ് ചെയ്തു എന്ന് വിചാരിച്ചാലും റിലീസ് തരുന്നില്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഷൂണിൽ പോകേണ്ടി വരും. അപ്പൊ നോട്ടീസ് സെർവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഒരു ഡിസ്പ്യൂട്ടഡ് ഇഷ്യൂ അല്ല. നമ്മൾ എന്ന് ഷൂണിൽ പോകുന്നോ അന്ന് നമ്മൾ ഷൂണിനോട് പറയുകയാണ് നമ്മൾ ഓൾറെഡി റിസൈൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ 3 മാസം പീരീഡ് ഓവർ ആയിട്ടുണ്ട്, റെസിഗ്നേഷൻ കൊടുത്തതിന് ശേഷം നമ്മുടെ 3 months നോട്ടീസ് പീരീഡും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂൺ ആ കംപ്ലൈന്റ് അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ കൊടുത്ത റെസിഗ്നേഷൻ ലെറ്ററിന്റെ കോപ്പിയാണ് അവിടെ കൊടുക്കുന്നത്. ഇപ്പോ January 1 ഒരു ഡേറ്റഡ് ആയിട്ടുള്ള ഒരു റെസിഗ്നേഷൻ ലെറ്റർ നമ്മൾ ഷൂണിൽ സബ്മിറ്റ് ചെയ്യുന്നു. നമ്മൾ March 31 ശേഷം ഷൂണിൽ പോയിട്ട് പരാതിപ്പെടുകയാണ് 3 മാസം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഈ കമ്പനി റിലീസ് തന്നിട്ടില്ല.
പിന്നെ കമ്പനിയാണ് വന്ന് ഡിസ്പ്യൂട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു നോട്ടീസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പം അതിന് 2 ഓപ്ഷൻസ് നമുക്ക് ആലോചിക്കാം. ഒന്ന് ഇമെയിൽ അയച്ചു നോക്കാം, ഫാക്സ് അയച്ചു നോക്കാം. ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നേരെ ഷൂണിൽ പോയി പരാതിപ്പെടുക, ഷൂണിൽ കമ്പനി വരിക എന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് പ്രായോഗികമായ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു റിലീസ് കംപ്ലൈന്റ് കൺക്ലൂഡ് ചെയ്യുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 മുതൽ 4 മാസം വരെ സമയമെടുക്കാം ഷൂണിൽ. രാജേഷ്, രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയക്കാം. രജിസ്റ്റേർഡ് പോസ്റ്റ് കമ്പനിക്ക്. അല്ല, ഞാൻ പറഞ്ഞ എങ്ങനെ സെർവ് ചെയ്താലും രജിസ്റ്റേർഡ് പോസ്റ്റ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പിന്നെ ജസ്റ്റിസ് വഴിയൊക്കെ അയക്കാം. അതൊന്നും സാധാരണ ആളുകളെ സംബന്ധിച്ച് രജിസ്റ്റേർഡ് പോസ്റ്റ് ഇവിടെ സത്യത്തിൽ ഇപ്പോഴും പ്രായോഗികമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസ് വഴി ഒരു അയക്കാവുന്ന ഒരു 10 KD നമ്മൾ അടച്ചിട്ട് മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസില് പ്രോസസ് സെർവർ ഉണ്ട്, പ്രോസസ് സെർവർ വഴി അയക്കാം. അത് അങ്ങനെ ഒരു ഓപ്ഷനാണ് വാലിഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. കൊറിയർ വഴി അയക്കാം, രജിസ്റ്റേർഡ് കൊറിയർ വഴി അയക്കാം, അതൊക്കെ പറ്റും. ഞാൻ പറയാം, അത് വാട്ടവർ, അതൊരു വലിയ കണ്ടൻഷ്യസ് ഇഷ്യൂ അല്ല ഷൂണി പരാതിപ്പെടുമ്പോൾ ഇപ്പോഴത്തെ നിലയിൽ. ഇപ്പൊ ഷൂൺ ആ കംപ്ലൈന്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ 3 മാസമായി എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടാൽ ഷൂൺ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വലിയ ഇപ്പൊ കംപ്ലൈന്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ റീസെന്റ് നമ്മൾ ഒത്തിരി കേസുകളിൽ നമുക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമല്ല. പക്ഷേ ഈ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്ന അന്ന് മുതൽ, ഷൂണിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്ന അന്ന് മുതൽ നമുക്കൊരു ലോങ് പ്രോസസ് പീരീഡ് ഉണ്ട്. ഈ ലോങ് പ്രോസസ് പീരീഡിൽ കമ്പനിയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു റിയൽ ഇഷ്യൂ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വെളിയിൽ ഈ കംപ്ലൈന്റ് തീർപ്പാകുന്നത് വരെ നമുക്ക് സത്യത്തിൽ വേറെ ഒരു എംപ്ലോയറുടെ അടുത്ത് ജോലി ചെയ്യാൻ പാടില്ല നിയമപരമായിട്ട്. അത് ഷൂൺ പെർമിറ്റ് ചെയ്താൽ വേണമെങ്കിൽ ആലോചിക്കാവുന്ന കാര്യമാണ്. പക്ഷെ മിക്കവാറും കേസുകളിൽ അങ്ങനെ ഒരു പെർമിഷൻ ഷൂൺ കൊടുക്കാറില്ല. ഷൂൺ ആ കേസ് തീരുന്നത് വരെ, തീരുന്ന മുറയ്ക്ക് അത് കൊടുക്കുള്ളൂ. പിന്നെ ഇപ്പോ ഒറിജിനൽ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം, റിലീസ് തരാമെന്ന് ഷൂൺ ഡിസൈഡ് ചെയ്താലും ഈ ഒറിജിനൽ പാസ്പോർട്ട് നമ്മൾ ഷൂണിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ഇതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. പാസ്പോർട്ട് ഇല്ലെങ്കിൽ ഈ ഷൂണിൽ പരാതി കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ പാസ്പോർട്ടിനും കേസ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 മുതൽ 4 മാസം വരെ ഈ പ്രൊസീജിയർ എല്ലാം തീർന്നു വരാൻ സമയമെടുക്കാം. ഇതൊരു പ്രായോഗിക പ്രശ്നമാണ്. നമ്മൾ അതിനെ കണ്ടില്ല എന്ന് അടിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. അല്ല, ഇതിനെന്താ വെച്ചാൽ ഇതിന്റെ കൂട്ടത്തിൽ വേറൊരു പ്രശ്നം തന്നെ വെച്ചാൽ ചിലപ്പോൾ അവന്റെ അക്കാമ തീരുകയാണെങ്കിൽ അതിന്റെ വേറൊരു പ്രശ്നം കൂടി. അത് പ്രശ്നമില്ല. നമ്മൾ ഈ ഷൂണിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫയൽ ചെയ്തതിന് ശേഷമാണ് അക്കാമ വരുന്നതെങ്കിൽ ഷൂൺ ഒരു ടെമ്പററി എക്സ്റ്റൻഷൻ നമുക്ക് തരും. പക്ഷെ അതിനും പാസ്പോർട്ട് വേണം. അതാണ് ഈ കുഴപ്പം. അത് ആർട്ടിക്കിൾ 14 എക്സ്റ്റൻഷൻ അടിക്കുന്നത്. അതിന്റെ പാസ്പോർട്ട് വേണം. Something more? Questions any? നമസ്കാരം. പാസ്പോർട്ട് പിടിച്ചു വെച്ചു എന്നുള്ള വയലേഷൻ ആർട്ടിക്കിൾ 14 വെച്ച് വയലേറ്റ് ചെയ്ത കമ്പനിക്കെതിരെ ശിക്ഷ വന്ന ഏതെങ്കിലും ഒരു കേസ് ഉണ്ടോ? അങ്ങനെയല്ല. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യം സാർ പറയുന്നു അല്ലേ? അല്ലല്ല, ഈ ക്ലോസ് 14 അല്ലേ ടെമ്പററി എക്സ്റ്റൻഷൻ അടിക്കുന്നത് ആർട്ടിക്കിൾ 14 വിസയിലാണ്. നമ്മൾ കുറൂജ് വിസ എന്നൊക്കെ അടിക്കുന്നില്ലേ? പാസ്പോർട്ട് ഇല്ലീഗലി നമ്മളുടെ ആൾക്കാരുടെ വാങ്ങി വെച്ചു എന്നുള്ള കാരണത്താൽ ഒരു കമ്പനിക്ക് ശിക്ഷ കിട്ടിയ കേസ് ഉണ്ടോ? സാറേ, കമ്പനിക്ക് ശിക്ഷയൊന്നുമില്ല. മിക്കവാറും ഈ കേസിൽ 100% ഈ പാസ്പോർട്ട് പിന്നെ ഫയൽ ചെയ്ത കേസുകളിൽ 100% തൊഴിലാളിക്ക് അനുകൂലമായിട്ട് വിധി വരുള്ളൂ. അതാണ് പാസ്പോർട്ട് റിലീസ് കൊടുക്കാൻ കമ്പനിയോട് പറയും, അത്രേ ഉള്ളൂ. കമ്പനിക്ക് വേറെ ഫൈൻ ഒന്നും അടിക്കുന്നില്ല ഇതുവരെ. ഞാൻ മാക്സിമം പറയും ഞങ്ങളുടെ പാസ്പോർട്ട് തന്നിട്ടില്ല എന്ന് പറയായിരിക്കും. നമ്മൾ അന്ന് എന്റെ ആദ്യത്തെ സെഷനിൽ ഞാൻ പറഞ്ഞല്ലോ, പാസ്പോർട്ട് ഇല്ല എന്ന ഒരു വാദമാണ് ചില കമ്പനികൾ എടുക്കുന്നത്. നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ, എംപ്ലോയിയെ ബുദ്ധിമുട്ടിക്കാൻ അങ്ങനെ ഒരു വാദം എടുക്കുന്നുണ്ട് ചില. ആ വാദം എടുത്തു കഴിഞ്ഞാൽ അത് സംഭവം കോംപ്ലിക്കേറ്റഡ് ആകും പ്രോസസ്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ് ഈസ് ലെങ്തി. നമ്മൾ പോലീസ് റിപ്പോർട്ട് ഉണ്ടാക്കണം, അതിനും ഒത്തിരി പ്രോസസ് ഉണ്ട് അതിന്. ഓക്കെ, വേറൊരു ക്വറി വന്നിരിക്കുന്നത്, ഇദ്ദേഹം റിലീസ് കൊടുക്കുന്ന സമയത്ത്, കമ്പനി റിലീസ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് പേപ്പറിൽ സൈൻ ചെയ്യാൻ പറഞ്ഞു. ഇവൻ സൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ റിലീസിന് ശേഷം ഇവൻ ഇന്റർമീഡിയറ്റ് ചോദിച്ചപ്പോൾ നീ ആൾറെഡി കിട്ടിയെന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് ഇനി തരാൻ ബാധ്യസ്ഥ അല്ല എന്ന് അവനെ പറഞ്ഞു വിടുക. അവന് ക്ലെയിം ചെയ്തുകൂടെ? ഇതിന്റെ അകത്തൊരു വലിയ പ്രശ്നം, ഈ പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഫസ്റ്റ് നമ്മളെല്ലാരും സൈൻ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അവർ സൈൻ ചെയ്ത് കൊടുക്കില്ലായിരുന്നു. ഓക്കെ, സമ്മതിച്ചു. തീർച്ചയായും കേസിന് പോകാം. അങ്ങനെയുള്ള കേസ് ഫയൽ ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല. പിന്നെ കോടതിയുടെ തീരുമാനമാണ് ഈ സൈൻ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്. കോടതിയിൽ അത് ഈസി ആയിട്ട് പിന്നെ രാജേഷ് പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ
പേയ്മെന്റ് ഇവന് കൊടുത്തിട്ടില്ല, പിന്നെ ചെക്ക് പേയ്മെന്റോ ക്യാഷ് പേയ്മെന്റോ ബാങ്ക് പേയ്മെന്റോ കിട്ടിയതായിട്ടൊക്കെ കമ്പനി പ്രൂവ് ചെയ്യാൻ പ്രയാസമാണ്. കമ്പനി റെസീറ്റ് ആണ് ഈ പറഞ്ഞിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സാർ പറയുന്ന സിറ്റുവേഷൻ മാത്രമല്ല, അങ്ങനെ ധാരാളം കേസുകളിൽ ഈ ഡോക്യുമെന്റ് വെച്ച് കമ്പനി കേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ കേസ് നടത്തിയിട്ടുള്ള കേസുകളിലുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അത് ധാരാളം കേസുകളുണ്ട്. അങ്ങനെയല്ല, അത് കുവൈറ്റ് ലീഗൽ സിസ്റ്റത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇവിടെ ഒരു ഡോക്യുമെന്റ്, ഒരു ഇൻഡിവിജ്വൽ എക്സിക്യൂട്ടീവ് സൈൻ ചെയ്ത് കൊടുത്ത ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു എവിഡൻസ് പോലും സ്വീകരിക്കേണ്ടെന്നാണ് കുവൈറ്റ് പ്രൊസീജിയർ ലോയിൽ ഉള്ളത്. ആകെ ഡിസ്പ്യൂട്ട് ചെയ്യാവുന്ന ഈ സിഗ്നേച്ചർ ഡിസ്പ്യൂട്ട് ചെയ്യാവുന്ന ചോദിക്കുവരും. ഈ ഡോക്യുമെന്റ് ഫോർജ്ഡ് ആണോ, ഈ ഡോക്യുമെന്റ് ഞാൻ സൈൻ ചെയ്തതല്ലേ, ഇതാണ് മിക്കവാറും തമ്പിയും പ്രശ്നം വാങ്ങിച്ചിട്ടുണ്ടാകണം അവര് അങ്ങനെയുള്ള കേസുകൾ. അപ്പൊ അതുകൊണ്ട് അതല്ല സിറ്റുവേഷൻ. ഈ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ കേസ് തോക്കാനുള്ള സാധ്യത ഒത്തിരി ഉണ്ട്. നമുക്ക് തന്നെ സ്വന്തം അനുഭവത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് സൈൻ ചെയ്യാതിരിക്കാത്തതാണ്. പിന്നെ ഒരു 50-50 ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും സാറ് പറഞ്ഞ ഒരു ചാൻസ് ഉണ്ട്. എവിഡൻസ് ഓഫ് പേയ്മെന്റ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. പക്ഷേ ലേറ്റ്ലി രാജേഷ് എവിഡൻസ് ഓഫ് പേയ്മെന്റ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത രീതി ഈ റെസീറ്റ് മാത്രമല്ല, ബാങ്ക് ട്രാൻസ്ഫർ ഇൻസിസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ടും ഒക്കെ കാണിക്കേണ്ട. ഇനി വേറൊരു ഇതിനോടനുബന്ധിച്ച് ഞാൻ ഒരു കാര്യം കൂടി പറയാം. അങ്ങനെ കമ്പനി പരാജയപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് കാണുന്ന ഒരു ട്രെൻഡ് വേറൊന്നും കൂടി ഉണ്ട്. ഈ റെസീറ്റിന് പകരം ഇപ്പോ കോടതിയിൽ നിന്നും ഒരു പേപ്പർ ഇപ്പം വാങ്ങിക്കുന്നുണ്ട്. ഓൾ ക്ലെയിം റിസീവ്ഡ് എന്ന് പറഞ്ഞൊരു പേപ്പർ. ഇപ്പം ആ പേപ്പർ കൊണ്ടുവന്നാലേ റിലീസ് കൊടുക്കൂ എന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ പല കമ്പനികളും സ്വീകരിക്കുന്നത്. അപ്പൊ ആ പേപ്പർ കൊടുത്താൽ അതോടുകൂടി എൻഡ് ഓഫ് ദ സ്റ്റോറിയാണ്. ആ പേപ്പർ നമ്മൾ കൊണ്ടുപോയി കമ്പനിക്ക് കൊടുക്കുന്നതോടുകൂടി. അപ്പൊ ഇത് പലപ്പോഴും ഈ വ്യക്തികൾക്ക് ഈ പേപ്പർ എന്താണെന്ന് പോലും അറിയാതാണ് ഈ മന്ദൂപ്പും ഇവനും കൂടി പോയി ഈ പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് മിനിസ്ട്രിയിൽ. അവനോട് അല്ലെങ്കിൽ എംപ്ലോയിയോട് പറയുന്നത് ഇത് റിലീസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡോക്യുമെന്ററി പർപ്പസ് ആണ്, അതുകൊണ്ട് ഈ പേപ്പർ പോയി വാങ്ങിക്കണമെന്ന് പറഞ്ഞ് മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിൽ പോയിട്ട് ഒരു ഡിക്ലറേഷൻ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഇഷ്ടമാതിരി കേസുകൾ ഇപ്പോൾ റീസെന്റ് ഉള്ള ഒത്തിരി കേസുകളിൽ ഇപ്പം ആ ഡോക്യുമെന്റ് ആണ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ കോടതി പിന്നെ ഒരു ഹിയറിംഗ് പോലും പോസ്റ്റ് ചെയ്യത്തില്ല. അതോടുകൂടി ആ കേസ് അങ്ങ് ഡിസ്മിസ് ചെയ്യും. ഒരു എൻക്വയറി കൂടി, അതായത് ഇപ്പൊ ഒരു കമ്പനിയിൽ അവർ ക്യാൻസൽ ചെയ്യാണ്, ഡോക്യുമെന്റേഷൻ മുഴുവൻ ക്യാൻസൽ ചെയ്യാണ്. ഇയാളുടെ ടോട്ടൽ എമൗണ്ടും ഒക്കെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ് കമ്പനിയുടെ. ഇത്ര എമൗണ്ട് കിട്ടാനുണ്ട് എല്ലാം പറയുന്നു. അവർ പറയുന്നത് ഇപ്പൊ കമ്പനി സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ്, നിങ്ങളിപ്പോ വയസ്സ് 60 കഴിഞ്ഞ് ഞങ്ങൾക്ക് ആക്കാൻ പഠിക്കാനും പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പൊക്കോ, നിങ്ങൾക്കുള്ള ഈ എമൗണ്ടും നിങ്ങൾ സ്വന്തം ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകണം, നിങ്ങൾ അക്കാമ ഞങ്ങൾക്ക് ഇപ്പോൾ ക്യാൻസൽ ചെയ്യണം, അതുകൊണ്ട് ഈ പേപ്പറിലൊക്കെ സൈൻ ചെയ്താലേ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റൂ, അതുകൊണ്ട് അവർ അത് സൈൻ ചെയ്യണം. അവർ പറയും നിങ്ങളുടെ ഈ എമൗണ്ട് മുഴുവൻ ഞങ്ങൾ നാട്ടിലേക്ക് അയച്ചു തരും എന്ന് പറഞ്ഞിട്ട് ആ ഡോക്യുമെന്റ് എല്ലാം സൈൻ ചെയ്യുകയും ഇയാളുടെ നാട്ടിലെ ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസും ബാങ്കിന്റെ ഡീറ്റെയിൽസും ഒക്കെ അതിൽ എഴുതിയിട്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് സൈൻ ചെയ്ത് മേടിക്കുകയാണ്. പക്ഷേ നാളെ ഇവർ കൊടുത്തില്ലെങ്കിൽ, ഇവർ കയറി പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സുരേഷ്, അത് ഓൾറെഡി നമ്മള് ആദ്യത്തെ സെഷനിൽ പറഞ്ഞല്ലോ, there is a limitation period. ഇതിന് 1 വർഷം ലിമിറ്റേഷൻ പീരീഡ് ഉണ്ട്. അപ്പം നാളെ ഈ പണം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 വർഷത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്തേ പറ്റുള്ളൂ. നാട്ടിലാണെന്ന് വിചാരിച്ച് കേസ് ഫയൽ ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല. നാട്ടിൽ നിന്നും പവർ ഓഫ് അറ്റോർണി ഇവിടെ ആരുടെയെങ്കിലും പേരിലോ ഇവിടെ ഉള്ള ഒരു വക്കീലിന്റെ പേരിലോ കൊടുത്താൽ മതി. ഓക്കെ സുരേഷ്, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. മിസ്റ്റർ ബഷീർ വിൽ ഹാൻഡിൽ. ഓക്കെ, ഞാനൊന്ന് ഇറങ്ങുവാണേ. ഓക്കെ, താങ്ക് യു എവരിബഡി. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ല, ഇനി ഒരു ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. നമ്മുടെ ആൾക്കാർക്ക് ആരെങ്കിലും വേറെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ, ഡൗട്ട്സ്? ഞങ്ങൾക്ക് ചായ ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു കൺസേൺ ഉണ്ട്. രാജേഷിന് ചായ മതിയാവൂല. ഐ തിങ്ക് മനോജ് ബിരിയാണി എന്തോ ചോദിക്കുന്നു വിചാരിക്കുന്നു. രാജേഷിന് ഒരു ബിരിയാണി തന്നെ കൊടുക്കണം. എനിക്ക് ചോദിക്കാനുള്ളത് സാലറി ഇപ്പൊ 5-6 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിഫോൾട്ട് ചെയ്യുമ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും സാധാരണ? സാലറി ഡിഫോൾട്ടിന്റെ കേസിൽ കമ്പനി ഡിഫോൾട്ട് ചെയ്യുമ്പോ ആ ഡിഫോൾട്ട് ഇതൊരു ചെറിയ ട്രിക്കി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ചില കമ്പനികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാൻഡേറ്ററി ആയിട്ട് ഷുവറിൽ ഒരു കംപ്ലയൻസ് റിക്വയർമെന്റ് ഉണ്ട്. എല്ലാ ഒരു റെഗുലർ ഇന്റർവ്യൂല്, ചില കേസിൽ എല്ലാം മന്ത്ലി ആയിരിക്കും, ചിലർക്ക് 3 മന്ത്സിലായിരിക്കും. ഒരു സാലറി റിപ്പോർട്ട് സബ്മിഷൻ കൊടുത്തേ പറ്റുള്ളൂ, പേയ്മെന്റ് എവിഡൻസോട്. അപ്പൊ ഇത് കമ്പനി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സാലറി കിട്ടിയില്ല എന്നുള്ള ക്ലെയിം നമുക്കും പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളത് പലപ്പോഴും ബാങ്കിൽ ഈ പൈസ ഇടുകയും
അവരത് വിഡ്രോ ചെയ്തെടുക്കുകയും റിപ്പോർട്ട് കൃത്യമായി അവിടെ ഫയൽ ചെയ്യുന്നുണ്ടാകാം. അതൊരു സിറ്റുവേഷൻ ആയിരിക്കും. രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഒന്നുമേ സംഭവിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു പണമേ തരുന്നില്ല, അങ്ങനെ ഒരു ഡിപ്പോസിറ്റ് നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കമ്പനി ഡിഫോൾട്ടിലാണല്ലോ. അപ്പം നമ്മൾ ഷൂണിൽ പരാതിപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്. അതൊരു 2-3 മാസത്തിനൊക്കെ അപ്പുറത്തേക്ക് സാലറി ഡ്യൂസ് വരാതെ നോക്കുക. അങ്ങനെ വന്നാൽ ആ ഒരു 3 മാസം കഴിയുമ്പോൾ നമ്മൾ ഫയൽ ചെയ്യുക. ഈ സാലറി ഡിഫോൾട്ട് തന്നെ ഒരു ഗ്രൗണ്ട് ഫോർ എ റിലീസാണ്. അപ്പം അത് നമ്മൾ ആലോചിക്കണം. ഇതിൽ ഞാൻ കണ്ടത് ചില ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ സാലറി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ 90% പേർക്ക് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മതി, ഷൂൺ അപ്രൂവ് ചെയ്യും. 10% വരെ ആബ്സെന്റോ അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിലും അത് അവർ അത്ര അങ്ങോട്ട് കൺസിഡർ ചെയ്യുന്നില്ല. 100% പേ ചെയ്തു എന്നുള്ളത് ആവശ്യം വരുന്നില്ല. അപ്പൊ അത് ശരിയായിരിക്കും സുരേഷ്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. അങ്ങനെയുള്ള കേസിൽ അവർ ചെയ്യുന്ന അൺപെയ്ഡ് ലീവ് എന്നൊക്കെ പറഞ്ഞ റെക്കോർഡ് ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന ഒരു സർട്ടൻ നമ്പർ ഓഫ് എംപ്ലോയീസ് അൺപെയ്ഡ് ലീവിലാണ്, അവര് ലോങ് ലീവിലാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. അത് പക്ഷേ അതെല്ലാം എംപ്ലോയി തീരുമാനിക്കുന്നതാണ്. എംപ്ലോയി ആണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത്, എത്ര മാസം വരെ അത് ടോളറേറ്റ് ചെയ്യാം. അത് എംപ്ലോയി ആണ് തീരുമാനിക്കേണ്ടത്. ഒരു പർട്ടിക്കുലർ എംപ്ലോയി തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കേസ് കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ട്. അവരിപ്പോ തരാൻ ഇപ്പൊ ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക പ്രശ്നമാണ്, 2 മാസം വഴി 2 മാസം ഒരുമിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്ന കേസുകളാണ്. പക്ഷെ അത് രാജേഷ് പറഞ്ഞ മാതിരി ഇറ്റ്സ് എ വാലിഡ് ഗ്രൗണ്ട് ഫോർ റിലീസ്. അത് വാലിഡ് ഗ്രൗണ്ട് അല്ല, അതൊരു ബഷീർ, അത് ഈ പറഞ്ഞതാണ് ഒരു പ്രായോഗിക പ്രശ്നമാണത്. അത് നിയമപ്രശ്നം. അത് ശരി തന്നെ, ഇരിക്കണ കൊമ്പാണത്. അത് ശരിയാ. അപ്പൊ അത് ആ വ്യക്തികൾ തീരുമാനിക്കുക, അതായത് കേസുകളുടെ മെറിറ്റ് അനുസരിച്ച് തീരുമാനിക്കുക. നിയമപരമായിട്ട് നടപടി സ്വീകരിക്കാം, ഒരു പ്രശ്നവുമില്ല. ഒരു മോർ ദാൻ 2 months ഒക്കെ സാലറി ഡ്യൂ ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഷൂണിൽ പോകാം. വേറെ ജോലിക്ക് പോകാൻ റിലീസിന് അവർ ഒബ്ജക്ട് ചെയ്യാനും പറ്റില്ല, റിലീസും തന്നേ പറ്റും. അതെ അതെ ഓക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. പറയൂ സർ. മിസ്റ്റർ സക്കീർ റേസ് ചെയ്യുന്നുണ്ട് ഹാൻഡ്. പറയൂ, അൺമ്യൂട്ട് ചെയ്യൂ. ഒന്നുമില്ല, എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഒരു കമ്പനിയിൽ ജോലി, അൽഫമേജി ഫുഡ് കമ്പനിയിൽ ജോലി ചെയ്ത. അപ്പൊ അദ്ദേഹത്തിന് നാട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ലീവ് കിട്ടിയപ്പം അക്കാം അടിച്ചു കഴിഞ്ഞപ്പം പാസ്പോർട്ട് കയ്യിലിപ്പോൾ അദ്ദേഹം പറയാതെ ഇവിടുന്ന് പോയി. പക്ഷെ ഒരു കേസുകളോ ഒരു ക്രിമിനലോ അങ്ങനത്തെ ഒന്നുമില്ല. അദ്ദേഹം ലീവ് കിട്ടായപ്പം പാസ്പോർട്ട് കയ്യിൽ കിട്ടി, അക്കാം അടിച്ച് പാസ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പം കഴിഞ്ഞ ഫെബ്രുവരിക്ക് ഈ ചാൻസിനൊക്കെ അദ്ദേഹം ഇവിടുന്ന് പോവുക ചെയ്ത്. പക്ഷെ തിരിച്ചു വന്നില്ല, പേടിച്ചിട്ട്. കമ്പനി എന്തെങ്കിലും ഇദ്ദേഹത്തിന്റെ പേരിൽ കേസ് കുറ്റപ്പെടുത്തിക്കാണോ ചുമത്തിക്കാണോ പേടിച്ചിട്ട് വന്നേയില്ല. ഇപ്പൊ എന്റെ ചോദ്യം ഒന്നൊന്നുമല്ല, ഇനിയിപ്പൊ അത് പോയത് പോട്ടെ. അദ്ദേഹം പറഞ്ഞു എനിക്ക് വരണം താല്പര്യമില്ല. ഇനി ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഇതേ കുവൈറ്റിലേക്കോ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിലേക്ക് തടസ്സമുണ്ടോ? കാരണം കമ്പനി എന്തെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ? എന്താണെന്ന് അറിയാം. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വഭാവവും മറ്റെല്ലാം എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയണം, ഒരു കേസിലും അദ്ദേഹം ഇൻവോൾവ് അല്ല. ജസ്റ്റ് കമ്പനി ലീവ് കിട്ടാത്തതുകൊണ്ട് പാസ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പം പോയി, അത്രേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ പിതാവ് ഒരു വൃക്കയുമായി ബന്ധപ്പെട്ട്, കിഡ്നിയുമായി ബന്ധപ്പെട്ട് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഓടിപ്പോയത്. ഇതിന്റെ അകത്ത് പ്രശ്നം, കമ്പനി എന്ത് നടപടി സ്വീകരിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പൊ അതുകൊണ്ട് കമ്പനി നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. നോർമലി അങ്ങരുടെ വിസ എക്സ്പയർ ആയിട്ടേ ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് എവിടെ പോകുന്നതിനും കുവൈറ്റിലേക്ക് വരുന്നതിനും തന്നെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ കമ്പനി ഇനി അഥവാ അബ്സ്കോണ്ടിങ്ങോ അതോ ഇനി ഇയാൾ പല ഇമ്പോർട്ടന്റ് കീ റോൾസ് നമുക്ക് അത് ഓരോ കേസിന്റെ പ്രത്യേകത അനുസരിച്ച് പറയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം എന്തെങ്കിലും അക്കൗണ്ട്സോ അതുപോലെ എന്തെങ്കിലും കമ്പനി പ്രോപ്പർട്ടീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണെങ്കിൽ ചില കമ്പനികൾ ഒരു കേസ് ഫയൽ ചെയ്തിടാറുണ്ട്. അപ്പൊ അങ്ങനെ ഫയൽ ചെയ്തിടുന്ന കേസിൽ എന്തെങ്കിലും വിധി ഇദ്ദേഹം പോയതിനു ശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വിസ അപ്ലൈ ചെയ്യുമ്പോൾ അതേ പാസ്പോർട്ട് വെച്ചാണ് വിസ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ വിസ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അറിയും. അതല്ല ഇനി വേറെ പാസ്പോർട്ട് വെച്ചിട്ടാണെങ്കിലും ചിലപ്പം പാസ്പോർട്ട് വെച്ചിലും പുതിയ വിസ അപ്ലൈ ചെയ്ത് കിട്ടിയാൽ പോലും ഇവിടെ വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും, ഫിംഗർ എടുക്കുമ്പോഴേ അറിയാം. അപ്പൊ അത് പരിശോധിക്കുക, അയാളെ സിവിൽ ഐ ഡി നമ്പർ വെച്ചിട്ട് പരിശോധിക്കാൻ നോക്കുക, പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് വരാൻ നോക്കുക. മറ്റു ഗൾഫ് രാജ്യങ്ങളിലേക്കാണെങ്കിലോ? അല്ല, മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ ജനറലി കുഴപ്പമൊന്നും വരില്ല. പക്ഷെ വേറെ എന്തെങ്കിലും മേജർ ക്രിമിനൽ കേസ്, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, പണാപഹരണം, അങ്ങനെയൊക്കെ വല്ല മേജർ കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ. മറ്റൊന്നുമില്ലെങ്കിൽ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. വളരെ നല്ലൊരു വിശദമായിട്ടുള്ള ഒരു ബോധവൽക്കരണം തന്നെയായിരുന്നു.
വളരെ ഉപകാരപ്രദമായി. പിന്നെ പ്രത്യേകിച്ച് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവില്ല, അത് വെറും വാക്കുകളായി മാത്രം മാറും. എല്ലാവരും പരിചിതമായ സുഹൃത്തുക്കൾ തന്നെയാണ്. ഒരു ദശാബ്ദത്തിന് ശേഷമാണ് നമ്മൾ ഒന്നിച്ചിരിക്കുന്നത്. 2012 ഫോക്ക് ഓഡിറ്റോറിയത്തിൽ ഇരുന്നതാണ്. അന്ന് തോമസ് പണിക്കര് ഇത്ര ചെറുപ്പമായിരുന്നില്ല, പക്ഷെ ഇപ്പൊ കൂടുതൽ ചെറുപ്പക്കാരനായിട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹം. അതിൽ അതിയായ സന്തോഷമുണ്ട്. രാജേഷ് സാഗർ പിന്നെ പല പ്രാവശ്യവും നമുക്ക് ടിവിയിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു പ്രമുഖ വ്യക്തിത്വം തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് വളരെയധികം വിശദമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിന് അതിയായ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഒഫീഷ്യലായിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് CP ബിജു പ്ലീസ്, ജോയിന്റ് സെക്രട്ടറി. നമസ്കാരം. യോഗത്തിന്റെ അധ്യക്ഷൻ പൽപക്കിന്റെ പ്രസിഡന്റ് ശ്രീ സുരേഷ് പുളിക്കൽ, ആശംസ അർപ്പിച്ച നമ്മുടെ പാട്ടൻ കുമാരേട്ടൻ, അതുപോലെ ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് മാധവൻജി, അതുപോലെ ലീഗൽ ഫോറത്തിന് വേണ്ടി ഈ വേദി ധന്യമാക്കി കോർഡിനേറ്റ് ചെയ്ത ശ്രീ പണിക്കർ സാർ, എല്ലാവർക്കും നമസ്കാരം. പ്രവാസ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങളിൽപ്പെട്ടു വരുന്ന മനുഷ്യരുടെ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന ചിന്തയിൽ നിന്നാണ് പാലക്കാട് പ്രവാസി അസോസിയേഷൻ പൽപക്ക് ലോയർ ഫോറവുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള ചിന്ത വന്നത്. അത് തീർത്തും അന്വർത്ഥമാക്കുന്ന വിധത്തിൽ എനിക്ക് എൻ്റെ കയ്യിൽ തന്നെ നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നില്ല. കാരണം എല്ലാ വിഷയങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് അവൻ്റെ ഇൻഷുറൻസ് സംബന്ധമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ സംബന്ധമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ വീട് വാടകയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ എല്ലാ വിഷയങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് സമഗ്രമായി തന്നെ എല്ലാ വിഷയങ്ങളും ഒരു ചോദ്യവും അങ്ങോട്ട് ചോദിക്കാത്ത വിധത്തിൽ ആൻസർ തന്നുകൊണ്ടുള്ള ഒരു പ്രഭാഷണ പരമ്പര നടത്തിയ മിസ്റ്റർ നൂറി, മിസ്റ്റർ രാജേഷ്, മിസ്റ്റർ വിഷ്ണുചന്ദ്രദാസ്, മിസ്റ്റർ മുഹമ്മദ് ബഷീർ എന്നിവരുള്ള നന്ദി, നിസീമമായ നന്ദി എന്റെയും പൽപക്കിന്റെയും പേരിൽ രേഖപ്പെടുത്തുകയാണ്. വളരെ നല്ല ഒരു സെഷനായിരുന്നു ഇത്. പൽപക്കിന്റെ ചരിത്രത്തിൽ അംഗലിപികൾ എഴുതപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൽപക്കിൻ്റെത് അല്ലാത്ത എല്ലാ നിരവധി ആയ പ്രവാസികൾ വെളിയിൽ നിന്ന് ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം തന്നെ വളരെ ഉപകാരപ്രദമായിരുന്നു എന്നുള്ളതാണ് ബാക്ക് ചാനലിൽ എനിക്ക് വന്ന മെസ്സേജുകളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന സൂചന. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരിപാടികൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ എന്നും ഇതിനു വേണ്ടി സഹകരിച്ച ലോയൽ ഫോറത്തിന് പ്രത്യേക നന്ദി ഒന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി എൻ്റെയും പൽപക്കിൻ്റെയും പേരിൽ നിസ്സീമമായ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. പറഞ്ഞ പോലെ തന്നെ വളരെ ഉപകാരമായി. രാജേഷ് സാഗർ, അതുപോലെ മുഹമ്മദ് ബഷീർ, തോമസ് പണിക്കർ, ദാവൂദ്, മറ്റ് വക്കീൽമാരായിട്ടുള്ള കുറെ പേര് ഇതിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു ബിഗ് താങ്ക്സ്. ഇറ്റ് വാസ് എ വെരി ഫ്രൂട്ട്ഫുൾ. ഏകദേശം ഒരു 85ഓളം പേര് പങ്കെടുത്തിരുന്നു. പിന്നീട് അത് ഒരു സ്റ്റഡി ആയിട്ട് ഒരു 55 പേര് കണ്ടിന്യൂസ് നിന്നിരുന്നു. ഇറ്റ്സ് ഫൈൻ. എന്തായാലും നല്ലൊരു സഹായമായി എന്ന് വിചാരിക്കുന്നു. ഒരു ബിഗ് താങ്ക്സ് രാജേഷ്, ബഷീർ. തിരിച്ചങ്ങോട്ടും പണിക്കർ സാർ എന്നെ ഏൽപ്പിച്ചു പോയത് കൊണ്ട് ജനറൽ കൺവീനർ ഓഫ് ILF എന്നുള്ള നിലക്ക് ഞങ്ങൾ നിങ്ങളെ നിസ്സീമമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വെൽ കണ്ടക്റ്റഡ്, അത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങളത് വെൽ കോർഡിനേറ്റഡ് ആണ്. പൽപക്കിന് എന്ന അസോസിയേഷന്റെ, പാലക്കാട് പ്രവാസി അസോസിയേഷന്റെ കോർഡിനേഷൻ ഇതോടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരു സ്വാഗതവും നന്ദിയും ഇതോടൊപ്പം തന്നെ ഞങ്ങളും രേഖപ്പെടുത്തുന്നു. താങ്ക് യു ഡിയർ. രാജേഷിന്റെയും മുഹമ്മദ് ബഷീറിന്റെ നമ്പർ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് സൈഡില് ചാറ്റ് ബോക്സിൽ. അല്ല, അത് സുരേഷ്, അതെ, ഒരു മിനിറ്റ്, നമ്പർ നേരിട്ട് നിങ്ങൾ ഇടരുത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഡെയിലി ഒരു 50 കോൾ വരും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ആ ചോദ്യങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് അത്യാവശ്യം വിശദീകരണം നമ്മൾ തരുന്നു. അതല്ല, ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ മാത്രം നമുക്ക്, അല്ലെങ്കിൽ ഇത് അറിയാലോ, എനിക്ക് ഒത്തിരി നോർക്കയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന കോളുകളും ഇതെല്ലാം കൂടി നമുക്ക് താക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് നേരിട്ട് നമ്പർ ഷെയർ ചെയ്യരുത്. അതൊരു അഭ്യർത്ഥനയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളത് ഫിൽട്ടർ ചെയ്തതിന് ശേഷം നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കാം. അല്ലെങ്കിൽ ഈ നമ്പർ വെറുതെ ഷെയർ ചെയ്ത് പോകും. ഒത്തിരി ആളുകൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ചില ദിവസം രാത്രി 12 മണിക്കായിരിക്കും ആൾക്കാർ വിളിക്കുന്നത്. സോറി. അല്ലേ? ഓക്കെ ഡിയേഴ്സ്.
ഓക്കെ, നമുക്ക് ബൈൻഡ് ചെയ്യാന്ന് വിചാരിക്കണം. എന്തായാലും നല്ലൊരു സെഷനായി. നമ്മൾ വിചാരിച്ചതിൽ കൂടുതലൊക്കെ ഗംഭീരമായിട്ട് കാര്യങ്ങൾ കവർ ചെയ്ത് വന്നുകൊണ്ട് ഒരുപാട് ഉപകാരപ്രദമായി എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതെ തന്നെ അവരെല്ലാം കവർ ചെയ്തെന്നുള്ളത് വളരെ ഒരു എന്താ പറയാ, എന്റെ കയ്യിൽ 10-12 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതൊന്നും ചോദിക്കേണ്ടി വന്നില്ല, കാരണം എല്ലാ ആൻസർ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ വിഷയവും ടച്ച് ചെയ്തുകൊണ്ട്. ഇൻഷുറൻസ് ഒക്കെ വെൽ എക്സ്പ്ലെയിൻഡ് ആയിരുന്നു. എനിവേ താങ്ക് യു. പറഞ്ഞാൽ മതി. ഔദ്യോഗികമായിട്ട് യോഗം പിരിച്ചുവിടും. അതെ, അപ്പോ എല്ലാവർക്കും താങ്ക്സ്. ഇത്ര നേരം സമയം ചെലവഴിച്ച് 2 മണിക്കൂർ 3 മണിക്കൂറോളം നമ്മൾ ഇരുന്നു. എല്ലാവർക്കും മറ്റ് സംഘടനകളുടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സലീം രാജ് അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു. തുടരുന്നുള്ളൊക്കെ കുറച്ച് പേരൊക്കെ കണ്ടിരുന്നു. അപ്പോൾ പുറത്തുള്ള ആൾക്കാരും കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തായിരുന്നു. പക്ഷെ നമ്മുടെ ഫേസ്ബുക്കൊന്നും വലിയ ലൈവായിട്ട് കിട്ടിയില്ല ആളുകൾക്കൊന്നും. നമ്മൾ വ്യൂവേഴ്സ് ഒന്നും കണ്ടില്ല. 1, 2, 3 ഒക്കെ കണ്ടായിരുന്നു. അത് ലൈവ് പോവാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില്. എന്തോ ഒരു നെറ്റിന്റെ ഇഷ്യൂ ആണ് തോന്നുന്നു. യൂട്യൂബിലെ ലൈവ് പോയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇനി നമുക്ക് യോഗം പിരിച്ചുവിടുന്നു. എല്ലാവർക്കും വലിയ നന്ദി. താങ്ക് യു. താങ്ക് യു അജിത. നന്നായി ഹാൻഡിൽ ചെയ്തു. ഫസ്റ്റ് ടൈം ആണ് അജിത കൂളായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലെ ആദ്യമായിട്ടാണ് അജിത വരുന്നത്. അജിത വളരെ ഭംഗിയായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു. അതിന് ആശംസകൾ. അപ്പൊ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം അജിതയുടെ ഭാഗത്തു നിന്ന് കോൺട്രിബ്യൂഷൻ. തീർച്ചയായും പിടിച്ചു വെച്ചോളൂ. നമുക്ക് അടുത്ത പ്രാവശ്യം ആവശ്യം വരും. എല്ലാ താങ്ക് യു. താങ്ക് യു കൺവീനർ. താങ്ക് യു അജിത. Okay, and